Hello everyone, my name is Arun. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ I just want to ask you a few things. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ your exam have scheduled to 30th അല്ലേ? അപ്പോൾ അതിന് ഇങ്ങനെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. So there is no compromise in that date. അങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സംഭവിക്കാം. As you know what is the status right now. എന്തായാലും നമ്മൾ 30th ആണ് എക്സാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു പ്രിപ്പയർ വെൽ. അപ്പോൾ ഞാനും ആലോചിച്ചു ഫ്രം മൈ സൈഡ് വാട്ട് ഐ ക്യാൻ ഡു. അപ്പോൾ ഞാൻ ഐ ജസ്റ്റ് തോട്ട് വൈ കാണ്ട് ഐ ഗിവ് സം ലൈവ് ക്ലാസ്സസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നുകൂടാ എന്ന് വിചാരിക്കുമ്പോൾ ആണ് ഞാനിങ്ങനെ ആലോചിച്ചു ഫസ്റ്റ് ടേക്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസ് പറയട്ടെ ഇപ്പം വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇഫ് യു റിയലി വോണ്ട് സം ലൈവ് സെക്ഷൻസ് സോ ദാറ്റ് യു വോണ്ട് ടു ഇൻട്രാക്ട് വിത്ത് മീ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ so you can just comment me on my comment box, and if I get a positive reply then only we will do it. Unnecessarily നമ്മൾ ഒരു കാര്യം ചെയ്യില്ല, ഓക്കെ, ബിക്കോസ് എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിത്ത് ദ റിപ്ലൈ only we will do it if it is really needed then, okay. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ now just be concrete with what I'm gonna do with you guys, okay. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് 5 year സീരീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. പിന്നെ ഞാൻ തോന്നുകയാണ് ഏത് ടോപ്പിക്കാണ് ഹാർഡ് ദാറ്റ് ടു കമൻറ്റ് ഇൻ മൈ സെക്ഷൻ. ഏത് ചാപ്റ്ററിൻ്റെ ഏത് പർട്ടിക്കുലർ ടോപ്പിക്കാണ് വളരെ പാട് വിച്ച് ഈസ് ഹാർഡ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ലൈവ് ക്ലാസ്സസിനെ കുറിച്ച് ഞാനൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് മോർണിംഗ് 2 hours ഈവനിങ് 2 hours അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ഇറ്റ്സ് ഫുള്ളി എവ്രി വൺ ഇസ് വെൽക്കം ദെയർ. ആർക്ക് വേണോ. അപ്പോൾ രാവിലത്തെ സെക്ഷനിൽ വാട്ട് വി ഡു ഇസ് ദാറ്റ് വി വിൽ ക്ലിയർ ഓൾ ദ ഡൗട്ട്സ്, ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ വി വിൽ സോർട്ട് ഇറ്റ് ഔട്ട് ഓൺ ദാറ്റ് ഡേ ഇൻ ദ മോർണിംഗ്. ഈവനിങ് വി വിൽ ഡു all those problems which you have problem in, okay. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ so you can WhatsApp to me my number always, like it might be in certain videos, or if not I will put it over here at the right on the I think right corner, yes, so it will be coming there or at any corner, okay, you will get it. അപ്പോൾ അതിനകത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരിക സോ ദാറ്റ് ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് ഇൻ ദ ഈവനിങ്, ഓക്കെ. ദാറ്റ് ടു ലൈവ് ആയിട്ട് ചെയ്യാം സോ ദാറ്റ് വി ക്യാൻ ഇൻട്രാക്ട്, ഓക്കെ. നിങ്ങൾക്കും അപ്പോൾ ഒരു ഐഡിയ കിട്ടും എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ റിപ്ലൈ ബാക്ക്, ദാറ്റ്സ് വൈ. അപ്പോൾ അത് ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെ ഒരു സെക്ഷൻ. ഇറ്റ്സ് ഓൺലി ഫുള്ളി അപ് ടു യുവർ ഇൻട്രസ്റ്റ്. ദാറ്റ്സ് ഇറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ദാറ്റ് വി വിൽ പ്രിപ്പയർ ഇറ്റ് വെൽ ടുഗദർ, ഓക്കെ, ടുഗദർ. സോ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുക ഇറ്റ്സ് എ ഗോൾഡൻ ചാൻസ്. ആർക്കെങ്കിലും പാടായിട്ട് തോന്നുകയാണ്, ആർക്കെങ്കിലും ഒരു ലാസ്റ്റ് ഹോപ്പ് ഓഫ് റേ ഓഫ് ഹോപ്പ് അങ്ങനെ വല്ലതൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കം ടെൽ ദം ടു ജസ്റ്റ് ജോയിൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് അവർ സെക്ഷൻ. That's it, okay. So welcome back to a new battleground series, okay. So today we are gonna see നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും എക്സസൈസും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ. ഇതിനകത്ത് ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് കുറേ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ടേം പഠിക്കാനല്ല, ഇതിനകത്ത് കൂടുതലും തിയറി തിയറി ഉണ്ട്. പക്ഷേ മോർ ഓവർ തിയറി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആദ്യം ഒരു തിയററ്റിക്കൽ വേയിൽ അപ്രോച്ച് ചെയ്യാതെ നിങ്ങളൊരു പ്രാക്ടിക്കൽ വേയിൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചെയ്തൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ എക്സ്പ്ലെയിൻ യു എവറിത്തിങ്, ഓക്കെ. ഈ ഒരു 5 year ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതിന് ശേഷം തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഐ വിൽ ഡെഫിനറ്റ്ലി പുട്ട് ദ തിയറി, ദ ഹാർഡ് കോർ തിയറി, ദാറ്റ് ടു ഇൻ വെരി സിമ്പിൾ വേ, വെരി ക്ലിയർലി ഐ വിൽ പുട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് make sure that you can see, or you need to see the entire video. ഈ ഫുൾ വീഡിയോ നിങ്ങൾ കാണണം. കണ്ട് ഈ ചാപ്റ്റർ ഫുൾ ഓൺ മനസ്സിലാക്കി just close down this chapter and keep it. Now then the next one, okay. അങ്ങനെ പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് let's start doing, okay. Now ആദ്യമായിട്ട് എന്തായാലും 2019 വെച്ച് നമുക്ക് തുടങ്ങാം. സോ 2019 ക്വസ്റ്റ്യൻസ് വാസ് ലൈക്ക് ക്വസ്റ്റ്യൻസ് വെയർ വെരി ഈസി ഓൺലി. അപ്പോൾ അതുകൊണ്ട് വലിയ കൂടുതലൊന്നും വിചാരിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ട. ഇഫ് യു ഡോണ്ട് നോ ഓൾസോ വി വിൽ ജസ്റ്റ് എനിക്ക് തിയറി പാർട്ടിനകത്ത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും, അതെല്ലാം നമുക്ക് ചെയ്യാം, ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട് March 2019 ക്വസ്റ്റ്യൻസ് ആർ ഹിയർ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ജസ്റ്റ് റൈറ്റ് ഇറ്റ്. ഇഫ് യു നോ ഇറ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, then we will start to solve this question one after the other, okay. നമുക്ക് ഒരുമിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, ഫൈൻ, okay. Take down.
So once you have done that, okay, you just want to check it. So make sure that എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയിട്ടുള്ളത് അത് നോക്കുക. അത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ whatever mistake you have made it, you make yourself that എവിടെയാണ് ഞാൻ തെറ്റിച്ചത്, എന്താണ് തെറ്റിച്ചതെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ കുറേ പേർക്ക് ഒരു വലിയ ഒരു മിക്സപ്പ് എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണോ പാടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പാടാമെന്ന് പറയും, ഈസിയാണെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ഈസിയാണെന്ന് പറയും. സോ ഇറ്റ്സ് ലൈക്ക് എ മിക്സഡ് റിയാക്ഷൻ വാട്ട് ഐ ഗെറ്റ് ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, അതുകൊണ്ടിട്ട് ലെറ്റ് സ്റ്റാർട്ട് സോൾവിങ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദെൻ. On to the first question, A part. Find the slope of the tangent to the curve y is equal to x square minus 2x plus 1. Okay, നമുക്ക് ഓരോന്നോരോന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തിയറിയും കൂടെ കുറച്ച് മനസ്സിലാക്കി പോയാൽ വളരെ ഈസിയാണ് ഈ ചാപ്റ്റർ. സോ വാട്ട് ഈസ് ഗിവൻ ഹിയർ എന്താ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗിവൻ ഹിയർ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ഇതെന്ന് വെച്ചാൽ എന്താ, ഇക്വേഷൻ ഓഫ് ദ കർവ് ആണ് പറഞ്ഞിട്ടുള്ളത്, കർവ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ദ കർവ്. അപ്പം ഞാനിപ്പോൾ ഒരു കർവ് ഇങ്ങനെ വരയ്ക്കുന്നത്, ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചോ. ഇറ്റ് ഈസ് നോട്ട് റിയൽ, ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് ഇപ്പം ഇതിൻ്റെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിലും എനിക്ക് ടാൻജൻറ്റ് വരച്ചൂടെ. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം, വിച്ച് ഇസ് ടച്ചിങ് ദിസ്. ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. നൗ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓവർ ഹിയർ ഇസ്, നമ്മൾ ഇവിടെ മനസ്സിലാക്കുക നിങ്ങൾ മെയിൻലി എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. ടാൻജൻറ്റ് എന്തായാലും പൊതുവേ നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്, എന്താണ് സർക്കിളിൻ്റെ ഒരു ഇവിടെ 90 ഡിഗ്രി ഏതുമായിട്ട് വിത്ത് നോർമലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ റേഡിയസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 90 ഡിഗ്രി ആംഗിൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ടാൻജൻറ്റ്. പക്ഷേ അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സർക്കിളല്ല, ഇവിടെ ഇക്വേഷൻ തന്നിരിക്കുന്ന ഏതാ, കർവാണ്, കർവ്. അപ്പോൾ കർവിൻ്റെ നമുക്ക് ടാൻജൻ്റാണ്ട് സ്ലോപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ടാൻജൻറ്റിൻ്റെ എന്താ, സ്ലോപ്പ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും, ഇതാണ് കർവ്. ഇതാണ് കർവ് എങ്കിൽ ഇതുവരെ നിങ്ങൾ dy by dx കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു അല്ലേ, dy by dx. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ എന്താ, ദിസ് ഇസ് 2x അല്ലേ, മൈനസ് 2x മൈനസ് 2. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഈ dy by dx എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വാട്ട് ഇസ് ദിസ്, ദിസ് ഇസ് നത്തിങ് ബട്ട് വാട്ട്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ഇത്. ടാൻജൻറ്റിൻ്റെ എന്താ, സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കണം, സ്ലോപ്പ്, റൈറ്റ്. അതാണ് നമുക്കിവിടെ എഴുതുന്ന സാധനം, അല്ലെങ്കിൽ dy by dx എന്ന് വെച്ചാൽ അതാണ്, റൈറ്റ്. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അറിയത്തില്ലായിരുന്നെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തലയിൽ വയ്ക്കുക. dy by dx ഇതുവരെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ലോപ്പാണ്, നമ്മളെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. യെസ്, കണ്ടുപിടിച്ചു, ഡൺ. ഓക്കെ, സോ ഇതായിരുന്നു ഫസ്റ്റിൻ്റെ ആൻസർ, നമ്മളെ സ്ലോപ്പ്. അടുത്ത ഇനിയിപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് പാർട്ട്, പക്ഷേ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വൺ. അത് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ, അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ആദ്യമേ പറഞ്ഞു ടാൻജൻറ്റ് ഏത് വേണോ ആക്കാം. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എക്സ്, ഈ എക്സിന് പല വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് മാറൂലേ, dy by dx വാല്യൂസ് മാറൂലേ. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഐ വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ടാൻജൻറ്റ്, അതിൻ്റെ സ്ലോപ്പ് കിട്ടും. അപ്പോൾ സ്ലോപ്പും ചേഞ്ച് ആവൂലേ. അപ്പോൾ സ്ലോപ്പ് മാറുന്നതനുസരിച്ച് നമുക്ക് വേറെ ടാൻജൻറ്റ് കിട്ടും. ഓക്കെ ഡിയ, ഓക്കെ, കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, ഇത്ര മാത്രം ആലോചിക്കുക. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു ദിസ് വൺ. വെൻ യു ഡിഫറൻഷിയേറ്റ് ദാറ്റ് വൺ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് വാട്ട്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അത്രയും മനസ്സിലായല്ലോ, വയ്ക്കുക അവിടെ. അത് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇക്വേഷൻ എഴുതുക. നമ്മൾ തന്നിട്ടുള്ളതല്ല, ഇക്വേഷൻ എഴുതുക. ഏതിൻ്റെ, ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് ടു ദ എബവ് കർവ്. ഈ കർവിൻ്റെ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എഴുതുക. ഒരു ടാൻജൻറ്റ് അറിയാമല്ലോ, ടാൻജൻറ്റ് ലൈന്. ഓക്കെ, സപ്പോസ് ഞാൻ ഇതാണ് ലൈന്, ഇങ്ങനെ വരച്ചു. പക്ഷേ ഇത് വരയ്ക്കേണ്ട ഒരു കാരണമുണ്ട്, ബിക്കോസ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വിച്ച് ഈസ് പാരലൽ ടു ദ ലൈൻ ഇത്. അപ്പോൾ ഇത് ഏതാ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2x മൈനസ് 9 മൈനസ് y പ്ലസ് 9. മനസ്സിലാക്കുക, ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട് വിച്ച് ഈസ് ദിസ് ലൈൻ. ഈ ലൈനിന് പാരലലായിട്ട് വരുന്ന ഒരു ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. യു നീഡ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ടു ദ എബവ് കർവ് which is parallel to the line this one. ഓക്കെ, അങ്ങനത്തെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ നോക്കുക. അപ്പോൾ പാരലൽ ആണല്ലോ, പാരലൽ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എപ്പോഴും പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ടച്ച്. ഓക്കെ, ദിസ് വൺ വിൽ ടച്ച്,
ഇത് ടച്ച് ചെയ്യാതെ പോകുന്ന രണ്ട് ലൈൻ എത്ര എങ്ങോട്ട് പോയാലും ടച്ച് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ആർ ഈക്വൽ. ഇതിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണ്. ദേ ആർ സെയിം. അത് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ദേ ആർ സെയിം. അപ്പോൾ എനിക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ലൈൻ വിച്ച് ഇസ് 2x മൈനസ് y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. ഇതെന്ന് വെച്ചാൽ ലൈനാണ്. ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതൊക്കെ ഞാൻ ഈ സൈഡിൽ എഴുതുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. y ഇസ് ഈക്വൽ ടു mx പ്ലസ് c ആണ് നമ്മളെ ജനറൽ ഇക്വേഷൻ ഓർ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമ്മളെ ലൈൻ്റെ ജനറൽ ഇക്വേഷനാണ് ഇത്. ഓക്കെ, ലൈൻ്റെ ഇക്വേഷനാണ് ഇത്. y ഇസ് ഈക്വൽ ടു mx പ്ലസ് c വേർ m ഇസ് വാട്ട്? m ഇസ് ദ സ്ലോപ്പ്. m അതിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഒന്ന് ഞാൻ ഇത് എഴുതിയതിന് ശേഷം ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിനെ വൈൻ്റെ രീതിയിൽ എഴുതാം. ഈ ഒരു ഫോമിൽ എഴുതാം. ഈ ഒരു ഫോമിൽ എഴുതിയാൽ എങ്ങനെ വരും നോക്കിയേ? y ഇപ്പുറത്ത് പോയി. അപ്പോൾ ഇത് പ്ലസ് y ആയോ? ബാക്കിയുള്ള അവിടെ കിടക്കട്ടെ. എന്നാൽ എങ്ങനെ വരും ഇവിടെ? y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 9. ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 9. അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് m? m എന്താ ഇവിടെ? m ഇസ് 2 അല്ലേ? എക്സിൻ്റെ അടുത്ത് വരുന്നതല്ലേ m, ദാറ്റ് ഇസ് 2, റൈറ്റ്? ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ദ സ്ലോപ്പ് ഓഫ് വാട്ട്? ദ ലൈൻ. സ്ലോപ്പ് ഓഫ് ലൈൻ അല്ലേ? അപ്പോൾ ഇനിയിപ്പം ബാക്ക് ടു അവർ കൺസെപ്റ്റ് ഞാനിവിടെ പറഞ്ഞത്. ലൈൻ്റെ സ്ലോപ്പ് കിട്ടി. ലൈൻ്റെ സ്ലോപ്പ് കിട്ടി. അപ്പോൾ ഈ ഒരു ടാൻജൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലോപ്പും സെയിം ആയിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈസൻ്റ് ഇറ്റ് സെയിം? അപ്പോൾ തന്നിരിക്കുന്ന കർവിൻ്റെ ടാൻജൻറ്റും ഈ ഒരു ലൈൻ സെഗ്മെൻ്റ് ടാൻജൻറ്റും സ്ലോപ്പും സെയിം ആയിരിക്കും. ഇത് ഇക്വേഷൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിൽ y എടുത്തപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ലോപ്പ് കിട്ടി. ഇവിടെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്കിത് സ്ലോപ്പ് കിട്ടി. ഈ സ്ലോപ്പും രണ്ടും സെയിം ആണ്. ഞാനിവിടെ പറഞ്ഞു പാരലലിൻ്റെ രണ്ട് സ്ലോപ്പും സെയിം ആണെന്നുള്ളത്. അപ്പം വിത്ത് ദാറ്റ് തിങ് ഇൻ ദാറ്റ് തിങ് നമുക്ക് വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ? ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 2x മൈനസ് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിവിടെ കഴിയട്ടെ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ആഫ്റ്റർ ദിസ് what I can say 2x minus 2 is equal to what? 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടൂലേ? ഒന്ന് നോക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു ഈ 2 അപ്പുറത്ത് പോയി. സോ ദാറ്റ് വിൽ ഗിവ് മീ 4 ഹിയർ. 4 ഇത് ഡിവൈഡ് ബൈ 2. സോ വാട്ട് ഈസ് എക്സ്? സോ വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എനിക്ക് കിട്ടി. എക്സ് എനിക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ആണ് കേട്ടോ. എക്സ് ഇസ് എ പോയിൻ്റ്. അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, നൗ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് 2 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? ഈ ഒരു കർവിൻ്റെ നമുക്ക് കർവിലുള്ള ഇക്വേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കർവിലുള്ള പോയിൻ്റ് തന്നെ വേണ്ടേ? അപ്പോൾ അതിനകത്തുള്ള ഒരു പോയിൻ്റാണ് കണ്ടുപിടിച്ചത്. ഏത് പോയിൻ്റാണ്? എക്സ് വിച്ച് ഈസ് 2. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ വളരെ വളരെ റിപ്പീറ്റഡ് ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. സോ കീപ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ക്വസ്റ്റ്യൻ. ഇഫ് നോട്ട്, കമൻറ്റ്. I will just take it on the live classes and I will make you understand it. Okay. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എനിക്കിവിടെ അടുത്ത് എന്താ വേണ്ടത്? വൈൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ വൈൻ്റെ ഓൾറെഡി ഐ നോ ഇറ്റ്. കർവിൻ്റെ തന്നിട്ടുണ്ട്. x² മൈനസ് 2x പ്ലസ് 1 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന് വേണ്ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ഇവിടെ 4 മൈനസ് ഇവിടെയും വന്നിട്ട് 4 പ്ലസ് 1. സോ വിച്ച് ഗിവ്സ് മീ വാട്ട്? y ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എനിക്കിവിടെ പോയിൻ്റ് എന്ത് കിട്ടി? 2ഉം 1 എന്ന് കിട്ടിയോ? ദിസ് ഈസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി. അപ്പം നൗ വാട്ട്? നൗ യു നീഡ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇൻഫാക്ട് ടാൻജൻ്റ് ആണ് ഇവിടെ, പക്ഷേ ടാൻജൻറ്റും ലൈൻ തന്നെ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതുന്നത്? അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. therefore the equation of the tangent, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. സോ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? y minus y1 where these are y1 and നമ്മളെ പോയിൻ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പോയിൻറ്റും അറിയാം, ഒരു പോയിൻറ്റും ഉണ്ട്. സോ ഇഫ് യു ഹാവ് വൺ പോയിൻറ്റ്, ഒരു പോയിൻ്റിൻ്റെ വാല്യൂ ഉണ്ട്, ആൻഡ് യു ഹാവ് സ്ലോപ്പും ഉണ്ട്. ഇതിൻ്റെ സ്ലോപ്പും നമുക്കറിയാം. ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് നിങ്ങൾക്കൊരു പോയിൻറ്റും തന്നിട്ടുണ്ട്, ഒരു സ്ലോപ്പിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയും ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അതിങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹിയർ വാട്ട് യു വിൽ ഗെറ്റ് us dy/dx. ചിലപ്പോൾ ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ f'(x) എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ y കിടക്കുന്നുണ്ട്, dy/dx എന്ന് എഴുതി. എന്നിട്ട് x - x1. ദിസ് ഇസ് യുവർ ആൻസർ മാൻ.
what you will substitute? Y is equal to എന്ത് എഴുതാം എനിക്കിവിടെ y ന് പകരം 1 that is equal to dy by dx എന്താ നമ്മുടെ വാല്യൂ നമുക്ക് we already know that what is slope 2 ആണ് അല്ലേ അപ്പോൾ 2 into എന്നിട്ട് നമുക്ക് x minus x1 is what this particular point ആണ് x1 y1 കേട്ടോ ഇത് മറന്നു പോലും this is your x1 and your y1 നമ്മൾ കണ്ടുപിടിക്കുന്ന x y എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ now according to this equation നമ്മൾ എഴുതുമ്പോൾ x1 ഉം y1 എന്ന് വെച്ചാൽ ആ വാല്യൂസ് ആണ് and x1 is your 2 so that's it and then solve it and write അപ്പോൾ ഇവിടെ എന്ത് വരും y minus 1 is equal to which implies okay ഇത് multiply ചെയ്യുമ്പോൾ 2x then minus 4 so I can write y is equal to ഇത് അങ്ങോട്ട് പോകുമ്പോൾ 2x minus 3 yeah this is the equation of the line what is required in the B part I hope ഇത്രയും പറഞ്ഞപ്പോൾ I think you got a clear idea about നിങ്ങളുടെ സ്ലോപ്പും ടാൻജൻറ്റും ഒരു പാരലൽ ലൈനുമായിട്ടുള്ള ബന്ധം മനസ്സിലായെന്ന് തോന്നുന്നു I hope and I told you any doubt comment okay then move on to that second question of 2019 on to the second question a cuboid with a square base and a given volume V is shown in the figure അപ്പം ഇതൊരു ക്യൂബോയിഡ് ആണ് വിത്ത് V വോളിയം ഓക്കെ വോളിയം V ആണ് and then what അപ്പോൾ രണ്ട് പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് വിച്ച് യു നീഡ് ടു സോൾവ് അപ്പം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ദ സർഫസ് ഏരിയ എക്സ് എസ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഓക്കെ അപ്പോൾ എസ് ഇൻ ടേംസ് ഓഫ് ആസ് എ ഫങ്ഷൻ ഓഫ് എസ് എക്സ് ആണ് നമുക്ക് എഴുതേണ്ടത് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് സർഫസ് ഏരിയ എസ് നമുക്ക് എഴുതണം അപ്പോൾ സർഫസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ എല്ലാ സ്റ്റുഡൻസിനും പറയാറുണ്ട് ജസ്റ്റ് ഡോണ്ട് മഗ് അപ്പ് ദ ഫോർമുലാസ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ് ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം ഇപ്പം നമുക്ക് എന്തായാലും അറിയാം ഇതൊരു ക്യൂബോയിഡ് ആണെന്ന് ക്യൂബോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോമെട്രി ബോക്സ് ഓർ യുവർ കോൾഗേറ്റിൻ്റെ നിങ്ങളുടെ കവർ അതൊക്കെയാണ് ക്യൂബോയിഡ് വിച്ച് ഹാവ് എ ലെങ്ത് അല്ലേ പിന്നെ അതിനൊരു ബേസ് ഉണ്ട് ഒരു ലെങ്ത് ഉണ്ട് ഒരു ഹൈറ്റ് ഉണ്ട് മേ ബി 3 ഓഫ് ദം വുഡ് ബി ഡിഫറെൻറ്റ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ് എക്സ് ദെൻ വൈ അതുകൊണ്ടാണ് അപ്പോൾ വൈ എത്ര വേണോ ആവാം ഓക്കെ പക്ഷേ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളാണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാമെന്നുള്ളൂ ആദ്യം ഞാൻ ഇതിൻ്റെ സർഫസ് ഏരിയ എഴുതുകയാണ് നോക്കാം എങ്ങനെയാണ് ഇപ്പം ഞാൻ ഒന്നും കൂടെ റീഡ്രോ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് വാട്ട് ദ ബേസസ് ഓക്കെ ഇതാണ് അതിൻ്റെ ബേസ് ഇത് ഓക്കെ അത് ഇവിടെ നമുക്കറിയാം എക്സ് ആണ് ഇത് എക്സ് ആണെന്ന് അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാ എക്സ് സ്ക്വയർ അല്ലേ യെസ് അപ്പോൾ അതിൻ്റെ എക്സ് സ്ക്വയർ അപ്പോൾ ഇത് തന്നെയല്ലേ ഇപ്പം ഞാൻ മേളിലോട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സെയിം തിങ് ഇസ് വാട്ട് യു ആർ ഹാവിങ് ഓവർ ഹിയർ റൈറ്റ് ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെയല്ലേ എനിക്ക് ഇവിടെ ഉള്ളത് ഒന്ന് നോക്കിയേ അല്ലേ റൈറ്റ് അപ്പോൾ താഴത്ത് അതേ തന്നെയാണ് എക്സും ദിസ് തിങ് സോ ദിസ് ഏരിയ ഈ മേളത്തെ ഏരിയ താഴത്തെ ഏരിയയും സെയിം ആണ് റൈറ്റ് താഴത്തെ ഏരിയയും സെയിം ആണ് അപ്പോൾ താഴത്തെ ഏരിയ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു അപ്പോൾ മുകളിലത്തെ എക്സ് സ്ക്വയർ ആണ് സോ യു ഹാവ് വാട്ട് യു ഹാവ് ഹിയർ 2x സ്ക്വയർ അപ്പോൾ 2x സ്ക്വയർ ഉണ്ട് അപ്പോൾ ദാറ്റ്സ് ഓക്കെ ക്ലിയർ ഓക്കെ അപ്പോൾ ഒരു രണ്ട് സൈഡ് കഴിഞ്ഞു സർഫസ് ഏരിയ ചോദിക്കുന്നത് ഓരോ സർഫസിൻ്റെയും ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് നോക്കാം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് y ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് y യുവർ ഹൈറ്റ് അപ്പോൾ ആ ഒരു സർഫസിൻ്റെ എന്തായിരിക്കും അപ്പോൾ ആ ഒരു സർഫസിനെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് ഒന്ന് ആലോചിച്ചേ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു സർഫസ് ഈ ഒരു സൈഡ് ഓക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദാറ്റ് ഇസ് എക്സ് ഇൻ ടു വൈ അപ്പോൾ എനിക്കവിടെ ഒരു എക്സ് ഇൻ ടു വൈ അല്ല ഉള്ളത് ഓക്കെ എക്സ് ഇൻ ടു വൈ ഈസ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ അങ്ങനെ എനിക്ക് 4 സൈഡിലുണ്ട് 4 വാൾസ് ഉണ്ട് എനിക്ക് വിത്ത് ദ ഹൈറ്റ് വൈ അപ്പോൾ എനിക്ക് എത്ര കിട്ടി 4xy എന്ന് കിട്ടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ദിസ് ഇസ് ഹൗ യു ബിൽഡ് യുവർ ഫോർമുല നമുക്ക് വെറുതെ കാണാതെ പഠിച്ച് വെറുതെ എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മളെ സർഫസ് ഏരിയ പക്ഷേ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സേസ് യു നീഡ് ടു എക്സ്പ്രസ് ദ സർഫസ് ഏരിയ ഈ എസ്സിനെ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ഫങ്ഷൻ ഓഫ് എക്സ് അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു y പറഞ്ഞ ടേം കണ്ടോ അതാവാൻ പാടില്ല അങ്ങനെ വേണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ആം ഗോണ ഡു ഇസ് നമുക്കിവിടെ വോളിയം ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് വോളിയം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് വി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ വോളിയം ഈസ് നത്തിങ് ബട്ട് വാട്ട് ഈസ് ഇറ്റ് എന്തെന്ന് എഴുതാം വോളിയം ഈസ് എക്സ് ആൻഡ് യുവർ ഹൈറ്റ് സോ ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ നമ്മളെ ക്യൂബോയിഡിൻ്റെ വോളിയം സോ ദാറ്റ് ഈസ് v is equal to x square y
അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് y എഴുതിക്കൂടെ? So y is equal to v by x square. This one, keep it in your mind, okay? This one, equation number 1, this is very important, keep it in your mind, okay? Y is equal to v by x square, yes, that is done. Now അപ്പോൾ അങ്ങനെയാണെങ്കിൽ I can substitute over here. So with equation 1, what I can write? 2x square plus 4x into y ന് പകരം എന്ത് എഴുതും? v by x square, right? So I can cancel this x with this one, and what I will get is s is equal to 2x square plus നമുക്ക് ഇവിടെ എന്താ 4v by x എന്ന് കിട്ടി. ഫൈൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി യുവർ ആൻസർ ഫോർ യുവർ ഫസ്റ്റ് പാർട്ട്. നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡൺ. സോ ദിസ് ഇസ് ഡൺ ഇൻ ടേംസ് ഓഫ് എക്സ് എഴുതി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ ബി പാർട്ട് നോക്കാം. ബി പാർട്ട് എന്താ? ഷോ ദാറ്റ് ദ സർഫസ് ഏരിയ, ബി പാർട്ട് എഴുതുകയാണ് കേട്ടോ. സോ ദിസ് ഇസ് ഡൺ വിത്ത് ദീസ്. ഇതും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കൂടെ വരുന്നതാണ്, നമ്മൾ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, വി ക്യാൻ ജസ്റ്റ് ഗോ ബൈ ലൈക്ക് ദിസ്. ഓക്കെ, നൗ ഷോ ദാറ്റ് ദ സർഫസ് ഏരിയ ഈസ് മിനിമം. നമ്മൾ അവിടുത്തെ സർഫസ് ഏരിയ മിനിമം ആണെങ്കിൽ വെൻ ഇറ്റ് ഈസ് എ ക്യൂബ്. അപ്പോൾ ക്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ സർഫസ് ഏരിയ ദിസ് വൺ, ഇതല്ലേ നമ്മളെ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, അത് മിനിമം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെൻ ഇറ്റ് ഈസ് എ ക്യൂബ്. നമുക്കൊന്ന് നോക്കി നോക്കാം ഈ പ്രോബ്ലംസൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന പ്രോബ്ലംസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഐ വിൽ ജസ്റ്റ് ടെൽ യു എ ലിറ്റിൽ മോർ ഡീപ്പർ ഇൻ ടു. ഓക്കെ, ഡീപ്പർ അല്ല, ഒരു ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ എഴുതുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ടെസ്റ്റുകളുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ ഐ തിങ്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമമാണ്. അപ്പം നമ്മളിവിടെ സർഫസ് ഏരിയ മിനിമം ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. മിനിമം എപ്പോഴാവുന്നെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എപ്പോഴാണ് മിനിമം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താ കിട്ടുക? നമുക്ക് ഫസ്റ്റ് നമുക്ക് എസ് കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് യു ആർ ഗോൺ ഡു ഇസ് ഐ ആം ഗോൺ ഡിഫറൻഷിയേറ്റ് ഇറ്റ്. നമുക്ക് എങ്ങനെ മിനിമത്തിലോട്ട് എത്തുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എസ്സിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ് 4x. ഇവിടെ വന്നിട്ട് എക്സ് താഴെ ആയതുകൊണ്ട് നമുക്ക് അതൊക്കെ അറിയണം കേട്ടോ. 1/xൻ്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത്, -1/x², അതൊക്കെ ഓർത്തെടുത്തോ. ഓക്കെ, ഞാൻ ഐ എം നോട്ട് ഗോണ ടെൽ ദാറ്റ്. ഓക്കെ, യു ജസ്റ്റ് നീഡ് ടു ഡു ഇറ്റ്. മൈനസ് നമുക്ക് 4v കോൺസ്റ്റൻ്റ് ആണ് ബൈ x² എന്ന് പറഞ്ഞ് കിട്ടും. എക്സിൻ്റെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ -1 താഴെ വരും. എന്നിട്ട് -1 ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ട്രൈ ഇറ്റ്, ഗോ ആൻഡ് ഐ തിങ്ക് ലൈക്ക് എവരി വൺ നോസ് ഇറ്റ് മാൻ. ഡിഫറൻസിയേഷൻ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നൗ സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ ഐ വിൽ പുട്ട് ഇറ്റ് ആസ് 0. അപ്പോൾ ds/dx is equal to 0 ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ഗോ അഹെഡ് ആൻഡ് ഡു ദ പ്രോബ്ലം ഡിയർ. എല്ലാത്തിലും ഇങ്ങനെ വേണം ചെയ്യാൻ. സോ വെൻ ഐ ഡു ഇറ്റ് വാട്ട് ഐ എം ഗോണ ഗെറ്റ് ഹിയർ ഇസ്, ഓക്കെ ഞാനിവിടെ എഴുതാം. ഇഫ് ഇറ്റ് ഈസ് 0 then I'll be getting 4x minus 4v by x² is equal to 0 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I would write v and x. v is equal to എന്തെന്നോ x എന്നോ അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കണം. സോ ഇത് ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ടേം ഇപ്പുറത്ത് കൊണ്ടുപോകും. -4v² എന്ന് എഴുതി. എന്നിട്ട് ഇഫ് ഐ വോണ്ട് ഐ ക്യാൻ ക്യാൻസൽ 4 and 4 വേണമെങ്കിൽ, പക്ഷേ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതി ചെയ്യാം. x² ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ദിസ് വിൽ ബി x³ is equal to 4v. അപ്പോൾ ഇവിടെ 4ഉം 4ഉം ഐ ക്യാൻ ക്യാൻസൽ. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് v is equal to x³ എന്ന് പറഞ്ഞിട്ട് കിട്ടി. കേട്ടോ, v is equal to x³ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ക്യൂബ് അല്ലേ? v is equal to x³ അല്ലേ? യെസ്. സോ ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നോക്കുകയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയോ. ഞാൻ ഇതിനെ ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് d²s/dx². അതിനെ ചെയ്യുമ്പോൾ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ ഇസ് 4. അത് എന്തിനാ ടെസ്റ്റ് എന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 4 ഇവിടെ പ്ലസ് ആവും. ഓക്കെ, ദെൻ ദർ വിൽ ബി എ -2 ഇവിടെ വരും നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ 8v by x³ എന്നാവും ഇത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഈസി മാൻ. ഇത് x⁻², താഴെയല്ലേ 1/x² അല്ലേ, അപ്പോൾ മുകളിൽ വരുമ്പോൾ x² വരും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, നോട്ട് -2 വരും.
ഓക്കെ, വെൻ യു ഡിഫറൻഷിയേറ്റ് മൈനസ് 2x റൈസ് ടു മൈനസ് 3 എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് താഴെ എഴുതിയിട്ട് ഇങ്ങനെ വിട്ടും കേട്ടോ. ഇതൊക്കെ അറിയണം. നൗ വാട്ട് ഐം ഗോണ ഡു ഹിയർ ഇസ്, ഇവിടെ എന്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയ വിനെ നമ്മൾ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ എം ഗോണ ഗെറ്റ് ഹിയർ ഇസ് 8, ഇവിടെ എന്ത് കിട്ടും എക്സ് ക്യൂബ് ബൈ എക്സ് ക്യൂബ്, റൈറ്റ്? ഇത് രണ്ടും ക്യാൻസലായി പോയി. വാട്ട് ഐ എം ഗെറ്റിംഗ് ഇസ് 12. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ if it is greater than 0, this is very important, okay, this is very important. നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, അതിൻ്റെ അർത്ഥം ദ വാല്യൂ ഓർ വാട്ട് ദാറ്റ് ഈസ് മിനിമം. ഓക്കെ, നമ്മൾ ഇവിടെ വന്ന് കിട്ടിയത് ആണ് മിനിമം, ഇറ്റ് ഈസ് മിനിമം. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് എ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0, ദെൻ ദാറ്റ് ഈസ് മിനിമം. ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് വിച്ച് ഈസ് ലെസ് ദാൻ 0, നമ്മൾ 0നെ കാട്ടി നെഗറ്റീവ് വാല്യൂവിനാണ് പോകണമെങ്കിൽ ദെൻ ദാറ്റ് ഈസ് മാക്സിമം. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, കീപ് ഇറ്റ് റൈറ്റ് ഇൻ എ പേപ്പർ ആൻഡ് കീപ് ഇറ്റ്. സോ ഇഫ് ഇറ്റ് ഈസ് മാക്സിമം അത് ലെസ് ദാൻ 0 ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് മിനിമം ദെൻ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അത്ര മാത്രം ഓർത്ത് വെച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇതെല്ലാം ചെയ്തു. അടുത്ത് നമുക്ക് y എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വെൻ വി വിൽ ടെൽ ദാറ്റ്സ് എ ക്യൂബോയിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അല്ല, ദാറ്റ് ഈസ് വെൻ വി വിൽ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് എ ക്യൂബ്. അതെന്താണെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ചെയ്തു. ഇവിടെ വോളിയം നമുക്ക് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. ആ വോളിയം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം നമുക്കറിയാം ഇറ്റ് ഈസ് മിനിമം എന്നുള്ളത് പ്രൂവ് ചെയ്തു. പക്ഷേ സ്റ്റിൽ ഇവിടെ വേണമെങ്കിൽ എനിക്ക് പറയാം എക്സ് ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 0 ആണെന്ന്. എന്നാൽ പോലും നമുക്കത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് വന്നാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ക്യൂബ്, അല്ലേ? നമുക്കിവിടെ എക്സ് 3 എക്സ് വന്നാൽ മാത്രമേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ് നമുക്ക് എങ്ങനെയാണ് ഇവിടെ നമുക്ക് എക്സ് വന്നാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ക്യൂബ്, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ ഇവിടെ കിടക്കുന്ന y ആണ്. അതാണ് ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. സോ ഇത് മിനിമം ആണെന്ന് പ്രൂവ് ചെയ്തു. വാട്ട് നെക്സ്റ്റ് ഇസ് ഐ എം ടേക്കിംഗ് ഇക്വേഷൻ 1. നമ്മളവിടെ എഴുതി വെച്ചിട്ടില്ല ഇക്വേഷൻ 1. എന്താ y ഈസ് ഈക്വൽ ടു v ബൈ എക്സ്. അപ്പോൾ ഇവിടെ വൈന് വാല്യൂ ഒന്നിട്ട് നോക്കണം. എന്താണ് ദ സെയിം തിങ്. ലൈക്ക് എന്താ ഇവിടെ കിട്ടുക v ബൈ എക്സ് സ്ക്വയർ എന്നല്ലേ. നമുക്കിവിടെ കിട്ടിയ വിനെ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു വാട്ട്, ഇവിടെ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇതും ക്യൂബും ഇവിടെ നിന്ന് എക്സ് സ്ക്വയറും ക്യാൻസലായിപ്പോയി. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ ഇസ് y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് എന്ന് തന്നെയാണ്. അപ്പം മിനിമം വാല്യൂ ഇരിക്കുമ്പോൾ വാട്ട് ഐ എം ഗെറ്റിംഗ് y ഈസ് ഈക്വൽ ടു എക്സ്. ദാറ്റ് മീൻസ് therefore your cuboid will become what? Become your cube. That's it. നിങ്ങൾ ക്യൂബ് ആവും. Therefore the cuboid will become what? Cube. When it is minimum ആയിട്ടിരിക്കുമ്പോൾ it is a cube. That's it, man. Okay, I hope you got an idea. It's very simple. കുറച്ചൊന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. പക്ഷേ ഇത്ര കുറച്ച് ടെക്നീക്സ് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഇഫ് യു ആർ ഹിയറിംഗ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ മനസ്സിലാക്കുക. ആദ്യം നമുക്ക് തന്ന ഇക്വേഷൻ നമ്മൾ ഒരു വർഷം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 ഇട്ടു. അപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇത് കിട്ടി, v ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടി. നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് മിനിമം. ഇഫ് സം വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് മാക്സിമം. അതാണ് നിങ്ങൾ തലയിൽ വെച്ചിരിക്കേണ്ട മെയിൻ കാര്യം. അപ്പോൾ അതെനിക്ക് മിനിമം കിട്ടി ബിക്കോസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എന്നിട്ട് ഞാൻ അതേ ഇക്വേഷൻ എടുത്തിട്ട് ഞാൻ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ ഇസ് y ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ വെച്ച് വേണമെങ്കിൽ എനിക്ക് പറയാം ഓക്കെ എ വോളിയം ഈസ് വാട്ട് എക്സ് ക്യൂബ് എന്ന്. പക്ഷേ ഇത് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാൻ എക്സ് 0 കൊടുത്തിട്ട് ഞാൻ വെറുതെ ചെയ്തെന്ന് മാത്രം. എന്നിട്ട് ഞാൻ എടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെയാണ് y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വോളിയം, യുവർ റിയൽ വോളിയം. അതിനകത്ത് ഞാൻ വൈന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ, അല്ല വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഐ എം ഗെറ്റിംഗ് y ഈസ് ഈക്വൽ ടു എക്സ് വോളിയം. റൈറ്റ്, ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ യുവർ ക്യൂബോയിഡ് ബിക്കംസ് ക്യൂബ്. ഞാൻ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മേ ബി വെരി ഫസ്റ്റ് ടൈം നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. Then that was 2019 question. So move on to 2018 then. അപ്പോൾ നമ്മൾ 2019 മാർച്ചിൻ്റെ കഴിഞ്ഞു. So 2018 questions are here.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുക്കുക, നിങ്ങളൊന്ന് അറിയാമെങ്കിൽ ചെയ്തു നോക്കുക, or else we will start to do it. Okay, അപ്പോൾ പൗസ് ചെയ്യുക, then start to do it if you know it. ഓക്കെ, ഇപ്പോൾ അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ബിക്കോസ് every single question is very important. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കൊന്ന് 2018 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പോൾ ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ട്. എഫ് ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡാഷ്, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, നൺ ഓഫ് ദീസ്. ഇത് ജസ്റ്റ് ഒന്ന് പറയാം, പക്ഷേ ഞാൻ തിയറി പാർട്ടിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, പറയും. ഓക്കെ, ഇനി അങ്ങോട്ട് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എപ്പോഴാണ്, ഇൻക്രീസിങ് എപ്പോഴാണ്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്രാഫ് വെട്ടെന്ന് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പോകുന്നതിനാണ്, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ സ്റ്റീപ്പായിട്ട് പോകുന്നതെന്നല്ല അർത്ഥം. ഇറ്റ് ഈസ് ഇൻക്രീസിങ്, ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്ന് വെച്ചാൽ സ്ട്രിക്ട്ലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇനിയിപ്പം ഞാൻ വേറൊരു ഗ്രാഫ് പറയുകയാണ്. ഇങ്ങനെ നമ്മൾ പോയിട്ട് ഇങ്ങനെ പോവുകയാണ്, സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് അല്ലേ? ഇത് നോക്കിയേ. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ഒരു ഗ്രാഫിനകത്ത് ചെറിയൊരു certain ഏരിയ where it is not moving. പക്ഷേ we cannot say it is coming down അല്ലേ? അത് ഡിക്രീസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ we can say it is increasing. പക്ഷേ ഈ സെക്കൻഡ് ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ഡിഫറൻസ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് മാൻ, ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആയിരുന്നാൽ മാത്രം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ് ആയിരുന്നാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കിയേ, അതിൻ്റെ കൂടെ റിലേറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സോൾവ് ഇറ്റ് വെരി ഈസിലി. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ your second part. Okay, show that the function which is given by f of x is equal to x cube minus 3x square plus 4x എന്ന് പറഞ്ഞത്, ഇതെന്ന് പറഞ്ഞു വെച്ചാൽ എക്സ് an element of real numbers. റിയൽ നമ്പറിൽ എവിടെയായിരുന്നാലും എക്സ് ആണെങ്കിൽ ആ വാല്യൂ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ how can I say that this is to show whether it is strictly increasing ആണെന്ന് നമുക്കിത് കാണിക്കണം. എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഉള്ള എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്നുള്ളതല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3x സ്ക്വയർ മൈനസ് ദിസ് ഇസ് ഗോണ ബി 6x, ഇത് വന്നിട്ട് എന്തും 4 വന്നു. പക്ഷേ നമുക്ക് വെറുതെ ചുമ്മാ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന്. വെറുതെ എനിക്ക് ഓക്കെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റില്ല. വി നീഡ് ടു ഹാവ് or we need to write in such a way that ഇതിനെ ആ ഒരു രീതിയിൽ എഴുതണം. ഏത് രീതിയിലാണ്? സോ ദാറ്റ് we can explain ourselves that ഇതെന്തായാലും പോസിറ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് -6 എന്ന് ഇപ്പോൾ നോക്കിയാൽ 1 ഇട്ടു. അപ്പം ഐ എം ഗെറ്റിംഗ് ലൈക്ക് 3 into 1 is what? 3 into 1 x square is 3. ഇവിടെ എനിക്ക് 1 വന്നു. അപ്പോൾ 3 - 6 is -5 plus 4. സോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ തോന്നാം. സോ യു നീഡ് ടു റൈറ്റ് ഇൻ ദാറ്റ് വേ വേർ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടാം. പക്ഷേ ഇതിന് നമുക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ട് എഴുതണമെന്നാണ്. നോക്കിയാൽ ഇവിടെ ഞാൻ ഇതിൻ്റെ 3 വെളിയിലെടുത്തു. 3 എനിക്ക് വെളിയിലെടുക്കാൻ പറ്റുമോ? ഇതിനെ കോമൺ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഐ എം ഗോണ ടേക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പോവാം. 3x സ്ക്വയർ മൈനസ് 6x, ഇവിടെ ഞാൻ 3 + 1 എന്നെഴുതി. 3 + 1 ഇതിന് ഞാൻ 3 വെളിയിലെടുക്കുമ്പോൾ x സ്ക്വയർ മൈനസ് 2x, അടുത്തത് +1 + 1. ഒന്ന് നോക്കിയാൽ ഞാൻ എഴുതിയത് 3 ഞാൻ വെളിയിലെടുത്തു, കോമൺ ആസ് എ കോമൺ ഓവർ ഹിയർ. അപ്പോൾ 3 വെളിയിലെടുത്തപ്പോൾ x സ്ക്വയർ മൈനസ് 2x മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് മുകളിലത്തെ തന്നെ കിട്ടില്ലേ. ഇനിയിപ്പോൾ ഒന്ന് നോക്കിയേ, എക്സ് സ്ക്വയറിൻ്റെ അവിടെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ ഏതൊരു നമ്പർ വന്നാലും ഇവിടെ നെഗറ്റീവ് വന്നാലും നോക്കിയേ, ഇപ്പോൾ -4 -100 എനിത്തിങ് ഇഫ് യു പുട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് മീ എ പോസിറ്റീവ് അല്ലേ? ഒരു എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ദാറ്റ് മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. ഇവിടെ നോക്കിയാൽ ഓൾറെഡി ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു നെഗറ്റീവ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ലെസ് മാൻ. ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ 2 എടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ 2 എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇവിടെ ഞാൻ 2 എടുത്തു എക്സിന് പകരം. അപ്പോൾ ഇവിടെയും 2 തന്നെ വരില്ലേ. അപ്പോൾ 2 × 2 ഇസ് നെഗറ്റീവ്. ഓക്കെ, നൗ ഇഫ് ദിസ് ഇസ് 2 then 2 സ്ക്വയർ, സോറി ഇവിടെ 2 സ്ക്വയർ ആവും. ദെൻ മൈനസ്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. -2 സ്ക്വയർ ആയി. എന്നിട്ട് മൈനസ് ഇവിടെയും വന്നിട്ട് -4 ആവും. അപ്പം 4 - 4 ക്യാൻസലായി 0 ആയില്ലേ. ദെൻ +1, അപ്പോൾ അതും പോസിറ്റീവ് ആവും. അപ്പം എങ്ങനെ തന്നെ നമ്മൾ നോക്കിയാലും നൗ വി ആർ ഗെറ്റിംഗ്
positive value. So now we can say what? It is greater than 0. അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്. It is always positive. അല്ലേ? So now I can say that now this whole thing is greater than 0. Okay, greater than 0. Since we can say, therefore we can say that therefore x in any real number, okay, the function f of x is strictly increasing. Okay, fine dear. അപ്പോൾ ഇവിടെ എനിക്ക് പറയാം, ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, f of x, f dash of x എന്ന് എനിക്ക് എന്താ കിട്ടുക? that is greater than 0. So therefore ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. That's it. Okay, so this is my first question. Move on to the second question then. അപ്പോൾ on to the second question. അപ്പോൾ ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, പെട്ടെന്ന് തന്നെ പറയാം. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് വെച്ചിട്ട് എന്താ നമുക്ക് മനസ്സിലായ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എപ്പോഴാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്? വെൻ എഫ് ഡാഷ് നമുക്ക് തന്നിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ദെൻ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അത്രമാത്രം മനസ്സിലാക്കുക, എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, നൗ ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ. അപ്പോൾ എ എന്താ പറഞ്ഞെങ്കിൽ എ ബി സി ഉണ്ട്, 3 പാർട്ടുണ്ട്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. നോക്കിയോ, ഫസ്റ്റ് വൺ ഓരോന്നോരോന്നേരം നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് ദിസ് വൺ. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്തല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ചാപ്റ്ററിൻ്റെ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്? y ഈസ് ഈക്വൽ ടു x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ അറ്റ് x ഈസ് ഈക്വൽ ടു 1. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത്? യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റഡ്. സോ വാട്ട് യു ഗെറ്റ് ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 താഴെ പോവും, എന്നിട്ട് x മൈനസ് 2. ഇതിന് ഞാൻ അടുത്ത ചെയിൻ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു എന്താ ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1. അത് മറന്നുപോയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ ഇസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എങ്ങനെ എഴുതണമെന്ന് അറിയോ? dy ബൈ ഡി എക്സ് അറ്റ്, ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് അല്ലെങ്കിൽ അറ്റ് എന്നൊന്നും ഇവിടെ എഴുതണ്ട, എക്സ് ഇസ് ഈക്വൽ ടു 1 ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. dy ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇൻറ്റു എക്സിന് പകരം 1 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ -1, സോ ഇറ്റ് ഈസ് -2. അപ്പോൾ -2 ഇസ് ദ സ്ലോപ്പ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -2. അത് കിട്ടിയോ? ഓക്കെ, വെയിറ്റ്, അത് കിട്ടി, അത് കഴിഞ്ഞു, ഡൺ. നൗ ഓൺ ടു ദ സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജൻറ്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, അപ്പോൾ സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഒരു ചെറിയൊരു ഡയഗ്രാം, ഒരു കേർവ് ഉണ്ട്. അപ്പം സപ്പോസ് ദർ ഇസ് എ ടാൻജൻറ്റ് വിച്ച് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് നമ്മളെ ടാൻജൻ്റ് ആണ്. ടാൻജൻറ്റ്, യാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ടാൻജൻറ്റ് ഓഫ് ദ കർവ്. ഇത് നമ്മളെ ടാൻജൻറ്റ് ഓഫ് ദ കർവ് y ഈസ് ഈക്വൽ ടു ദിസ് വൺ ഈസ് പാരലൽ ടു. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. എന്താണെന്നുള്ളത് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് ആൻഡ് വൈ, ദാറ്റ് ഇസ് ദ പോയിന്റ് വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഓഫ് ദ കർവ് ദിസ് വൺ വിച്ച് ഇസ് ദ സെയിം കർവ്. ഇവിടുത്തെ സെയിം കർവ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? ഈ പോയിന്റ് കണ്ടുപിടിക്കണം. വെൻ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരലൽ ടു ദ കോഡ് ജോയിനിങ് വേർഡ്. അപ്പം 2 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് പോയിന്റ്? എയും ബിയും. എ എന്താ? 2ഉം 0യും. ആൻഡ് വാട്ട് ഈസ് ബി? ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4ഉം 4ഉം. ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന കോഡ് അത് ഇതിനായിട്ട് പാരലൽ ആയിരിക്കണമെന്ന് എവിടെയെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പാരലൽ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ദ ക്വസ്റ്റ്യൻ ഈസ് വെരി മച്ച് ക്ലിയർ. നമുക്കൊരു ടാൻജൻറ്റ് ഉണ്ട്, ദാറ്റ് വി നോ. വി ഹാവ് അനദർ കോഡ്, ഒരു കോഡ് കൂടെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് ജോയിനിങ് ദീസ് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ടാൻജൻറ്റിന് പാരലൽ, അല്ലെങ്കിൽ ഈ ടാൻജൻറ്റ് എടുക്കുന്ന ടാൻജൻറ്റ് ഇതിന് പാരലൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എത്ര, ആ കർവിൽ വരുന്ന പോയിന്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വെരി ഈസി. പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്. എന്തായാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്നല്ല, ഇവിടെ നമുക്ക് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ബിക്കോസ് ഇതിൻ്റെ പാരലൽ ആണെങ്കിൽ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു, ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ദ സ്ലോപ്പ് സെയിം. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ലോപ്പ് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അല്ലേ? ഒന്ന് നോക്കേ, സ്ലോപ്പ് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. വൈ? ദിസ് ഇസ് പാരലൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പം ഈ കോഡിൻ്റെ സ്ലോപ്പ് എന്താണ്? അപ്പം സ്ലോപ്പ് ഓഫ് ദ കോഡ്, അപ്പം നമുക്ക് 2 പോയിന്റ് തന്നിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് y2 മൈനസ് y1
by x2 minus x1 അതല്ലേ നമുക്കറിയാമെന്നുള്ളത്. m is equal to slope is equal to ഇനിയിപ്പോൾ m ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ this is what the equation what you know to find the slope. ഇത് എഴുതി വെച്ചിരിക്കുക അറിഞ്ഞുകൂടെങ്കിൽ it is very easy and it is very important. അപ്പോൾ with that what I will get here, ഇവിടെ നമുക്ക് എന്ത് കിട്ടും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റ് നമുക്ക് y2 ആയിട്ട് കൺസിഡർ ചെയ്യാം. x2 x1ഉം y1ഉം x2ഉം y2ഉം ആയിട്ട് കൺസിഡർ ചെയ്യാം. then we will find the slope. അപ്പോൾ നമുക്ക് y2 ഇതായിട്ട് എടുക്കാം. ഓക്കെ, ഇതിപ്പം x1 y1 x2 y2. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? y2ൻ്റെ സ്ഥലത്ത് 4 ആണ്. 4 മൈനസ് ദിസ് ഇസ് 0 ബൈ x2 എന്താ? x2 is this which is 4 again minus your x1 which is 2. So what I will get here is 4 by 2 which is 2. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ ഇതേ കർവിലുള്ള വേറൊരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അത് തന്നെ ആയിരിക്കും വിച്ച് ഇസ് 2 അല്ലേ? അതിൽ ഡൗട്ടുകളുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സ്ലോപ്പ് കിട്ടി. നമുക്കറിയാം, ഒന്ന് ആലോചിച്ചു കേട്ടോ, നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ്, ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ അറിയാം ദാറ്റ് ഇസ് ടാൻജൻറ്റിൻ്റെ. ഓക്കെ, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം ഇറ്റ് ഈസ് dy by dx അല്ലേ? വിച്ച് ഐ ഓൾറെഡി നോ ദാറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 2 into x minus 2. അപ്പം ഈ സ്ലോപ്പും സെയിം അല്ലേ? ഒന്ന് ആലോചിച്ചേ. ബോത്ത് ആർ സെയിം റൈറ്റ്? ബിക്കോസ് that is my condition and that is how we will find this point. x ഉം y ഉം അങ്ങനെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ what I will get here, x കിട്ടും. എക്സിൻ്റെ വാല്യൂ നോക്കിയേ. 2 into x minus 2 is equal to 2. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ what I will get here is 2x minus 4 is equal to 2. ഇത് ഇപ്പുറത്തോട്ട് പോയി. So 2x, okay, 2x this will go this side and will become 6 is equal to 6. So which implies x is equal to ഇത് താഴെ പോയി that is 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് 3 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ എനിക്ക്? അപ്പോൾ എക്സ് 3 ആണെങ്കിൽ y എത്രയാ? y over here you can substitute. അപ്പോൾ x minus 2 the whole square. അപ്പോൾ വൈൻ്റെ അവിടെ എനിക്ക് 3 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 minus 2 is 1. 1 square is 1. So I got two values. One is x is 3. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ വാല്യൂസ് ഒന്ന് എഴുതട്ടെ. എന്താ നമുക്ക് കിട്ടിയത്? x is equal to 3 and y is equal to 1 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കിട്ടിയോ? That is the point what we need, or else we can also write the points are 3, 1. That is my answer for my second question. അപ്പോൾ അത് കിട്ടിയില്ലേ? That is pretty clear, right? അപ്പോൾ നമ്മളിവിടെ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ സ്ലോപ്പ് എടുത്തു, രണ്ടിൻ്റെ സ്ലോപ്പ് സെയിം ആണ്. രണ്ട് സ്ലോപ്പ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തു, രണ്ട് സ്ലോപ്പിനും ഈക്വൽ ടു പറഞ്ഞിട്ട്, എന്നിട്ട് നമുക്ക് എക്സിൻ്റെ പോയിൻ്റ് കിട്ടി, ദെൻ വൈൻ്റെ പോയിൻറ്റും എനിക്ക് കിട്ടി. സോ എക്സ് ആൻഡ് വൈ. സോ ദിസ് ഇസ് ദ പോയിൻറ്റ് വട്ട് ദേ ആസ്ക്, ഫൈൻഡ് എ പോയിൻറ്റ്. അപ്പോൾ ഏതാ പോയിൻറ്റ്? ദിസ് ഇസ് മൈ ആൻസർ. ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. യെസ്, ഫൈൻ. ഓൺ ടു ദ തേർഡ് വൺ. അങ്ങനെയാണെങ്കിൽ find the equation of the tangent to the curve above curve which is parallel to this particular line. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് ഈ പോയിന്റിൽ കൂടെ പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഞാൻ പറഞ്ഞു തന്നു. ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റിൻ്റെ ഫോർമുല എവിടെയെങ്കിലും എഴുതി വെക്കണമെന്ന്. ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എന്താണ്? y1 minus y1 is equal to നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയാം ഇതിനകത്ത്, ബിക്കോസ് എഫ് ഓഫ് എക്സ് അല്ലേ, അല്ല അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ യു ക്യാൻ സേ dy by dx. ഓക്കെ, നോട്ട് എൻ ഇഷ്യൂ. ഇങ്ങനെയും പറയാം, ഇല്ലെങ്കിൽ dy by dx എന്നും പറയാം, നോ ഇഷ്യൂസ്. ദെൻ എക്സ് മൈനസ് x1. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ജസ്റ്റ് കീപ്പ് എ നോട്ട് ഓഫ് ദിസ് വൺ. ദിസ് ഇസ് pretty ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താ? y മൈനസ് y1 എന്താ ഇവിടെ? ദിസ് ഇസ് മൈ y1. ഈ പോയിൻറ്റ്സ് വേണം നമുക്ക് എടുക്കാം കേട്ടോ, അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ. y1 is 1 is equal to, this is ഇതിൻ്റെ സ്ലോപ്പ് ഏതാ? ഇതിൻ്റെ സ്ലോപ്പ് 2, സെയിം സ്ലോപ്പ് അല്ലേ 2. അപ്പോൾ 2 ഇൻറ്റു നമ്മൾ എക്സ് തന്നെ x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാല്യൂ 3 മൈനസ് 3. ഇനി ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. y മൈനസ് 1 is equal to, ഇനി എല്ലാം കൂടെ ഈ വർഷം ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. 2x ദെൻ മൈനസ് 6, ഇതെല്ലാം കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ y മൈനസ് 2x, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്ലസ് 6 ആവും. സോ ഇറ്റ് വിൽ ബി പ്ലസ് 5 is equal to 0. This is my equation for that particular
tangent to the curve at that point. ഏത് പോയിന്റാ? 3 and 1. So everything is related, man. It's quite easy, I think. Yeah. So നമ്മൾ 2018 questions കഴിഞ്ഞു. Then 2017 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് അപ്പ് ലൈക്ക് നമ്മളെ മാർച്ച് 2017 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആൻഡ് ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജസ്റ്റ് ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. അറിയാമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ ഗെറ്റ് ബാക്ക് ഇഫ് യു ഹാവ് ദി ആൻസേഴ്സ് ഓർ എൽസ് ഇഫ് യു ഡോണ്ട് നോ ഇറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. Okay, so once you have done that, then come back or else we will just start doing it. So അപ്പോൾ 2017 മാർച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെറ്റ് സി ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ 2017 മാർച്ചിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട്, സ്ലോപ്പ് ഓഫ് ദ നോർമൽ. ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് അല്ല, ശ്രദ്ധിച്ചോണം ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഇറ്റ് ഓർ വാട്ട് ഈസ് ബീൻ ആസ്ഡ്. നോർമൽ ടു ദ കർവ് എന്നാണ്. അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു കർവ് വരച്ചിട്ട് അതിൻ്റെ നോർമൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് കേർവ്. അതിൻ്റെ ടാൻജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കൂടെ പോകുന്നതാണ് അതിൻ്റെ ടാൻജൻറ്റ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 90 ഡിഗ്രി വിത്ത് ദാറ്റ് സെയിം പോയിൻറ്റ് കൂടെ നമുക്ക് 90 ഡിഗ്രി ആയിട്ട് പോകുന്ന തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോർമൽ എന്ന് പറയുന്നത് അല്ലേ, വിച്ച് യു നോ ഇറ്റ്. ആൻഡ് ദിസ് ഈസ് യുവർ ടാൻജൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് എന്താ, അതിൻ്റെ സ്ലോപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക, ഇതിൻ്റെ സ്ലോപ്പ്. അപ്പം ഇതിന് എങ്ങനെ എന്നുള്ളത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പൊതുവേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇല്ലേ, ലൈൻ്റെ ഇക്വേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ തിയറട്ടിക്കൽ വൈസ് നിങ്ങൾ സ്ട്രോങ് ആവാൻ വേണ്ടി ദിസ് ഇസ് ഗുഡ്. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് y-y1 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ y0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു സ്ലോപ്പ് വരൂലേ അല്ലേ, അതല്ലേ നമ്മൾ dy/dx. പക്ഷേ ഇത് ഞാനിപ്പോൾ എഴുതുന്നത് നമ്മളെ ഇക്വേഷൻ ഓഫ് ഇങ്ങനത്തെ നോർമലിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. ഇക്വേഷൻ ഓഫ് നോർമലാണ് ഞാൻ എഴുതുന്നത്. നോർമൽ ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതല്ല, പക്ഷേ ഞാൻ എഴുതുകയാണ്. ഇവിടെ സ്ലോപ്പിൻ്റെ ഇത് വരും, എന്നിട്ട് യു ഹാവ് x - x1 ഇത് അങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഒന്ന് എഴുതുന്നത്, ജസ്റ്റ് ടു ഗെറ്റ് യു ഫെമിലിയറൈസ് വിത്ത് ദിസ്. ഒന്നും ദിവസം മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്താണെന്നറിയോ, നോർമലിൻ്റെ സ്ലോപ്പ് വാട്ട് വിൽ ബി കമ്മിങ് ഹിയർ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 നിങ്ങൾ dy/dx നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ്, ആ ഒരു പോയിൻറ്റിലുള്ള dy/dx എന്താണോ നിങ്ങൾ ഇടുന്നത് അതിൻ്റെ വാല്യൂ താഴെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. വാട്ട് ഈസ് യുവർ കർവ്? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും കേട്ടോ. ജസ്റ്റ് കീപ് ദിസ് നോട്ട് ഓഫ് ഇറ്റ് ഇൻ എ പേപ്പർ. ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഇത് എന്താ നമ്മൾ ഇക്വേഷൻ y² = 4x എന്നാണ് നമുക്കുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എക്സാക്ട്ലി ലൈക്ക് y² = 4x അറ്റ് ദിസ് പോയിൻറ്റ്. യെസ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് എഴുതാം, 2y dy/dx = നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇൻ ടേംസ് ഓഫ് dy/dx. അപ്പോൾ dy/dx = ഇതെല്ലാം താഴെ വരും. അപ്പോൾ 4/2y എന്ന് വരും. ക്യാൻസൽ ചെയ്തിട്ട് വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ് dy/dx = എന്താ 2/y എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടിയോ? യെസ്, ഐ ഗോട്ട് ദെയർ. അപ്പോൾ അങ്ങനെ കിട്ടി, നമുക്ക് ഇരിപ്പുണ്ട്. ഇനി ഞാൻ പറഞ്ഞു അറ്റ് വിച്ച് പോയിൻറ്റ്, അവിടെ പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ dy/dx അറ്റ് വാട്ട് പോയിൻറ്റ്, അറ്റ് 1,2. 1,2 എന്ന് വെച്ചാൽ എന്താ, 1x y എന്ന് വെച്ചാൽ 2. ഇവിടെ y-ൻ്റെ വാല്യൂ കിടക്കുന്നില്ലേ. സോ ദാറ്റ് വിൽ ബി 2/y-ന് പകരം എന്തെഴുതും, y-ന് പകരം ഇപ്പം നമുക്ക് എഴുതാം എന്താണ് ഇവിടെ കിടക്കുന്ന വാല്യൂ, വിച്ച് ഈസ് 2, ബിക്കോസ് ദിസ് ഇസ് y, ദാറ്റ്സ് y. ഓക്കെ, ദിസ് ഇസ് y, ദാറ്റ്സ് y. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്ന വാല്യൂ, dy/dx = 1. അപ്പം നമുക്ക് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മളെ സ്ലോപ്പാണ്. അപ്പോൾ ഐ ഓൾറെഡി ടോൾഡ് യു നമ്മളെ സ്ലോപ്പ് എന്താണ്, ഓഫ് വാട്ട്, ഓഫ് നോർമൽ എഴുതി വെച്ചോണം കേട്ടോ. സ്ലോപ്പ് ഓഫ് നോർമൽ ഇസ് ദിസ്. അപ്പോൾ അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് കിട്ടും, -1 dy/dx ഓഫ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. വിച്ച് പോയിൻറ്റ്, ദിസ് വൺ, അറ്റ് ദിസ് പോയിൻറ്റ്. അപ്പോൾ ഈ പോയിൻറ്റിൽ എത്ര വാല്യൂ, /1. സോ വാട്ട് ഈസ് യുവർ സ്ലോപ്പ് ഇസ് -1. അപ്പോൾ അതിൻ്റെ വാല്യൂ ആൻസർ എന്താണ്, യുവർ D is the answer for the first part, -1. മനസ്സിലായെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഹൗ ദ ഇക്വേഷൻ ഇസ് ടു ദ നോർമൽ. അതില്ല ഇതിനകത്ത്, എന്നാൽ പോലും പറഞ്ഞത് നമ്മൾ അതിൻ്റെ സ്ലോപ്പ് എഴുതുമല്ലോ. സ്ലോപ്പ് എങ്ങനെ എഴുതേണ്ട, -1
ദ ഡിഫറൻസിയേഷൻ ഓഫ് ആ ഡിഫറൻസിയേഷനാണ് നമ്മൾ യഥാർത്ഥ ക്വസ്റ്റ്യനിലുള്ളത്. ഇത് പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് ടു പിക്ക് ഇറ്റ് ആൻഡ് ദിസ് ഇസ് -5 1 ദാറ്റ് ഇസ് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ എന്നാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബി പാർട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ബി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് ദിസ് പെർട്ടിക്കുലർ തിങ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് എന്ന് വെച്ചോ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ 2x³ പ്ലസ്, അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ഈക്വൽ ടു പ്ലസ് 12x - 1 എന്നെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ പക്ഷേ പ്രൂവ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർവെൽസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദാറ്റ് ഇൻ്റർവെൽ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 6x, ദിസ് വൺ ഇസ് ഗോണ ബി 18x, ഇതെന്ത് കിട്ടും -12 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ട് യു നീഡ് ടു ഡു ഇസ് we need to take f dash of x is equal to, നമ്മൾ കഴിഞ്ഞ വർഷം f dash of x greater than 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ഇൻക്രീസിങ്. പക്ഷേ ഇവിടെ ഇൻ്റർവെൽ കാണണമെങ്കിൽ ഈക്വൽ ടു 0 ഇടണം കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6x + 18 + 12 is equal to 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് we need to find the value of എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നോക്കട്ടെ, 6 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ 6 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ what I will be getting here is x + 3 + 2, 18x ഉണ്ടല്ലേ, 18x ഉണ്ട് ഇവിടെ കേട്ടോ. x is equal to 0. അപ്പോൾ ഈ 6 0 അവിടെ പോയി, അതങ്ങ് പോയി. സോ what you have here is this is x² man. How I got it wrong. ഭയങ്കര മണ്ടത്താണ് ഞാൻ ഇവിടെ എഴുതി കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്യലും. 6x². ഓക്കെ, then anything else, 18x and fine. പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ ഇങ്ങനെ പോയി. ഓക്കെ, x². So that is done. അപ്പോൾ എന്തായിരുന്നു എഴുതാം, x² + 3x + 2 is equal to 0. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിവിടെ എന്തായാലും 2x നമുക്ക് എങ്ങനെ വേണം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ദ മിഡിൽ ടേംസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഗോട്ട് ടു സേ 2 numbers which when add will get 3, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം കിട്ടും. യെസ്, സോ ദിസ് കുഡ് ബി സ്പ്ലിറ്റ് ബൈ x² + 2x + x. ഇതൊന്നും വലിയ റിലവൻ്റ് അല്ലാത്ത സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. എന്നിട്ട് യു നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എക്സ് ഇസ് ഈക്വൽ ടു +2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എക്സിനെ വെളിയിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ x + 2 കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് 1 വെളിയിൽ, x + 2. വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ് x + 1 and x + 2 is equal to 0. So with that I can write x + 1 is equal to 0 or x + 2 is equal to 0. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് എഴുതാം, x is equal to -1 or x is equal to -2. യെസ്, അപ്പോൾ എക്സിൻ്റെ -1ഉം -2നും വാല്യൂ കിട്ടി. നൗ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുക, വാല്യൂസ് എഴുതുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണ്, നമുക്കിവിടെ കിട്ടിയ വാല്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x is equal to -1 എന്ന് കിട്ടി, x is equal to -2 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇൻ്റർവെൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞോ. സോ ദ interval, okay, interval may be for strictly increasing, may be എന്താവുമെന്ന് പറയുമ്പോൾ ഇൻ്റർവെൽ -∞ to -1. നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ നമ്പർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് -1 ഡിയർ, നമ്മൾ നമ്പർ ലൈൻ നോക്കണം കേട്ടോ. നമ്മൾ നമ്പർ ലൈൻ നോക്കണം. അതിനകത്ത് ഇവിടെ -2 പിന്നെയാണ് -1 വരുന്നത്. അപ്പം -∞ ഇവിടെ, ഇൻഫിനിറ്റി ഇവിടെ. കുറച്ച് തെറ്റ് ഇങ്ങോട്ട് കിടക്കാം. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ആലോചിക്കണം. ഇവിടെ കിടക്കുന്നത് ഞാൻ ആദ്യം ഇവിടെ കിടക്കുന്നത് എഴുതിയതാണ്, പക്ഷേ നമ്പർ ലൈൻ വേണം ചെക്ക് ചെയ്യാൻ. ആദ്യം -∞ to -2, അതൊരു ഇൻ്റർവെൽ. ഓക്കെ, അതാവാം. ഓക്കെ, the interval may be this one, or you can have another interval where it is strictly increasing. ഏതാണ് ഇൻ്റർവെൽ, -2 to -1 വേണമെങ്കിൽ ആകാം, or it could be എന്താണ് ഇതെല്ലാം പറയുന്നത് ഇറ്റ് കുഡ് ബി ഓക്കെ ഫ്രം -1 to ഏതാണ് ഇൻഫിനിറ്റി ആവാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ദിസ് ഇസ് സംതിങ് വിച്ച് യു ആർ ഗോണ ചെക്ക്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഇതൊരു സൈഡിനകത്ത് ചെയ്താൽ മതി കേട്ടോ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് എഴുതിയിട്ട്
maybe in എഴുതിയിട്ട് ലാസ്റ്റിൽ you can say like this interval this and this is strictly increasing. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് എഴുതേണ്ടത് it is the one. Okay, how? Okay, let's see. ഇപ്പോൾ നമുക്ക് f dash of x നകത്ത് എന്തായാലും നമുക്ക് അറിയേണ്ട എന്താണ് greater than 0 ആയിരിക്കണം. then if it is greater than 0 then it is strictly increasing. fine, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർവെൽ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇവിടുത്തെ ഇൻ്റർവെൽ ദർ ഇസ് -3 ഹിയർ അല്ലേ. ഈ ഒരു ഇതിൻ്റെ റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ -3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് കംസ് ഇൻ ദിസ് ഇൻ്റർവെൽ. ഏത് ഇൻ്റർവെല്ലാ? ഈ ഒരു ഇൻ്റർവെല്ലിനകത്ത്. ഈ ഒരു ഇൻ്റർവെൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യുക വെദർ വി ആർ ഗെറ്റിംഗ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എഫ് ഡാഷ് ഇതിനകത്ത് വേണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ, ഇതിനകത്ത് വേണം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കേട്ടോ. ഇതൊരു ഹെക്റ്റിക് ജോബാണ്. സ്റ്റിൽ യു നീഡ് ടു ഡു ഇറ്റ് വെരി ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് -3 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു -3 പെട്ടെന്ന് ഇട്ടാൽ ഐ ക്യാൻ സേ ദാറ്റ് ഇവിടെ വന്നിട്ട് -3 9 വരും. 9 × 6 is 54. അപ്പോൾ അവിടെ 54 അത് 54. ദെൻ ഇവിടെ വന്നിട്ട് -3 അല്ലേ ഇടുന്നത്. അപ്പോൾ 18 × 3 is 24. Then 3 5, yeah, so it is -54. then you have +12. so അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. then you have +12, so that is positive അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ല് അറ്റ് ഇൻ്റർവെൽ ലൈക്ക് -∞ -2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ല് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്തു. ഇതെല്ലാം ഒരു സൈഡിലാണ്, പക്ഷേ ഞാൻ കാണിച്ചിരുന്നത് മാത്രം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ വേറൊരു പോയിന്റ് ഇൻ ബിറ്റ്വീൻ എടുക്കാം. എന്നാൽ പോലും നമുക്കൊരു -2 എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. വെൻ ഇഫ് ഇറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇപ്പം -2 ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്ന് 4 ആവും, 24 ആയി. ഇത് വന്നിട്ട് -2 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോണ ബി ഗിവിങ് മീ 18 × 2 അല്ലേ 36. so 6 then 16 right 36. so it is going to be -36 ആവും. പിന്നെ 12. അപ്പോൾ 24ഉം 12ഉം കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ 36. ദാറ്റ് വിൽ ക്യാൻസൽ ആൻഡ് വിൽ ഗെറ്റ് 0. എന്നിട്ട് ഓക്കെ കിട്ടും നിങ്ങൾക്ക് 0. പക്ഷേ എന്താ പറയുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഷുഡ് ബി ഇവിടെ കിട്ടുന്നത് എന്താ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ആ റേഞ്ച് എടുക്കാൻ പറ്റുമോ? ആ ഇൻ്റർവെൽ എടുക്കുമോ? ഇല്ല. സോ വി കനോട്ട് ടേക്ക് ദിസ് പെർട്ടിക്കുലർ ഇൻ്റർവെൽ. നമ്മൾ എടുക്കില്ല. ഓക്കെ, ഐ എം ടേക്കിംഗ് ദിസ് മച്ച് ടൈം ആൻഡ് ഐ എം എക്സ്പ്ലെയിനിങ് ബിക്കോസ് പല ആൾക്കാരും ഇതിനകത്ത് ന്യൂ ആയിരിക്കും ടു ഫൈൻഡ് ദ ഇൻ്റർവെൽ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. പ്ലീസ് ഡു ലേൺ ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഇൻ്റർവെൽ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ 0 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് 0 to ∞ ഇടയ്ക്ക് അത് ശേഷമാണ് 0 വരുന്നത്. അപ്പോൾ ഇൻ ദിസ് റേഞ്ച്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ 0 0 then 12 പോസിറ്റീവ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ലൈക്ക് ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് എഫ് ഡാഷ് ഓഫ് എക്സ് വിച്ച് ഇസ് ഇവിടെ 12 എന്ന് കിട്ടും വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ദേ ആർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ലേ. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ദിസ് വൺ ആസ് വെൽ ആസ് ദിസ് വൺ. അപ്പം നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് ദിസ് വൺ ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ദെയർഫോർ ദ ഫംഗ്ഷൻ is strictly increasing at ഏത് ഇൻ്റർവെല്ലാ? -∞ to 2 and എന്താണ് -1 to ∞. ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് strictly increasing. Sorry. Okay, fine. So that was the first question. Then moving on to the second question then. Now on to the second question. First part. The rate of change of volume of a sphere with respect to the radius when radius is 1 unit. It's a pretty easy question. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ the rate of change of volume of a sphere. അപ്പോൾ നമുക്ക് വോളിയം എഴുതാം. വോളിയം is 4/3 pi r cube അല്ലേ. ഇതെല്ലാം നമ്മൾ വോളിയം ഓഫ് എ സ്പിയർ. യെസ്. നൗ ഇറ്റ്സ് ടോൾഡ് ഹിയർ ദാറ്റ് the rate of change of volume എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് ആകുമ്പോൾ with respect to what? the radius. അപ്പോൾ dv/dr, that is pretty important. Okay, ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ. dv/dr because volume changes with respect to the radius. അപ്പോൾ by dr. അപ്പോൾ ഇത് rന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4/3 pi നമ്മളെ കോൺസ്റ്റൻറ്റ്, ദെൻ 3 താഴെ വരും, ഒരു റെഡ്യൂസ് ചെയ്യണം, യുവർ പവർ റൂൾ അല്ലേ. അപ്പോൾ 3 ക്യാൻസൽ ആയി. വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ് dv/dr is equal to 4 pi r² എന്ന് കിട്ടി. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണോ കണ്ടുപിടിക്കാൻ? ഇതല്ല കണ്ടുപിടിക്കാൻ. what do you need to find here? radius with 1 unit. അപ്പോൾ when dv/dr when r is equal to 1 ആണെങ്കിൽ what is your answer then? 4 pi.
That's it. So ആറിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ദാറ്റ് ഇസ് ഗോണ ബി ദി ആൻസർ ആൻഡ് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ആൻസറിന് പ്രസക്തിയില്ല. ദ ആൻസർ ഷുഡ് ബി കറക്റ്റ് വിച്ച് ഇസ് 4π. ഇത് കിട്ടി, റൈറ്റ്? ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ ആൻസർ എങ്ങനെ കിട്ടിയെന്നുള്ളതല്ല, ആൻസർ കറക്റ്റാണ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ബി പാർട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഫൈൻഡ് ദ പോസിറ്റീവ് നമ്പേഴ്സ് ഹൂ സം ഇസ് 16. അപ്പോൾ ഇതിന് ഞാൻ പൊതുവേ നമ്മൾ മാത്സിനകത്ത് ഞാനിത് എഴുതിയതിന് ശേഷം പറഞ്ഞു കേട്ടോ. അപ്പം സം ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പർ സം ചെയ്യുമ്പോൾ 16 കിട്ടണം. അപ്പം നമ്മൾ പൊതുവേ നമ്മൾ എന്താ ചെയ്യുക? ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ ബി, ഓക്കെ, നമ്പർ ബി എക്സ് എന്ന് ഞാൻ എടുത്തു. സോ ദെയർ ഫോർ ദ സെക്കൻഡ് നമ്പർ, second number is what? 16 minus x, because ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 16 കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു നമ്പർ x ആണെങ്കിൽ this is the second number. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what is being told here? Find the positive numbers whose sum is 16, okay, then sum of these cubes is minimum എന്ന് പറഞ്ഞിട്ട് sum of these cubes. അപ്പോൾ ഈ നമ്പറുകളെ ക്യൂബ് which is x cube plus നമ്മുടെ 16 minus x, ആ ക്യൂബ് എന്ന് പറയുന്നത് the sum of the cube is minimum ആണെന്നുള്ളത്. അപ്പോൾ we can say that s is equal to ഇതെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് എഴുതാം കേട്ടോ, let s is the sum. So s is equal to ഇതിൻ്റെ ക്യൂബ് പ്ലസ് ഇതിൻ്റെ ക്യൂബ് എന്ന്, അത് മിനിമം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. So that is what exactly the question is, right? Okay, sum of the cube is minimum. Yes, find a positive number. അങ്ങനെ മിനിമം ആണെങ്കിൽ then what is the positive number? That is what the question is. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം we are gonna first derivative എടുക്കുകയാണ്. We gonna take the first derivative and what I will get here is 3x square കിട്ടി പ്ലസ് ഇത് താഴെ വരുമ്പോൾ 3, then 16 minus x, അത് ക്യൂബിനാണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് സ്ക്വയർ ഇവിടെ, then inside I will be getting -1. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇതിനൊന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3x square minus 3 16 minus x the whole square എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 0 ചെയ്യണം. Okay, I'm telling you the step by step. Equal to 0 ചെയ്യണം. 0 ചെയ്തതിന് ശേഷം this will need to equate to x. X is equal to വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 3x square minus 3 16 minus x the whole square is equal to 0 ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? എക്സിൻ്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ രണ്ട് ടേമിനകത്ത് 3 കോമൺ ഉണ്ട്. അപ്പോൾ 3 വേണമെങ്കിൽ വെളിയിലെടുക്കാം. ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ഇത് നിങ്ങൾക്ക് ആ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതി പോകാന്നുള്ളേ ഉള്ളൂ, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടും 3 വേണം വെളിയിലെടുത്തു. ഈ 3യും ഈ 3യും ഞാൻ വെളിയിലെടുത്തു. സോ എക്സ് സ്ക്വയർ മൈനസ് 16 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. എന്തിനാണ് ഞാൻ വെളിയിലെടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ദാറ്റ് 3 താഴെ പോയി അതങ്ങ് പോയി. സോ 3നെ കുറിച്ച് എനിക്ക് വലിയ വേർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ ഇങ്ങനെ എഴുതിക്കൂടെ? the whole square is equal to 0. ഇതിനെ എനിക്കിനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്ത് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, എക്സ്പാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നോട്ട് എക്സ് ക്യൂബ് ഹിയർ, എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ വരും. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ് 16 സ്ക്വയർ. 16 സ്ക്വയർ ഇസ് 256. ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. മൈനസ് യു ഹാവ് ഹിയർ 2 ഇൻറ്റു ഇൻറ്റു നമ്മൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ this is 36x, yeah, not 36, 32x plus x square that is equal to 0. ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. So it will be do by yourself. So x square minus 256 plus 32x അകത്ത് വന്നിട്ട് മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതൊന്നും ക്യാൻസലായി പോവല്ലോ. യെസ്, അത് പോയി. ദെൻ വാട്ട് ഐ ഹാവ് ഹിയർ, ഇത് അപ്പുറത്ത് കൊണ്ടുപോകാം. സോ 32x ഇസ് ഈക്വൽ ടു 256. യെസ്, സോ എക്സ് ഇസ് ഈക്വൽ ടു 256 ബൈ 32. ഇൻ 32 ഇൻറ്റു വാട്ട് ഇസ് 256? I have a 8-ൻ്റെ ആണ് കേട്ടോ. സോ യു വിൽ ബി 8 ലൈക്ക് 32 ഇൻറ്റു 8 is 16, 3s are 20, 24, 25. യെസ്, സോ ദാറ്റ്സ് ക്വൈറ്റ് ഈസി. നമ്മൾ മിക്കവാറൊക്കെ ചെയ്യുന്ന നമ്പേഴ്സാണ്, അതുകൊണ്ട് നമ്മൾ തലയിലിരിക്കും അല്ലെങ്കിൽ ഓർത്തിരിക്കുക. 256 8-ൻ്റെ വർണ്ണയാണ്. 8 റൈസ് ടു 8, 8 റൈസ് ടു ഏതാണ് 8 റൈസ് ടു 2 റൈസ് ടു 8. ഓക്കെ, 2 റൈസ് ടു 8 ഇസ് 256. അതിന് 2 റൈസ് ടു 8 then 32 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൈസ് ടു 4, somewhat like that. Okay, but I know that 8-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. That's it.
Okay, എന്തായാലും ഡിവൈഡ് ചെയ്ത് നോക്കാം. It will be 8. So that's what I got here. Then what? അപ്പോൾ നമുക്ക് x is equal to 8 എന്ന് കിട്ടി, which is greater than 0. അപ്പോൾ നമുക്ക് x-ൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ which is greater than 0 നമുക്കിപ്പം ഇതിൻ്റെ അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അവിടെ അല്ല നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ അവിടെയാണ് നമുക്ക് മിനിമത്തിൽ ചെക്ക് ചെയ്യാനുള്ളത്. മിനിമം ആണോ എന്നുള്ളത് എന്താണ് നമുക്ക് അവിടെ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യണം. അറ്റ് വാട്ട് പോയിൻറ്റ്? അറ്റ് 8. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്ത് കിട്ടിയാൽ ദെൻ ദാറ്റ് ഇസ് ട്രൂ, ദി നമ്പർ ഇസ് ട്രൂ. അപ്പോൾ 8 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്താണ് പോസിറ്റീവ് നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? അത് മിനിമം ആണോ എന്ന്. മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വാട്ട് ഐ എം ഫൈൻഡിങ് ഡി സ്ക്വയർ എസ് ബൈ ഡി സ്ക്വയർ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി 6x കിട്ടും. ഇത് തിരിച്ച് പിന്നെ -6 ദെൻ 16 - x. അപ്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. പിന്നെ അഗെയിൻ യുവർ -1. അപ്പോൾ ദിസ് വിൽ ബി 6x, ദിസ് വിൽ ബി +6 ആൻഡ് 16 - x. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഏത് നെഗറ്റീവ് വാല്യൂയോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 6 into റൈറ്റ് ഡിയർ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് നമ്പർ. യെസ്, ഇപ്പം നെഗറ്റീവ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് പോസിറ്റീവ്. ദിസ് ഇസ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ നെഗറ്റീവ്, ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഒരു -1 കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. സോ വാട്ട് ഐ ക്യാൻ സേ അല്ലെങ്കിൽ ലൈക്ക് no problem, like we are gonna put 8, right? So let's see what we are getting over here. 8 ഇടുമ്പോൾ എന്താ കിട്ടുന്നതെന്ന്. So when d square x by dx square നമുക്ക് 8 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ it should need to be greater than 0. Okay, then this number is valid. So if it is so, at 8 if you put it, or any number if you put it, let's see if this one is gonna be greater than 0. അപ്പോൾ ഈ ഒരു നമ്പറാണ് നമുക്ക് കിട്ടിയത് എക്സ്. അപ്പോൾ എക്സിന് പകരം 8 ഇട്ട് നോക്കുകയാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി 48. യെസ്, ആൻഡ് ദെൻ പ്ലസ് 6 into 16 - 8. അപ്പോൾ ഇതെന്ത് കിട്ടും? 48 plus 6 into this will be again 8. അപ്പോൾ 48 plus ഇത് വന്നിട്ട് again 48 ആണല്ലേ. സോ ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 91, 9, 48 plus 48 dear into 2 times. So that is gonna be like plus ആണ് ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, മൾട്ടിപ്ലൈ തന്നെ. So that is gonna be like adding it, right? So that is gonna be 16 and then 8, 9, 96. Okay, തലേ കൂടെ ഒന്നും പോകുന്നില്ല, ഓടുന്നില്ല. Okay, calculation. So 96. So which is again like greater than 0, man. So I can also say here it is greater than 0 at x, at what? അപ്പം d square x by dx square is greater than 0 at 8. So therefore the number or required number is 8. Okay, 8 and the next number is again 16 - 8. 8 again, 8 and 8. Okay, 8 and 8 are the two numbers which is required. Fine. So that is the problem dear, and it is pretty easy. Confusion അടിക്കണ്ട. രണ്ട് നമ്പർ എഴുതി, അതിൻ്റെ ക്യൂബ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിച്ചു, അത് ഈക്വൽ ടു 0 കൊടുത്തു. എനിക്ക് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. അത് ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കണ്ടുപിടിക്കണം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 8 അത് നമുക്ക് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഇറ്റ് ഈസ് so at 8, so it is what I can say, it is the number is 8 where the cube is minimum. So I can say here it is greater than 8, so it is minimum. Okay, therefore it is minimum. It is greater than 0 at 8, that's it is minimum ennu enikku parayam with this one. So the number is 8 and 8. Fine dear. Okay, moving on to the, so this was 2017, yeah. Then moving on to 16 then, yeah. So then let's move on to 2016 question then. 2017 pole or question 2016 undarnu, and this is the question. Just make sure that you just take a note of all the questions and then do by yourself. Antanathanan cheyina shesham namukku idu continue cheyam. Okay, so once you have done it, then let's jump on to answering this one. എന്തായാലും നമുക്കൊന്ന് ആൻസർ ഒന്ന് നോക്കിയേക്കാം അല്ലേ എന്താ കിട്ടുന്നതെന്ന്. അപ്പം 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A part. The slope of the tangent to the curve given by x is equal to
ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എന്തായാലും സ്ലോപ്പാണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 1 കോസ് തീറ്റ തന്നിട്ടുണ്ട്. ദെൻ വൈ ഇസ് ഈക്വൽ ടു തീറ്റ സൈൻ തീറ്റ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കുന്ന ഏത് പോയിൻ്റാണ്? അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു π/2. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻജൻറ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? dy/dx. ഇത് പാരാമെട്രിക് ഫോമിലാണ്. യു ഹാവ് ലേൺഡ് പാരാമെട്രിക് ഇൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അങ്ങനെ ഇത് എന്ത് പറ്റും? ദിസ് കുഡ് നീഡ് ടു ബി ഡിഫറൻഷ്യേറ്റഡ് വിത്ത് തീറ്റ ആൻഡ് എക്സ് തീറ്റ. അപ്പോൾ dy/d(θ)/dx/d(θ). അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ what I will be getting 1 മൈനസ് സൈൻ എന്ത് കിട്ടും? നമുക്ക് കോസ് തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ തന്നെ ഞാൻ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി. ദെൻ മൈനസ് വിത്ത് മൈനസ് സൈൻ തീറ്റ അല്ലേ? നോക്കിയേ, യെസ്, ദാറ്റ്സ് ഈക്വൽ ടു. ഇനി ഒന്ന് പൈ ഓക്കെ, ഞാൻ ഒന്ന് പൈ ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ഇതിനൊന്ന് ജസ്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഴുതാം. സോ dy/dx അഗെയിൻ dy/dx ഇസ് ഈക്വൽ ടു ഇതെന്ത് പറ്റും? 1 മൈനസ് കോസ് തീറ്റ ബൈ ഇത് സൈൻ തീറ്റ. ഫൈൻഡ് ഹിയർ. നൗ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ സ്ലോപ്പ് അറ്റ് വിച്ച് പോയിന്റ്? അറ്റ് എക്സ് തീറ്റ ഇസ് ഈക്വൽ ടു π/2. തീറ്റ ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു π/2 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഹിയർ? 1 മൈനസ് കോസ് π/2 കോസ് 90 എത്ര? 0 ബൈ സൈൻ 90 1. സൈൻ 90 is 1. So your answer is what? 1. അപ്പോൾ ഏതാണ്? third one is gonna be the answer for the first part. അപ്പോൾ നമുക്ക് ബി പാർട്ടിൽ നോക്കാം. ബി പാർട്ട് എന്ന് വെച്ചാൽ ഓക്കെ, now this was your A part. Okay, now moving on to the B part. അപ്പോൾ ബി പാർട്ടിൽ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഇൻട്രവൽ ഇൻ വിച്ച്. അപ്പോൾ ഇൻട്രവലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്നുള്ള ഒരു കണ്ടീഷനിൽ എന്താണ് ഇതിൻ്റെ ഇൻട്രവൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയും ഇൻട്രവൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുണ്ട്. സോ വാട്ട് യു ആർ ഗോണ ഡു ഫസ്റ്റ്? ഡിഫറൻഷ്യേറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടി. ദെൻ I will be putting f dash of x is equal to 0 എന്ന് ഞാൻ എടുക്കും അല്ലേ? അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സോ ദിസ് വിൽ ബി 2x minus 4 is equal to 0. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? x is equal to implies x is equal to 2 എന്ന് കിട്ടി. ഓക്കെ, ഇതിപ്പം എനിക്ക് ഇവിടെ വെച്ചിട്ടല്ല മറ്റേ ഇൻക്രീസിങ്ങോ ഡിക്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നത്. ഞാനിപ്പോൾ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു 0 ഇട്ടത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം? സോ ദ ഇൻ്റർവെൽ മേ ബി എന്താണ് നമ്മൾ കഴിഞ്ഞ എഴുതിയ പോലെ -∞ to 2 ആവാം, ഇല്ലെങ്കിൽ 2 to ∞ ആവാം അല്ലേ? നമ്പർ ലൈൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ടു -∞, ഇതിൻ്റെ ഇടയിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ റേഞ്ച് ചെക്ക് ചെയ്യുന്നു, ഇത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുന്നത് എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഓർ ലെസ് ദാൻ 0 ആവണം. എന്നാലാണ് ആ റേഞ്ച് ഞാൻ പിക്ക് ചെയ്തത് ഫോർ ഡിക്രീസിങ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് റേഞ്ച് നമുക്ക് വരിക? ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് 0 എന്ന് പറഞ്ഞ റേഞ്ച് വരില്ല, 1 0. അപ്പോൾ 0 എന്ന് ഇട്ട് നോക്കാം. നമുക്കെന്താ ഇത് എഫ് ഡാഷ് ഇതിനകത്തൊന്ന് 0 ഇട്ട് നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, what will be f dash of x? That is again -4, which is less than 0 അല്ലേ? which is less than 0. Yeah, 0 is greater. Yes. അപ്പം ഇത് ഇൻ്റർവെൽ is correct. If you check this one, ഇതെന്ന് വെച്ചാൽ 3 ആണ്. 3 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 minus 4 2 positive. No. So this is my range. So therefore this is the range, this is the interval, is the interval where the function or f of x is strictly decreasing. Okay, strictly decreasing എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവൽ ആണ്. So that is what the question is. Now move on to the C part then. അപ്പോൾ on to C part. Find the minimum and maximum value if any of the function f of x is equal to 2x minus 1 the whole square plus 3. എന്താ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് നിങ്ങൾ തന്നെ വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കുക എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ ഗ്രാഫ് നമുക്കറിയില്ല. ഓക്കെ, ഗ്രാഫ് പ്രോബ്ലം ആകുമ്പോൾ ഗ്രാഫ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എന്താണ് മാക്സിമം എന്താണ് മിനിമം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തിയറി ഇഫ് യു ഡോണ്ട് നോ, I have given at the end of this video. Okay, go and check there.
പ്ലീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളത് നോക്കുക. തിയറം അല്ലെങ്കിൽ തിയറി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് പോവാം. ഞാൻ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് റൂളാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് മാക്സിമം മിനിമം വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് കാൽക്കുലേറ്റ് മാക്സിമം ഓർ മിനിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ജസ്റ്റ് കേട്ടുള്ളത്. എന്തായാലും ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പം നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടല്? ഐം ഗോണ ഗെറ്റ് 2 into 2x minus 1 അല്ലേ, 2 താഴെ വന്ന് ഇൻറ്റു 2x minus 1. എന്നിട്ട് ഇതിനകത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് 2x-ന് 2, 1 0 ആവും. ദെൻ യു ഡോണ്ട് ഹാവ് ദിസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ 4 into 2x minus 1. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഫൈൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്? നമ്മൾ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട്, അതൊരു കേർവാണ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ്സ് എ ടാൻജൻറ്റ്. ആൻഡ് ദാറ്റ് ടു സ്ലോപ്പ് ഓഫ് എ ടാൻജൻറ്റ്. അതിൻ്റെ സ്ലോപ്പാണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ്? ഓക്കെ, അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ അറിഞ്ഞുകൂടെന്നെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. നമുക്ക് ഈ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ചെയ്യുന്ന എന്താണെന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സിനെ നമ്മൾ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കും. എന്തിനാണ് നമ്മൾ 0 എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് വെച്ചാൽ സ്ലോപ്പ് ഒന്നീ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കാം. റൈറ്റ്? ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നാലും നമുക്കൊരു മാക്സിമം വാല്യൂ കിട്ടും അല്ലേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ എന്താണ് മാക്സിമം വാല്യൂ എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഇപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ, ഇതിൻ്റെ ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കറിയണം ഏതൊരു പോയിന്റിലാണ് എനിക്ക്, അല്ലെങ്കിൽ ഈ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ ഈ പോയിന്റ് എന്താണ്. what should be the point or what is the point where I'm getting the maximum value? ഇതല്ലേ ഇവിടെ മാക്സിമം അല്ലേ, ഇതല്ലേ ഇവിടെ മിനിമം. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മിനിമം വാല്യൂ ആണെങ്കിൽ എത്ര, അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് ലാസ്റ്റ് ചോദിക്കുക. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആദ്യം ഏതാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ പോയിന്റ്. എന്നിട്ട് ആ പോയിൻ്റിൻ്റെ വാല്യൂ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഗ്രാഫ് ഇങ്ങനെ വേണമെങ്കിലും ആവാം, ഇങ്ങനെ വേണമെങ്കിലും ആവാം. ഐ ഡോണ്ട് നോ ഇറ്റ്. ഓക്കെ, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഫോളോ ചെയ്യുന്നത്. വേർ ഫസ്റ്റ് വാട്ട് വിൽ ഫൈൻഡ് എസ് ഏതാണെന്നോ ഈ ഗ്രാഫ് ഇങ്ങനെ മേളിൽ നിന്ന് പോയിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന ഗ്രാഫാണോ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആണോ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ആദ്യം അത് ഒന്ന് നോക്കുക, നമുക്ക് ഏതാണ് കിട്ടുന്നെന്നുള്ളത്, മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ളത് അത് നമുക്ക് നോക്കാം. അപ്പം ഇപ്പം എഫ് ഡാഷ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്ന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. സ്ലോപ്പ് 0. സ്ലോപ്പ് 0 എന്ന് വെച്ചാൽ എവിടെ? നമുക്ക് ഈ പോയിന്റിലല്ലേ സ്ലോപ്പ് 0 ആയിട്ട് വരുള്ളൂ. ടാൻജൻറ്റ് ഇങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. വേറെ ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എ ഡെഫിനിറ്റ് സ്ലോപ്പ്, ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എ സ്ലോപ്പ്. ഇതിനും നോക്കിയേ, ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എ സ്ലോപ്പ്, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എ സ്ലോപ്പ്. അപ്പോൾ ഈ ഒരു പോയിന്റിലല്ലേ ഇങ്ങനെ വരുള്ളൂ സ്ട്രൈറ്റ് ആയിട്ട്. സോ സ്ലോപ്പ് ഇസ് 0. അറ്റ് വിച്ച് പോയിന്റ്? ദ പോയിന്റ് വോട്ട് വി വാണ്ട്. നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ ഇത് 0 ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമോ മിനിമോ കിട്ടത്തുള്ളൂ. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നത്. ഞാൻ ഇതിന് മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ യു ഹാവ് സീൻ ഇറ്റ്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് എന്താ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എക്സാക്ട്ലി നമ്മൾ എന്തിനാണ് ചെയ്യുന്നെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നു. ഇനിയിപ്പം നമുക്ക് എന്താണ് സ്ലോപ്പ് കിട്ടിയത്? ഇതാണ്, വിച്ച് ഇസ് 4 into 2x minus 1 ഈക്വൽ ടു 0 ഇടുമ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റ് കിട്ടും. നമുക്ക് നോക്കാം ഏതാണ് നമുക്ക് പോയിന്റ് എന്നുള്ളത്. ഇവിടെ കിട്ടുന്ന പോയിന്റ് ഏതാണ്? നമുക്ക് 4 വന്നിട്ട് താഴെ പോവും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം 2x minus 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. ബിക്കോസ് 4 താഴെ പോയി, അപ്പോൾ 0 ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1 minus 1 ഇപ്പുറത്ത് പോവും, +1 2 താഴെ വരും. സോ ഇറ്റ് വിൽ ബി 1/2. അപ്പോൾ 1/2 ആണ് നമ്മളെ പോയിന്റ്. ഏതാണ് ഇവിടുത്തെ പോയിന്റ്? 1/2. ഇത് വേണമെങ്കിൽ 1/2. പക്ഷേ എനിക്കിപ്പോൾ വരെയും ഐ ഡോണ്ട് നോ ഹൗ ദ കർവ്സ്. മാക്സിമം വാല്യൂ ആണോ എനിക്ക് കിട്ടുക, ഓക്കെ, ഓർ അല്ലെ മിനിമം വാല്യൂ ആണോ കിട്ടുക, എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ വാട്ട് വി വിൽ ഡു നെക്സ്റ്റ് ഇസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ അതിനകത്ത് എന്താ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ ഇസ് 4 ഓൾറെഡി ഉണ്ട്, 4 into this നമ്മളെ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, തിരിച്ചെന്തായാലും ചെയ്യാൻ പറ്റില്ല. തിരിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഇറ്റ്. ദിസ് ഇസ് ഗോണ ബി 2 which implies 8. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0
if it is greater than 0, it is very important if the value നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിൽ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് if it is greater than 0, then the function has or have minimum value or minimum minimum value ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന് മിനിമം വാല്യൂ ഉള്ളൂ. അത് എന്താണ് മിനിമം വാല്യൂ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതിനൊരു മിനിമം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദർ ഇസ് എ ലോക്കൽ മിനിമം. ഓക്കെ, ലോക്കൽ മിനിമം ഇതിന് ഉണ്ട്. അടുത്ത, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതിയിരുന്നുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. പക്ഷേ യു ക്യാൻ ഓൾസോ സേ ദ ഫംഗ്ഷൻ ഹാവ് എ ലോക്കൽ മിനിമം. അപ്പോൾ എത്രയാണ് അതിൻ്റെ വാല്യൂ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആ പോയിൻറ്റിൻ്റെ വാല്യൂ എടുത്ത് ആ ഫംഗ്ഷനിൽ ഇട്ടാൽ പോരെ. ഈ ഫംഗ്ഷനിൽ ഏതാണോ പോയിൻറ്റ് എന്തായാലും നമുക്കറിയാം എന്താണെന്നുള്ളത് മിനിമം. എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ യു വിൽ ബി ഹാവിങ് മാക്സിമം വാല്യൂ. പക്ഷേ ഇവിടെ കിട്ടുന്നത് മിനിമം വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാവും വിത്ത് ദീസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ എടുത്തിട്ട് what I'm going to do is that f of x എന്താണ് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? 2x minus 1 the whole square plus 3 ആണ് നമ്മൾ ക്വസ്റ്റ്യൻ. അതിനകത്ത് നമുക്ക് അടുത്ത വാല്യൂ, നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഐ എം പുട്ടിങ് x as 1/2. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? ഇത് വന്നിട്ട് 2 into 1/2 minus 1 plus 3, റൈറ്റ്? ഇതും ക്യാൻസൽ ആയി പോയി. സോ ഇറ്റ് ഈസ് 1 minus 1 is 0. സോ വാട്ട് യു ആർ ഗോണ ഗെറ്റ് ഇസ് 3. അപ്പോൾ therefore എന്താ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്? സോ ദ മിനിമം, okay, the right dear, yeah, the minimum value is 3. ഇതിന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ. ആൻഡ് there is no maximum value. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നോക്കുക. ഇവിടെ മാക്സിമം വാല്യൂ ഇല്ല. മാക്സിമം വാല്യൂ കിട്ടിയനെ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടിയനെങ്കിൽ യു മൈറ്റ് ഹാവ് ഗോട്ട് മാക്സിമം നമ്പർ. പക്ഷേ ഇവിടെ തന്നിട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് മിനിമം വാല്യൂ ഏതാണ്? വാല്യൂ 3 ആണ് വാല്യൂ. ദാറ്റ്സ് ആൻസർ ഫോർ ദ സി പാർട്ട്. വളരെ ഈസി ആണെന്ന് തോന്നുന്നു, അല്ല ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു. വളരെ ഈസി ആയിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ കൺഫ്യൂസ് ഒന്നും അടിക്കേണ്ട. മാക്സിമം മിനിമം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് ക്ലിയർ ഐഡിയ. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തിയറി പോവുക. തിയറി ഞാൻ കുറച്ചും കൂടെ ഒരു ഐഡിയ തരാം കേട്ടോ. ഓക്കെ, ദെൻ ഗെറ്റ് ബാക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഓർ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്കത് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം പറയാൻ പറ്റുപോയി. ദാറ്റ് ഈസ് എക്സസൈസ് 6.5ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൻ്റെ എ പാർട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഹാസ് നൈദർ ലോക്കൽ മാക്സിമം നോർ ലോക്കൽ മിനിമം? നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സം വാല്യൂ. ഓക്കെ, ദർ ഇസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്. അതിനെപ്പറ്റി ഞാൻ പറയാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3. അതും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. നമുക്ക് വി വിൽ ഗെറ്റ് എ ഗ്രാഫ്. അതിനകത്ത് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം എന്തായാലും കിട്ടാതിരിക്കില്ല. ഇപ്പോൾ ഫസ്റ്റിനകത്തും സെക്കൻഡ് തേർഡിനകത്തും എന്തായാലും കിട്ടും. ഫോർത്തിനകത്തും മോഡുലസ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂ ആണ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്തായാലും കിട്ടും. എന്ന് വെച്ചാൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്തായാലും കിട്ടും. എന്താണ് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇഫ് യു ഡോണ്ട് നോ ദ തിയറി, ഞാൻ ഒരേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഇപ്പം ചെറിയ ഒരു രീതിയിൽ ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം തിയറി. ഇപ്പം ഞാൻ ഒരു ഗ്രാഫ് എടുക്കുകയാണ്. മേ ബി ഇറ്റ്സ് ലൈക്ക് എ കർവ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ലൊക്കാലിറ്റി, ഒരു ലോക്കൽ സ്ഥലത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ ലോക്കലാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സർട്ടൺ ഏരിയ ഞാൻ കണക്കാക്കിയാൽ അവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും ഞാനൊന്ന് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വുഡ് ഗെറ്റ് ദിസ് പോയിൻ്റ് ആസ് വാട്ട് ദ മാക്സിമം വാല്യൂ അല്ലേ. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ, റൈറ്റ്? അത് മനസ്സിലായല്ലോ. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പറയാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും മാക്സിമമാണ്. പക്ഷേ ഇതിൻ്റെ മാക്സിമം ഏതാണ്? ഈ ഒരു വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ച് തിയറി പറഞ്ഞു തന്നു ഇതിനകത്ത് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. ബട്ട് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് എന്താണ് ലോക്കൽ മാക്സിമം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്നറിയോ? ഇഫ് ഐ ജസ്റ്റ് കൗണ്ടർ എ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൻ്റെ ലോഗ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് അറിയണം. ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ലോഗ് എക്സിൻ്റെ വരുന്നത്. ദിസ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. ഇത് നമ്മളെ വൈ ആക്സിസ് അല്ലേ, ഇത് നമ്മളെ എക്സ് ആക്സിസ്. അപ്പോൾ ദിസ് വിൽ നെവർ ടച്ച്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ നെവർ ഗോ ടു 0 അങ്ങനെ. അപ്പം നമുക്ക് ഇവിടെ എവിടെയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇരിക്കുന്നത്? ഇല്ലല്ലേ. സോ മൈ ആൻസർ ഇസ് 3. ഓക്കെ, ദ തേർഡ് ഓപ്ഷൻ വിച്ച് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ലോഗ് എക്സ്. അതാണ് നമ്മളെ ആൻസർ കേട്ടോ. അതിന് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇല്ല. ഫൈൻ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ, പ്രിറ്റി മച്ച് ക്ലിയർ. ബിക്കോസ് ഗ്രാഫ് ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എവിടെയും നമുക്ക് മാക്സിമം വാല്യൂ ആണോ മിനിമം വാല്യൂ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഗോസ് ടു ഇൻഫിനിറ്റി, ഇറ്റ്സ് ഗോസ് ടു ഇൻഫിനിറ്റി ദാറ്റ് സൈഡ് ടു. അപ്പോൾ നമുക്ക് അറിയില്ല വേർ ഇറ്റ് ഈസ്. യെസ്, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് എന്താ ചോദിക്കുന്നത്? വളരെ ഈസിയാണ്. നിങ്ങൾ ഇതുവരെ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് കുറേ പ്രശ്നം ചെയ്തിട്ടില്ലേ? പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റ് നിങ്ങൾക്ക് അറിയാം. ടാൻജൻറ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് വൈ ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? വൈ ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വാട്ട് യു ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ദാറ്റ് ഇസ് 6x, റൈറ്റ്? യെസ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് അല്ലെങ്കിൽ വൈ ഡാഷ് അല്ലെങ്കിൽ dy/dx കേട്ടോ. ഇപ്പം വൈ ഡാഷ് എന്താണെന്ന് അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് മനസ്സിലാവണം, ദിസ് ഇസ് നത്തിങ് ബട്ട് dy/dx ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എനിക്ക് കിട്ടി. അടുത്ത് എന്താ ചെയ്യുന്നത്? നമുക്ക് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പോയിന്റാണ്? 1ൽ എന്താ വാല്യൂ എന്ന് നമുക്കറിയണം. അപ്പോൾ സ്ലോപ്പ് എന്താണ്? അപ്പം വൈ ഡാഷ് അറ്റ് വിച്ച് പോയിന്റ് വേർ 1ഉം. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇവിടെ 1 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? 6. അപ്പം നമുക്ക് ഇവിടെ ഇതെന്താ കിട്ടിയത്? ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സ്ലോപ്പ്. ഇപ്പോൾ സ്ലോപ്പ് കിട്ടിയ പോയിൻറ്റ്സ് നമുക്കറിയാം. ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ഞാൻ കുറച്ച് നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ടാൻജൻറ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് y മൈനസ് y1, റൈറ്റ്? ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ സ്ലോപ്പ് വരും. സ്ലോപ്പിന് നമുക്ക് എങ്ങനെ വേണം എഴുതാം? ഇപ്പോൾ വേണമെങ്കിൽ y1 എന്ന് വേണമെങ്കിൽ എഴുതാം, y ഡാഷ് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ dy/dx വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇൻറ്റു എക്സ് മൈനസ് x1. എന്താണ് y1? വാട്ട് ഈസ് y1 ആൻഡ് x1? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 and 1. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് എന്താണ് ഈ x1. വൈയും എക്സും അതേപോലെ തന്നെ, y1 x1ഉം ദ പോയിൻറ്റ്സ് ഗിവൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ കിട്ടുക? y മൈനസ് y1 ഇസ് 1. 1 ഈക്വൽ ടു ഇതിൻ്റെ സ്ലോപ്പ് 6. 6 ദെൻ എക്സ് മൈനസ് 1. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഗെറ്റ്? y മൈനസ് 1 ഈക്വൽ ടു 6x മൈനസ് 6. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് എഴുതിയാൽ y ഇതിപ്പുറത്ത് പോയി കഴിഞ്ഞാൽ -6, ഇതിപ്പുറത്ത് പോയി കഴിഞ്ഞാൽ +6 ആവും. അപ്പോൾ +5 ഇസ് ഈക്വൽ ടു 0. ഇതിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ എഴുതായിക്കോളാം കേട്ടോ. ദിസ് ഇസ് യുവർ ആൻസർ ഫോർ ദ ബി പാർട്ട്. അപ്പോൾ നമുക്കൊരു സി പാർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. അത് അപ്രോക്സിമേഷനാണ്. അത് നമുക്ക് ഒന്ന് കാര്യമായിട്ട് തന്നെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സി പാർട്ട് നമുക്ക് ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 21st ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾസിൻ്റെ പേജ് നമ്പർ 214 ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സെയിം NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? യൂസ് ഡിഫറൻഷ്യൽ ടു അപ്രോക്സിമേറ്റ് റൂട്ട് 36.6. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചോളാം കേട്ടോ. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും ഇൻ്റഗ്രലിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻസ് പഠിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ യൂസ് ദ ഡിഫറൻഷ്യൽ ടു അപ്രോക്സിമേറ്റ് ദിസ് വൺ. വാട്ട് ഈസ് ഇറ്റ്? നമുക്ക് ഒന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും തിയറിയിലോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. വല്ല സ്റ്റെപ്പൊന്നും ഭയങ്കരമായിട്ട് പഠിപ്പിച്ച് അങ്ങനെ ഒന്നും പോകുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ഫോർമുല എഴുതി സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ചെയ്താൽ മതി. നിങ്ങളെ മാർക്കിംഗ് സ്കീമിനകത്ത് അത്രയേ അവർ പറയുന്നുള്ളൂ. അത്ര കാര്യങ്ങൾ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആൻസർ. നിങ്ങൾ കൂടുതലായിട്ടൊന്നും തിയറി ആലോചിക്കേണ്ട, ജസ്റ്റ് ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. അതേ ഞാൻ പറയുള്ളൂ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 36.6 ഇതിനകത്തുള്ള ഡിഫിക്കൽട്ടി ലെവൽ എന്താണ്? ഇതിനകത്ത് നമുക്കറിയാം റൂട്ട് 36 ആയിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഇറ്റ് ഈസ് 6 അല്ലേ, 6 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ റൂട്ട് 0.6 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എന്നുവെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഒരു ചെറിയൊരു എലമെൻറ്റും കൂടെ കിടപ്പുണ്ട്. അതിൻ്റെ റൂട്ടാണ് നമുക്ക് അറിയത്തത്. അപ്പോൾ അതിൻ്റെ വേണം നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കാൻ. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു? ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ പ്രോബ്ലം. ഓക്കെ, അതാണ് ഈ പ്രോബ്ലം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ചെയ്യാം അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇത് ചുമ്മാ കാൽക്കുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് ആൻസർ, ഇതെല്ലാം അപ്രോക്സിമേഷൻ ആണ് കേട്ടോ, നോട്ട് ദി എക്സാക്ട് വാല്യൂ. കാൽക്കുലേറ്ററിൻ്റെ ടൈപ്പ് എക്സാക്റ്റ് ആയിട്ട് കിട്ടില്ല, പക്ഷേ അപ്രോക്സിമേഷൻ. ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ സ്റ്റെപ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്ന് നോക്കുക. നമ്മൾ ആദ്യം എഴുതും y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, റൂട്ട് എക്സ്. അതിനകത്ത് നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ ഉള്ളത് എന്താണ്? ഇസ് ഈക്വൽ ടു ഞാനിപ്പം 36 ബിക്കോസ് ഐ ക്യാൻ സ്പ്ലിറ്റ് ദിസ് വൺ ഇൻ ടു 2. എങ്ങനെയാണ്? നമുക്ക് 36
0.6 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 36 പ്ലസ് 0.6 എന്ന്. അപ്പോൾ ഞാൻ എക്സിനെ ഇങ്ങനെ എടുത്താൽ അതിനൊരു ചെറിയ വേറൊരു പോർഷൻ ഞാൻ ഡെൽറ്റ എക്സിനെ ഞാൻ എഴുതുന്ന എന്താ 0.6 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണോ എനിക്ക് തന്നിരിക്കുന്ന നമ്പർ that I will just split it into നമ്മൾ ഡെസിമൽ കഴിഞ്ഞിട്ടൊന്നും that's a small piece of cake then the big X. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഹൗ ടു ഫൈൻഡ് ദാറ്റ് വൺ ഈസ്, ഇപ്പം നമുക്കിവിടെ കിട്ടേണ്ടത് നമുക്ക് ഡെൽറ്റ വൈൻ്റെ വാല്യൂ ആണ് അല്ലേ. ഡെൽറ്റ വൈൻ്റെ ഡെൽറ്റ എക്സിൻ്റെയാണ് നമുക്ക് റൂട്ടാണ് അല്ലെങ്കിൽ 0.6 കൂടെ ചേർന്ന് വരുന്ന റൂട്ടാണ് നമുക്കുള്ള ഒരു ഡിഫിക്കൽട്ടി. അപ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഫോർമുല. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു നീഡ് ടു യൂസ് ഇറ്റ്. അപ്പോൾ dy ഈസ് ഈക്വൽ ടു dy ബൈ dx എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ y എടുത്തതിന് നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ദെൻ യു നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ വെരി ഷോർട്ട് വാല്യൂ ഓഫ് എക്സ്. അതേപോലെ തന്നെയാണ് ഡി എക്സും. ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് സൈഡും ഈക്വൽ ആണ്, ഡി എക്സും ഡെൽറ്റ എക്സും. ദെൻ യു വിൽ ഗെറ്റ് dy ബൈ dy ആൻഡ് dy ദിസ് സൈഡ്. അപ്പോൾ രണ്ടും അപ്പം ഇത് പഠിച്ചോളുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതലായിട്ട് ഒന്നും തിയറിയിലൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് പഠിച്ചോളുക അത്രമാത്രം. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ് ഇസ് യു നീഡ് ടു ഡിഫറൻഷ്യേറ്റ് വാട്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ dy ബൈ dx ഓഫ് ഏതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ എക്സ് ആണ്. നോട്ട് ഡെൽറ്റ എക്സ്, റൂട്ട് എക്സ് ആണ്. ഇൻ ടു വാട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.6. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഡെൽറ്റ dy എന്ന് പറയുന്നത്, വിച്ച് ഈസ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ നമുക്ക് ഒരു പർട്ടിക്കുലർ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ഈ dy എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ കുറേ തിയറം കുറേ തിയറി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ദാറ്റ് ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ് ബിക്കോസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും പഠിച്ച് ഞാൻ നിങ്ങളെ തലയിൽ കയറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇൻ തിയറിയിലും ഞാൻ ഇതൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വെച്ചാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് നമുക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം എക്സ് വൈ ആയിട്ടെടുത്തു, എന്നിട്ട് എക്സിനെ ഞാൻ 36 ആയിട്ട് ഒരു പോർഷൻ എടുത്തു കൊടുത്തു, എന്നിട്ട് പോയിൻറ്റ് വരുന്നതിന് ഞാൻ ഡെൽറ്റ എക്സ് എടുത്തു, എന്നിട്ട് ദിസ് ഇസ് വാട്ട് മൈ ഫോർമുല ഇസ്, വാട്ട് ഐ ഹാവ് ടോൾഡ് യു റൈറ്റ് നൗ. ദിസ് ഇസ് സംതിങ് വിച്ച് യു നീഡ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന അല്ല, ഇങ്ങനെ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ വെറുതെ കിടന്ന് കുറേ വലിയ സാധനമാക്കിയിട്ട് നിങ്ങളെ തലയിൽ കയറ്റിയിട്ട് കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് എക്സിനെ 1/2 റൂട്ട് എക്സ്, 1/2 റൂട്ട് എക്സ് ഇൻടു 0.6, റൈറ്റ് ഡിയർ? യെസ്. ഇതിനെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം റൂട്ട് എക്സ് എന്താണെന്നുള്ളത്. റൂട്ട് എക്സ് എന്ന് വെച്ചാൽ എന്താ? 36. സോ അപ്പോൾ 2 ഇൻറ്റു 36 എന്ന് വെച്ച് കഴിഞ്ഞാൽ 36ൻ്റെ റൂട്ട് 6 ഇൻറ്റു 0.6, റൈറ്റ് ഡിയർ? യെസ്. ഇതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഈ ഡെസിമലിൽ ഞാൻ മാറ്റിയതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 10 ചെയ്തു. മുകളിൽ ഇൻറ്റു 10 ചെയ്യുമ്പോൾ താഴെ ഇൻറ്റു 10 ചെയ്യണം. 2 ഇൻറ്റു 6 ഇൻറ്റു 10. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്യണം. ചിലവർക്കൊക്കെ ഇങ്ങനെ ഡെസിമലൊക്കെ വരുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഐ ജസ്റ്റ് റിമൂവ് ദ ഡെസിമൽ ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമിനേറ്റർ. ഞാൻ മുകളിൽ കിടക്കുന്ന ന്യൂമിനേറ്ററിനെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ അതേപോലെ തന്നെ ഞാൻ താഴെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഐ വിൽ ഗെറ്റ് 6 ബൈ താഴെ ഒരു 10 ഉണ്ട്. ഇത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്? 6 ക്യാൻസൽ ചെയ്ത് പോവാം. ദെൻ വാട്ട് ഐ എം ഹാവിങ് ഹിയർ, ഇവിടെ നമുക്ക് ആക്ച്വലി 1 അല്ലേ? 1/2 എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് 1/2? ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഈ 1/2 എന്ന് വെച്ചാൽ എന്താ? 1/2 is 0.5. അപ്പോൾ 0.5/10 അഗെയിൻ അല്ലേ? ഇവിടെ 10 ഇടയ്ക്കല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 0.05. എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല ഇതിനെ ഫോളോ ചെയ്യണമെന്ന്. യു ക്യാൻ ഓൾസോ മൾട്ടിപ്ലൈ ഹിയർ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാണ്? 0.6 ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം, നോ ഇഷ്യൂസ്. ബട്ട് യു വിൽ എൻഡ് അപ്പ് ഇൻ ദിസ് പെർട്ടിക്കുലർ ആൻസർ. ഇതിൽ തന്നെ നിങ്ങൾ വരും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? നമുക്ക് ഇവിടെ ലാസ്റ്റ് ഫൈനൽ ആൻസർ നമ്മൾ അപ്രോക്സിമേഷൻ. സോ ദെയർ ഫോർ അപ്രോക്സിമേഷൻ എങ്ങനെ എഴുതുമെന്ന് കാണിച്ചു തരാം. സോ അപ്രോക്സിമേഷൻ ഓഫ് റൂട്ട് എന്തായിരുന്നു? 36.6 is equal to നമുക്ക് ഏതാണ്? നമ്മൾ 6 വിച്ച് ഈസ് 36ൻ്റെ നമുക്ക് കിട്ടുമല്ലോ. എവിടെയാണ് നമുക്ക്? 36ൻ്റെ കിട്ടിയല്ലോ. അടുത്ത
നമുക്ക് 0.6ൻ്റെ എന്താണ് ഇതാണ് വാല്യൂ. അപ്പോൾ ദിസ് പ്ലസ് 0.05 അപ്പോൾ അത് കിട്ടുന്നതാണ് നമ്മൾ അപ്രോക്സിമേഷൻ വിച്ച് ഈസ് 6.05 ആണ് നിങ്ങളുടെ അപ്രോക്സിമേഷൻ വാല്യൂ. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഹൗ ടു ഡു ദിസ് പ്രോബ്ലം. ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട, ഇതേപോലെ ചെയ്താൽ മതി ആസ് പെർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ നമുക്ക് 2016 അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ 2015 ക്വസ്റ്റ്യൻസ് ആർ റൈറ്റ് ഹിയർ. ഓക്കെ, സോ ടേക്ക് എ നോട്ട് ഓഫ് ഓൾ ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക എന്ന്. ഓക്കെ, just pause the video, just take out all the questions and do by yourself. Okay, അന്നെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ just come back and we will solve one by one. നമുക്ക് നോക്കാം നമുക്ക് എന്താ ആൻസർ കിട്ടുന്നതെന്ന്. 2015 മാർച്ച്. അപ്പോൾ മാർച്ച് 2015 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ് എന്ന് ചോദിച്ചു. ഏത് ഫംഗ്ഷനാണ് ഓൾവേസ് ഇൻക്രീസിങ്? ഓൾവേസ് ഇൻക്രീസിങ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, അത് എങ്ങനെ വേണോ ആവാം, സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആൻസർ ഇസ് ദിസ് വൺ. ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. അത് എന്തുകൊണ്ട് ആൻസർ ഇത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ എടുക്കാം. ഞാൻ ആ ഫംഗ്ഷൻ ഞാൻ f(x) എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് 2x മൈനസ് sin x. അപ്പം നമുക്കറിയാം ഇൻക്രീസിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ദാറ്റ് ഷുഡ് ബി ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ f(x) എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ 2 ഉണ്ട് ഇവിടെ അല്ലേ, 2 ഉണ്ട്. ആൻഡ് ദെൻ വാട്ട് ഐ ഹാവ് ഹിയർ ഇസ് മൈനസ് ഇത് വന്നിട്ട് സൈൻ്റെ cos x. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ്? നമുക്കറിയാം കോസിൻ്റെ ഇൻ്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിൻ്റെ ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന് വാല്യൂസ് ഇടൂലേ? എന്താണ് കോസിന് π/2 π/4 എന്നൊക്കെ പറഞ്ഞ് വാല്യൂ ഇടൂലേ? അതിൻ്റെ വാല്യൂ ഏത് തൊട്ട് ഏത് വരെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം -1 to 1 അല്ലേ? അതിൻ്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്ത് തന്നെ വാല്യൂ കിട്ടും. ഇപ്പം cos 0 എന്ന് വെച്ചാൽ 1 കഴിഞ്ഞ് അങ്ങ് മുകളിൽ പോവില്ല, 1ന് താഴെ നിൽക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഓർ ഇസ് വാല്യൂ ഇസ് ബിറ്റ്വീൻ ഇത് ഈക്വൽ ടു ആവും കേട്ടോ. ഇറ്റ് ക്യാൻ ഓൾസോ ബി വട്ട് 1 -1 ആവാം, 1 ആവാം, -1 ആവാം, 1 ആവാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂ ആണോ ആവാം, നോട്ട് ഔട്ട്സൈഡ്. അപ്പോൾ വാല്യൂസ് വിൽ ബി ഇൻസൈഡ് ദിസ് വൺ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക പ്ലീസ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു കോസിൻ്റെ വാല്യൂ വരണമെങ്കിൽ ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 നിന്ന് 1ൻ്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂ വന്നാലും ഇപ്പോൾ 2 -1 വന്നെന്ന് വെച്ചോ, വാട്ട് യു ആർ ഗെറ്റിംഗ്? ഇപ്പോൾ ഇവിടെ നമുക്ക് 3 കിട്ടും അല്ലേ? ഇപ്പം ഞാൻ 1 ഇട്ടെന്ന് വെച്ചോ, വാട്ട് വിൽ ബി ഗെറ്റിംഗ്? 1 കിട്ടും. അപ്പോൾ ആർ ദീസ് വൺസ് പോസിറ്റീവ്? ഇത് രണ്ടും പോസിറ്റീവ് അല്ലേ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. യെസ്, ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. മനസ്സിലായോ? അപ്പോൾ ഇത് ട്രൂ ആണ്, ഞാൻ പറഞ്ഞ നേരത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് ഐ സെഡ് ദ ആൻസർ ഈസ് 4. നിങ്ങൾ ബാക്കിയുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫൈൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇറ്റ്സ് വെരി ഈസി. ഔട്ട് ഓഫ് ദ ബി പാർട്ട് ദെൻ. അപ്പോൾ അതിൻ്റെ ബി പാർട്ട്, ദ റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 1 cm² ആൻഡ് ഹൈറ്റ് ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 1 cm². Find the rate of change of volume when the radius is 5 cm and height is 15 cm. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് ഒരു പിക്ചർ വരച്ചിട്ട് നമുക്കതിനൊന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. സോ വാട്ട് ഐ എം ഡ്രോയിങ് എ സിലിണ്ടർ ഡിയർ. ഓക്കെ, കുറച്ച് വളഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഫോർ ടു അണ്ടർസ്റ്റാൻഡ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സിലിണ്ടർ ഞാൻ വരച്ചു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്? ഇതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം റേഡിയസ് എന്ന് വെച്ചാൽ എന്താ? ഇതിൻ്റെ റേഡിയസ്, ദാറ്റ് ഈസ് എ റേഡിയസ് റൈറ്റ്. ദാറ്റ് ഈസ് ആർ ഇസ് കീപ്പ് ഓൺ ഇൻക്രീസിങ്. ആർ കൂടുകയാണ്. അപ്പം ഇങ്ങനെ വീർത്ത് വരും അല്ലേ? സിലിണ്ടർ ഇങ്ങനെ വീർത്ത് വരും. പക്ഷേ അതിൻ്റെ ഹൈറ്റിന് എന്താ പറ്റുന്നത്? ഹൈറ്റ് ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ഹൈറ്റ്. അപ്പോൾ അതിനെന്താ സംഭവിക്കുന്നത്? ഹൈറ്റ് വാട്ട് ഹാപ്പൻസ്? ഹൈറ്റ് കുറയുന്നു. അപ്പോൾ ഹൈറ്റ് കുറയുന്നു. ഓക്കെ, ഇതിങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റേഡിയസ് വന്നിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കൂടും. അപ്പോൾ യു ക്യാൻ ഇമാജിൻ ഇതിങ്ങനെ താഴോട്ട് വരും, പക്ഷേ ഇങ്ങനെ കൂടി വരും അല്ലേ? യെസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് 5 സെൻറ്റിമീറ്റർ എത്തുമ്പോഴും ഹൈറ്റ് വന്നിട്ട് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വോളിയത്തിന് എന്ത് ചേഞ്ച് വരും, എന്ത് ചേഞ്ച് സംഭവിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് തോന്നുന്നു. വിത്ത് ദിസ് ഡയഗ്രാം ഓൾസോ യു ഗോട്ട് എ ക്ലിയർ ഐഡിയ എന്താണ് ചോദിക്കുന്നതും എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എഴുതുകയാണ്. ഇപ്പം ലെറ്റ് വി ബി ദ വോളിയം, okay, volume of the cylinder, yeah, okay, then പെട്ടെന്ന് എഴുതി പോയപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, സിലിണ്ടർ. ദെൻ what you have here is then പെട്ടെന്ന് തന്നെ എഴുതാം. R is radius and ഇനി എന്താണ് H എന്ന് വെച്ച് കഴിഞ്ഞാൽ the height at a time at time t എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞ സമയത്ത് അറ്റ് ടിയിൽ അറ്റ് ടൈം ടി സമയത്ത് എന്താണ് ഇവിടുത്തെ വാല്യൂ? വോളിയം ഇസ് വി ആയിരുന്നു, റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ആണ്, എച്ച് ആണ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ. സോ നൗ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വാട്ട് യു നീഡ് ടു നോ ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് വാട്ട് ഈസ് വോളിയത്തിൻ്റെ ഫോർമുല സിലിണ്ടറിൻ്റെ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും കാണാതെ പഠിക്കാൻ പറയില്ല. നമ്മളെ താഴത്തിൻ്റെ ഏരിയ, താഴത്തെ വെച്ചാൽ എന്താ സർക്കിളാണ്, സർക്കിളിൻ്റെ ഏരിയ എന്താ πr², റൈറ്റ്? യെസ്. ദെൻ അത് മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഓരോ പ്രാവശ്യം കുറേ കോൺസെൻട്രിക് സർക്കിൾ മേളിലോട്ട് എന്ന് വെച്ചാൽ ഇൻ ടു വാട്ട് ദിസ് ഹൈറ്റ്, അപ്പം πr²h. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തായാലും നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയമൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്താ? വിത്ത് റെസ്പെക്ട് ടു ടി. ടൈം മാറുന്നതനുസരിച്ചല്ലേ നമുക്ക് ചേഞ്ച് ചെയ്യുള്ളൂ വോളിയം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈയും നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി നീഡ് ടു ഡിഫറൻഷിയേറ്റ് വാട്ട് x²ഉം h ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്തായാലും ഇത് നമുക്ക് അതേപോലെ തന്നെ dv/dt, ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഐ നീഡ് ടു ഫൈൻഡ്. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പൈ അവിടെ ഉണ്ട്. നൗ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ടേം ഇൻ ടു ഡിഫറൻസിയേഷൻ ഓഫ് ദ സെക്കൻഡ് ടേം. അതിനെങ്ങനെ എഴുതാം? dh/dt. ഓക്കെ, പ്ലസ് എ സെക്കൻഡ് ഇൻ ടു ഡിഫറൻസിയേഷൻ ഓഫ് ദ, ഇപ്പോൾ എച്ചിനെ ചെയ്തു, ഇവിടെ ഞാൻ r² ചെയ്തു. ഞാൻ സ്റ്റെപ്പ് എഴുതാം, പിന്നെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വാട്ട് ഐം ഗെറ്റിംഗ് ഹിയർ ഇസ്, ഇത് നമുക്ക് പൈ ഇൻ ടു, ഇവിടെ നമുക്ക് എച്ചിനൊന്നും ചെയ്യാനില്ല, അപ്പോൾ അങ്ങനെ തന്നെയാണ് dh/dt. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ r² അല്ലേ, r²ൻ്റെ 2 താഴെ വരും, 2r എന്നും പറഞ്ഞുകൊണ്ട് വരും, 2rh dr/dt വരും. ഓക്കെ, ഇതൊന്ന് നോക്കിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നത് ബിക്കോസ് r² ചെയ്യുമ്പോൾ 2r വരും, പിന്നെ ആറിന് എന്താ? dr തന്നെ, dr/dt. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യാം? ബിക്കോസ് ഓൾ ദ തിങ്സ് ഇസ് ഗിവൺ ഹിയർ ഡിയർ. ഇൻക്രീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത്? ഇപ്പോൾ നോക്കിയേ, ഹൈറ്റ് എന്ത് സംഭവിക്കും? ഹൈറ്റ് ഡിക്രീസസ് ബൈ വാട്ട്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് എന്താണ്? ഇവിടെ -1 വരും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ സൈൻ എന്താ കാണിക്കുന്നത്? ഡിക്രീസിങ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പ്രോബ്ലം. അപ്പം -1 എടുക്കണം. 1 എന്നേ തന്നിട്ടുള്ളൂ, -1 എടുക്കാം ബിക്കോസ് ഇറ്റ് ഈസ് ഡിക്രീസിങ്. റേഡിയസിന് എന്ത് പറ്റും? 1, ദാറ്റ് ഈസ് +1 അല്ലെങ്കിൽ 1. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതാണ് മനസ്സിലാക്കി തരാനുള്ള മെയിൻ സാധനം ഇവിടെ. ഇൻക്രീസിങ്, 1 ഇസ് ഡിക്രീസിങ്, 1 ഇസ് ഇൻക്രീസിങ്. ഇൻക്രീസിങ് ആയിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കണം, ഡിക്രീസിങ് ആയിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കണം. ഫൈൻ. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ? അപ്പം നമുക്കിവിടെ എന്താണ്? dv/dt കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ അവിടെ തന്നെ ഉണ്ട്. ദെൻ യുവർ റേഡിയസ് r തന്നിട്ടുണ്ട്. എന്താണ്? റേഡിയസ് ഇസ് 5. അപ്പോൾ 5² ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എന്താ? -1. ദെൻ യു ഹാവ് +2 ഇൻറ്റു r എന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ ഇറ്റ് ഈസ് 5. അപ്പോൾ 5ഉം 15 ഉള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ h എന്താ? 15. ദെൻ dr/dt എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇത് നമുക്ക് കിട്ടി. സോ dv/dt ഇസ് ഈക്വൽ ടു നമുക്ക് പൈ ഇൻറ്റു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ -25 ആൻഡ് ദിസ് വിൽ ബി പ്ലസ്
ഇത് വന്നിട്ട് 2 into 5 is 10 150 അപ്പോൾ 150 വരും അപ്പോൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 125 സോ 125 പൈ ഇത് വോളിയം ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ് ബിക്കോസ് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് വൈ വോളിയം ആയതുകൊണ്ട് ബൈ സെക്കൻഡ് സോ ദിസ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വെൻ all these conditions are given ഇതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻക്രീസിങ് ഡിക്രീസിങ് അബൌട്ട് വാല്യൂ ആ സൈൻ കൊടുക്കുന്നത് ഇസ് ഇമ്പോർട്ടൻറ്റ് മൂവ് ഓൺ ടു ദ സി പാർട്ട് ദെൻ അപ്പോൾ ഓൺ ടു ദ സി പാർട്ട് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് 1 on the curve this whole thing ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ തരാറുള്ളത് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തരാറുള്ളത് ഇങ്ങനെ തന്നു കഴിഞ്ഞാലും നമ്മൾ എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനൊക്കെ ഓക്കെ എങ്ങനെ തന്നെ തന്നാലും നമുക്ക് ചെയ്യാൻ അറിയണം കേട്ടോ now this is gonna be നമുക്ക് എന്തായാലും നമുക്ക് dy by dx ആണ് നമുക്ക് കണ്ടുപിടിക്കണം ദാറ്റ് ഈസ് ദ സ്ലോപ്പ് അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ സോ ഡിഫറൻഷിയേറ്റിംഗ് with respect to x yeah what I'm getting here ഇത് എന്ത് കിട്ടും this is 4x അല്ലേ 4x plus ഇത് വന്നിട്ട് 6y dy by dx is equal to 0 because 5 0 which implies എന്ത് കിട്ടും നമുക്ക് dy by dx അല്ലേ വേണ്ടത് അപ്പോൾ ഓക്കെ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം 6 dy by dx is equal to ഇത് അപ്പുറത്ത് പോയപ്പോൾ -4x so dy by dx is equal to minus 4x by ഇത് താഴെ പോയപ്പോൾ 6y which I can also write it as what minus ഇത് രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 2 ഇത് 3 ഓക്കെ സോ 2x by 3y അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ what is next step നമുക്ക് dy by dx എന്ന് എഴുതേണ്ടത് പക്ഷേ at what at that point ഏത് പോയിൻ്റാ 1 തന്നിട്ടുണ്ട് അല്ലേ യെസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും x1 മറ്റേ y1 അപ്പോൾ ഇങ്ങനെയല്ലേ കിട്ടുന്നത് നമ്മളെ സ്ലോപ്പ് അല്ലേ സ്ലോപ്പ് കിട്ടിയില്ലേ അപ്പോൾ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതിക്കൂടെ നമ്മൾ കുറേ നേരം കൊണ്ട് നമ്മൾ എഴുതുന്നു ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് വേണമെങ്കിൽ അറ്റ് 1 ഇസ് നമ്മളെ ഇക്വേഷൻ എന്താണ് y മൈനസ് y1 നമ്മൾ ഡെറിവേറ്റീവ് അല്ലേ dy by dx ഇൻറ്റു എക്സ് മൈനസ് x1 എന്തായാലും നമുക്കറിയാം y1ൻ്റെ വാല്യൂ ഇസ് 1 ആൻഡ് x1ൻ്റെ വാല്യൂ ഇസ് അഗെയിൻ 1 അത് തന്നിട്ടുണ്ട് നമ്മളെ പോയിൻറ്റ്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് അതെടുത്ത് ചെയ്യാം സോ വിച്ച് ഇംപ്ലൈസ് വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു എന്താ dy by dx -2/3 ഇൻറ്റു എക്സ് മൈനസ് 1 അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ഓക്കെ വാട്ട് ഇസ് ഇറ്റ് വൈ അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ദറ്റ്സ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വെറുതെ എഴുതിയാൽ മാത്രം മതി കേട്ടോ ഇത് തന്നെയാണ് സ്ലോപ്പ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ സ്ലോപ്പ് ഇത് തന്നെയാണ് ഓക്കെ കഴിഞ്ഞു പക്ഷേ കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നത് മാത്രം ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു ദെൻ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ -1 plus okay minus 2/3 equal to 0 which implies y plus 2x by 3 this one 3 മേളിൽ പോയി 3 minus 2 minus 5/3 is equal to 0 this is gonna be the answer like ഇനിയിപ്പോൾ 3 എനിക്ക് വേണമെങ്കിൽ പല രീതിയിലൊക്കെ എഴുതാം പല ഒരു രീതിയും കൂടി ഞാൻ എഴുതി തരാം 3നെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു ഇത് തന്നെയല്ലേ ഇതിങ്ങോട്ട് ഇപ്പോൾ 2 then 3 5 യെസ് ഇതിനെ ഞാൻ വേണമെങ്കിൽ 3 ഒന്ന് കോമൺ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് വരും 3y ഓക്കെ പ്ലസ് 2x -5 ഓക്കെ -5 അടുത്ത ഹോൾ 3 വന്നില്ലേ ബിക്കോസ് ആ 3 അല്ലേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത ഈ 3 ഇൻറ്റു 0 തന്നെയാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് എഴുതി കൂടെ ദിസ് ഇസ് ഓൾസോ എൻ ആൻസർ എന്താണ് 3y പ്ലസ് 2x -5 is equal to 0 is again an answer അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം പല രീതിയിൽ കേട്ടോ ദിസ് ഇസ് വാട്ട് the last question 2015 last question അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് വി വിൽ ബി മൂവിങ് ഇൻ ടു അവർ ഹാർഡ് കോർ തിയറി വളരെ ചുരുക്കത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ നമുക്ക് അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിപ്പോൾ 5 year question paper നിങ്ങൾ സോൾവ് ചെയ്ത് യെസ് ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു സോൾവ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് നൈസ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്
അഥവാ കുറച്ചും കൂടി ഒരു ഡീപ്പർ നോളജ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിയറി ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് ഗോണ ബി വേ ഈസി. എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ തിയറി തരുന്നതാണ്, സെപ്പറേറ്റായിട്ട് ഞാൻ ഇത് തിയറി ഇടുന്നതും കൂടെയാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് തിയറി ചെയ്യാം ഇതിൻ്റെ. ഓക്കെ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ആഫ്റ്റർ ദിസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന് നമ്മൾ തിയറി നല്ല ഷോർട്ടായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ട്രൈ. നമുക്ക് എത്രമാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഐ വിഷ് ദാറ്റ് എവ്രി വൺ ഗെറ്റ്സ് എ ക്ലിയർ ഐഡിയ. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഈ ടോപ്പിക്സൊക്കെ. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇഫ് യു ഗെറ്റ് ദിസ് വൺ ദെൻ ദിസ് ചാപ്റ്റർ ഈസ് വെരി ഈസി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനെ കുറിച്ചാണ്. ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയാം. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു തന്നിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻറ്റ് ആൻഡ് നോർമൽ. ടാൻജൻറ്റ്, നോർമൽ, അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ വിട്ടോളൂ, ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകണം മാക്സിമം ആൻഡ് മിനിമം. അതിനകത്ത് ഫസ്റ്റ് ഓർഡർ ടെസ്റ്റ് നമ്മൾ പഠിക്കും, സെക്കൻഡ് ഓർഡറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ആവുന്നുണ്ടോ ഡിക്രീസ് ആവുന്നുണ്ടോ, എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത് എങ്ങനെയാണ് ഡിക്രീസ് ആവുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകണം. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കേട്ടിട്ട് നിങ്ങളൊരു പീസ് ഓഫ് പേപ്പറിനകത്ത് എഴുതി വേണം പോകാൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് അല്ലേ, അപ്പോൾ ഡോണ്ട് ടേക്ക് എനി റിസ്ക്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതി, ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതി. ഞാനിവിടെ എഴുതുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഹിയർ, ഇവിടെ ഒരു മൈനസ് എൻ്റെ ഡിഫറൻസ് ആണ്. പക്ഷേ അതെങ്ങനെ ഗ്രാഫിനകത്ത് നമുക്ക് എങ്ങനെ റിഫ്ലക്റ്റ് ആവും ഈ ഒരു മൈനസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മൾ ഗ്രാഫ് അല്ലേ, ഇതാണ് നമ്മളെ ഗ്രാഫ്. ഇവിടെ ഞാൻ അതേപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ദിസ് ലൈക്ക് ദിസ്, റൈറ്റ്? ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഗ്രാഫിനകത്ത് ഈ ഒരു ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലല്ലേ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിൽ അല്ലേ. എം നമുക്കറിയാം, എം ഇസ് ആക്ച്വലി ദ സ്ലോപ്പ് അല്ലേ, എം ഇസ് ദ സ്ലോപ്പ്. അപ്പോൾ ഇതൊരു ലൈനിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സിന് മുമ്പ് വരുന്ന ആ ഒരു കോഎഫിഷ്യൻ്റാണ് നമ്മുടെ സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ എന്താണ്, 1 ആണ്, 1. സോ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1ഉം ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പസ് -1 ആണ്, റൈറ്റ്? അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? എനിക്ക് കിടക്കുന്ന ഈ 2 എന്താണ്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. 2 ഇസ് നത്തിങ് ബട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വൈ ആക്സിസിൻ്റെ ഇൻ്റർസെപ്റ്റാണ്. ഓക്കെ, ഇൻ്റർസെപ്റ്റാണ്. അതെന്താ 1, 2. ഇതല്ലേ നമ്മളെ എക്സ് ആക്സിസ്, ദിസ് ഇസ് മൈ വൈ ആക്സിസ്, ദിസ് ഇസ് മൈ എക്സ് ആൻഡ് ദിസ് മൈ വൈ. അപ്പോൾ ഇവിടെയും നമുക്ക് 2, ഇതാണ് നമ്മളുള്ള ആ ഇൻ്റർസെപ്റ്റ്, ഇതാണ് നമ്മളെ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ലൈൻ എങ്ങനെ പോവും എന്നുള്ളത് അടുത്തത് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ആണ് സ്ലോപ്പ്. സ്ലോപ്പ് 1 എന്നുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് 45 ആയിരിക്കും. ഓക്കെ, അതാണ് ടാൻജൻറ്റ്, ടാൻ. ഓക്കെ, നൗ ദാറ്റ് ഇസ് 45. അപ്പം ഇവിടെ സ്ലോപ്പ് 1 ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ ഞാൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന്, ഇതിനെ നമുക്ക് ഹൊറിസോണ്ടൽ പോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ പോവുകയാണ് ഈ ലൈന്. എങ്ങനെയാണ്, ഇങ്ങനെ. ഇതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അതിൻ്റെ തീറ്റ. ദാറ്റ് ഈസ് ഇൻഫാക്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രിയാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ടെക്നിക്കൽ വൈസ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഗ്രാഫ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വരയ്ക്കേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ 45 എന്നൊക്കെ എടുത്ത് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈൻ എക്സാക്ട്ലി പോകുന്നത് ഇങ്ങനെയാണ്. 45 എങ്ങനെ വരുന്നത്, ഇവിടെ 1 നമ്മളെ ടാൻ അല്ലേ, ടാൻ ഇൻവേഴ്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 45 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ലൈൻ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നറിയാമോ? ഇത് 2 തന്നെയാണ്. ഇവിടെ എങ്ങനെ പോകും, ഇതിൻ്റെ സ്ലോപ്പ് -1 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, ഞാൻ ഇതിവിടെ പ്ലോട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് -1 ആണ്. ദാറ്റ് മേക്സ് ദ ആംഗിൾ നമുക്ക് 90 + 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ കം ലൈക്ക് ദിസ്. ഈ ഒരു ലൈൻ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതിനകത്തും ഏത് ആംഗിൾ എടുക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ആവശ്യമില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതാണ് അതിൻ്റെ ആംഗിൾ. ദാറ്റ് ഈസ് എക്സാക്ട്ലി 135 ഡിഗ്രി.
Okay, 135. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 + 45. ഇതാണ് നമ്മളെ 45 കേട്ടോ. ഇതാണ് നമ്മളെ 90. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് ഗുഡ്. നിങ്ങളെ മാത്സിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ട് നടത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എഴുതാം. ആസ് എക്സ് ഇൻക്രീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ, എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് എക്സിൻ്റെ വാല്യൂ കൂടുകയല്ലേ. എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ലൈൻ? വൈൻ്റെ വാല്യൂ എവിടെ എന്ത് പറ്റുക? വൈൻ്റെ വാല്യൂ കൂടി പോവാണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി വൈൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ? എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് പറ്റുക? അതേപോലെ കൂടുകയാണ്. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വാട്ട് ഈസ് ഇറ്റ് സേസ്? ഇറ്റ് സേസ് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ്. അപ്പോൾ ഇത് ഞാൻ ഗ്രാഫിനെ നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാഫ് ഞാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഐ ക്യാൻ സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവും മുകളിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറയുന്നത്. ഡൺ. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ആസ് എക്സ് ഇസ് ഇൻക്രീസിങ്, എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞ് ഈ വാല്യൂ കുറഞ്ഞ് ഇങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യണം. ദാറ്റ്സ് വൈ ദിസ് ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ അല്ലേ. ദിസ് ഇസ് ഡിക്രീസിങ്, റൈറ്റ്? എനി പ്രോബ്ലം? ഇത് ഡിക്രീസിങ് ആണ്. അടുത്ത ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ്. ഓക്കെ, നമ്മൾ അടുത്ത വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഇപ്പം സപ്പോസ് ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ. എങ്ങനെയാണ്? ലൈക്ക് ദിസ് അല്ലേ. ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. നിങ്ങൾ സൈൻ വേവ് അല്ലേ. ദിസ് ഗോസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇൻട്രവൽ ഉണ്ട്. ഇറ്റ്സ് ഫ്രം 0 ഇൻട്രവൽ എന്നല്ല, ഇറ്റ് ഹാവ് സർട്ടൻ പോയിന്റ് അല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 90 π/2. ഇത് വന്നിട്ട് നമുക്ക് പൈ ആണ്. ഇറ്റ് ഈസ് 180. എന്നിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3π/2. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2π. അപ്പോൾ അങ്ങനെ നമുക്ക് വി ഹാവ് certain എക്സ് വാല്യൂസ് അല്ലേ. ഇതല്ലേ നമ്മളെ എക്സ് ആക്സിസ്, ഇത് നമ്മളെ വൈ ആക്സിസ് അല്ലേ. എക്സ് ആക്സിസ് വൈ ആക്സിസ്. യെസ്. നൗ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഇൻക്രീസിങ് ഡിക്രീസിങ് തന്നെ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കിയേ, ഇത് ഇൻക്രീസ് ആവുന്നുണ്ട്, ദെൻ ഇറ്റ്സ് ഗോസ് ഡൗൺ, റൈറ്റ്? ഡിക്രീസ് ആവുന്നുണ്ട്, ദെൻ അഗെയിൻ ഡിക്രീസ് ആവുന്നുണ്ട്, ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ സേ ഇസ്, ഇപ്പം 0 to ഇവിടെ 0 to എന്താ? π/2. എനിക്ക് എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിക്കുകയാണ്, ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസ് ചെയ്യണോ? യെസ്, പിക്ചർ ഉണ്ട്, ഞാൻ വെരി ക്ലിയർ. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ ദ ഫംഗ്ഷൻ ഈസ് ഗ്രോയിങ്, ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്, റൈറ്റ്? സോ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, റൈറ്റ് ഹിയർ. മനസ്സിലാവുന്നുണ്ടോ? ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ക്ലിയർ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഏതാണ്? ഇത് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഇറ്റ്സ് ഇൻക്രീസിങ്. വാട്ട് അബൌട്ട് ദി അതർ വൺ? അപ്പോൾ ഇതിപ്പോൾ താഴോട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഇതിന് ശേഷമാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം താഴോട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു പോർഷനിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ, ഇത് മനസ്സിലാവുന്നുള്ളേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ താഴോട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിങ് ഫ്രം വാട്ട്? ഇപ്പോൾ π/2 ടു ഏത് വരെയാ? പൈ വരെയാണ് ഞാനിപ്പോൾ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ ഇസ് വാട്ട്? ഡിക്രീസിങ്. ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം π to 3π/2 നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഫ്രം 3π/2 to 2π എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രീസിങ് അല്ലേ. അപ്പം ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഒരു കാര്യവും കൂടെ. ഓക്കെ, ഇപ്പം നമ്മൾ പറയൂ 0 to π വരെ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 0 to π ഒന്ന് നോക്കിയാൽ ഇവിടം തൊട്ട് ഇതുവരെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? പറയാൻ പറ്റുമോ? ഇൻക്രീസിങ് ആണോ ഡിക്രീസ്? ഒരു ഭാഗം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നൈദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഓക്കെ ഡിയർ, അപ്പോൾ ഇത് വന്നിട്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യാം. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ വാട്ട്? ദ ഇൻട്രവൽ. അപ്പോൾ ഒരു ഇൻട്രവൽ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ
നമുക്കൊരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സേ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമുക്ക് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ യു വിൽ ബി ക്ലിയർ വിത്ത് ദാറ്റ് ദിസ് കൺസെപ്റ്റ്. ഇപ്പം സപ്പോസ് ഞാൻ ഇത് എന്തിനാണ് നമ്മൾ അങ്ങനെ ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഏത് കാര്യമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പം നമുക്ക് ഈ ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും അല്ലേ? വി നോ ദിസ് ഗ്രാഫ്. അത് എങ്ങനെ മുകളിലോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വാട്ട് ഇഫ് ഐ ഹാവ് സംതിങ് ലൈക്ക് ദിസ് x+1 ദ ഹോൾ ക്യൂബ് പ്ലസ് അപ്പോൾ x-3 ദ ഹോൾ ക്യൂബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ f(x) അല്ലെങ്കിൽ y=2 എന്ന് പറഞ്ഞ് നമുക്ക് തരികയാണെങ്കിൽ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഹൗ ഡു യു നോ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഡിക്രീസിങ്? ഇതിൻ്റെ ഗ്രാഫ് അറിയുമോ എങ്ങനെയാണെന്നുള്ളത്? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രാഫ് തന്നെ അറിയത്തില്ല എങ്ങനെ ഇരിക്കുമോ എന്നുള്ളത്. ഗ്രാഫ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പറയാം അത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ f'(x) കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന സാധനങ്ങളെല്ലാം കുറച്ചൊന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തിയറി കിട്ടും. യു ക്യാൻ ക്രാക്ക് എനി ക്വസ്റ്റ്യൻ. ഇതെന്ന് വെച്ചാൽ എന്താ? സ്ലോപ്പ്. ഞാൻ കുറച്ച് അധിക കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് റിലേറ്റ് ചെയ്തു ഒന്ന് ഓർത്ത് വെച്ചോളാം. ഇത് സ്ലോപ്പാണ്. ഞാൻ പറഞ്ഞു dy/dx കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പാണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് വാട്ട്? നമ്മൾ f'(x) അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ മനസ്സിലാക്കുക, ദിസ് ഇസ് നത്തിങ് ബട്ട് dy/dx ഇങ്ങനെ എഴുതണം. ഓക്കെ, dy/dxന് എനിക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണോ ഏത് ഫംഗ്ഷനാണോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ സ്ലോപ്പാണ്? ഇത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് f(x) ഇപ്പോൾ f(x) ഞാൻ പെട്ടെന്ന് പറയുകയാണ്. നോട്ട് f(x) f'(x) =0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് വന്നിട്ട് 0 ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു കേർവ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ തന്നെ ഞാനൊരു കേർവ് വരയ്ക്കുകയാണ്, ഇങ്ങനെ ഒരു കേർവ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ടാൻജൻറ്റ് ലൈക്ക് ദിസ് അല്ലേ? ഇങ്ങനൊരു ടാൻജൻറ്റ് കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ഗ്രാഫ് വൈസ് നിങ്ങൾക്കിപ്പം ഇത് പറഞ്ഞതിന് ശേഷം നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു ടാൻജൻറ്റ് ഞാനിപ്പോൾ വരച്ചത് ദാറ്റ് ഈസ് ഇൻക്രീസിങ്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ടാൻജൻറ്റ് എങ്ങനെ ഇരിക്കും? ദിസ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? കുറച്ചും കൂടെ പോയി ഈ ഒരു പോയിന്റിലെത്തിയാൽ ഇഫ് ഇറ്റ് റീച്ചസ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് എന്നാൽ നമ്മളെ ടാൻജൻറ്റ് എങ്ങനെ ഇരിക്കും നോക്കിയാൽ? ടാൻജൻറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? ഇവിടെ ടച്ച് ചെയ്ത് പോകും. ടാൻജൻറ്റ് ഏതിന് പാരലൽ ആയിരിക്കും? ദിസ് വിൽ ബി പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഈ ഒരു എക്സ് ആക്സിസുമായിട്ട് പാരലൽ ആയിരിക്കും ഈ ഒരു ടാൻജൻറ്റ്. ആണോ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ f'(x) എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തന്നെ അല്ലേ? അപ്പോൾ f'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് 0 ആവുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് f'(x). അപ്പോൾ അതിൻ്റെ അർത്ഥം വി ഹാവ് 2 കണ്ടീഷൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് f'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാ? ഇവിടെ ഇറ്റ് ഹാവ് എ സർട്ടൺ വാല്യൂ. അത് എപ്പോഴും 0നെയും കാട്ടി, 0 എന്ന് വെച്ചാൽ എന്താ? ഞാനിപ്പോൾ പറഞ്ഞു 0 അതിനെയും കാട്ടി കൂടുതൽ ആണെങ്കിൽ സ്ലോപ്പ് യു വിൽ ഓൾവേസ് ഗെറ്റ് ടു സീ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് പോവും ഈ ഫംഗ്ഷൻ. എവിടം വരെ? ഇവിടം വരെ. അത് ഇൻക്രീസ് ചെയ്ത് പോവും. ആ 0ലെത്തി. അതിനുശേഷം if f'(x) is less than 0 ആണെങ്കിൽ what you can say function is decreasing. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടാൻജൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ സ്ലോപ്പ് കാര്യങ്ങളൊക്കെ ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വി ഡോണ്ട് ഹാവ് ദ ഗ്രാഫ്. ഇത് ഗ്രാഫ് ഞാൻ വരച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. വെൻ യു ഹാവ് സച്ച് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുമ്പോൾ വാട്ട് യു നീഡ് ടു ഡു ഇസ് ദാറ്റ് യു ജസ്റ്റ് നീഡ് ടു ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇങ്ങനെ നമുക്ക് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം യു നീഡ് ടു ചെക്ക് ദീസ് 2 കണ്ടീഷൻസ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദെൻ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദെൻ ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അത് മനസ്സിലാക്കുക. അതിനാണ് ഞാനിവിടെ ഇത് വരച്ചത്. അത്ര മാത്രമേ ഉള്ളൂ. അത്ര മാത്രം ആലോചിക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇൻക്രീസിങ്ങിൻ്റെ ഡിക്രീസിങ്ങിൻ്റെ കുറച്ചൊരു ഗ്രാഫ് ഒന്ന് നോക്കാം. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വൈഡ് ഒരു അറിവ് കിട്ടും, ഒരു നോളജ് കിട്ടും അബൌട്ട് ഹൗ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് നോക്കാം.
അടുത്ത ഇൻക്രീസ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനകത്ത് നമുക്ക് ഈ ഗ്രാഫ്സ് നമുക്ക് നോക്കാം. ഈ ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഗ്രാഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. സോ ഇതിൻ്റെ രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ദറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്. അതിനെ ഞാൻ എന്താണ് നോക്കണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കണമെന്ന് പറഞ്ഞു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. പക്ഷേ ഇവിടെ ഗ്രാഫ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് തന്നെ നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതെന്തായാലും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇൻക്രീസിങ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ താഴെ ഉണ്ട് ഡിക്രീസിങ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോയിൻറ്റ് എ എന്ന് വെച്ചോ, ഈ ഒരു പോയിൻറ്റ് ബി, ഓക്കെ, എ ടു ബി. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഐ ക്യാൻ സേ വിത്ത് ദ ഗ്രാഫിനെ വെച്ച് എനിക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇവിടെ എന്താണ് ഞാൻ എഴുതിക്കുന്നത്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്നാണ് എഴുതിക്കുന്നത്. ഈ ഒരു പോയിൻ്റ് ഏതാ? എ എന്ന് വെച്ചോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണെന്ന് വെച്ചോ. ഇതിനെ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്? ഞാൻ എഴുതിയാൽ എന്താ ഡിഫറൻസ് കാണുന്നത്? ഇവിടെ ഈക്വൽ ടു 0 കൂടെ ഉണ്ട്, ഇവിടെ ഈക്വൽ ടു 0 ഇല്ല. ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം ഇതിനകത്ത് ടാൻജൻറ്റ് എന്തായാലും വരില്ലല്ലോ, ബിക്കോസ് ഇത് ലീനിയർ ലൈനല്ലേ. അപ്പോൾ ഒരു ലൈനിൻ്റെ അത് തന്നെയാണ് സ്ലോപ്പ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ അത് നോക്കുകയാണെങ്കിൽ നോക്കേ, ഇത് പോയി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ എന്ത് പറ്റി അതിൻ്റെ പിന്നെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഐ കനോട്ട് ടെൽ ദാറ്റ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ഐദർ, അല്ലേ? അത് ഡിക്രീസ് ആവുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് 0 തന്നെയാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ ബി 0. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് വാട്ട്? ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ അതിവിടെയാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ, വാട്ട് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ. ഇവിടെ 0 വരും, സ്ലോപ്പ് കണ്ട 0 ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ പാരലൽ ടു എക്സ് ആക്സിസ് ഈ സ്ലോപ്പ് 0. അപ്പോൾ അതുകൊണ്ടാണ് ഈക്വൽ ടു 0 എന്നും കൂടെ ഞാനിവിടെ ഇട്ടത്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഈക്വൽ ടു 0 എന്ന് ഇടാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കം ഡൗൺ. ഇവിടെയും എന്താണ് നമുക്കറിയാം, ടേം എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഇറ്റ് ഈസ് സ്മോൾ, ലെസ് ദാൻ 0. പക്ഷേ ഇവിടെ ഈക്വൽ ടു കൂടെ വരും. വൈ? നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പം ഞാൻ ഈ ഒരു ഇൻ്റർവൽ എ, ദിസ് ഇസ് ബി, ഈ ഒരു ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ലോപ്പ് 0 ആണ്. ഓക്കെ, സ്ലോപ്പ് 0 ആവുന്നുണ്ട്. പക്ഷേ ഐ കനോട്ട് സെൽ ദാറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് ഹിയർ ഡിക്രീസിങ് ഫംഗ്ഷൻ. ബട്ട് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്താ? ഇറ്റ്സ് കണ്ടിന്യൂസ്ലി, ഇറ്റ് ഈസ് കീപ്പ് ഓൺ ഡിക്രീസിങ്. അപ്പോൾ ഏത് ഇൻ്റർവെല്ലിൽ നമുക്കിപ്പോൾ ഇവിടെ ബി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻക്രീസിങ് ഇൻ വാട്ട്? ഇൻ ദെൻ സെർട്ടൺ ഇൻ്റർവെൽ എ ടു ബി. അപ്പോൾ വേർ നമുക്കിങ്ങനെ പറയാം, വേർ എക്സിൻ്റെ വാല്യൂ ഇസ് എൻ എലമെൻറ്റ് ഇൻസൈഡ് വാട്ട്? എ ടു ബി. ഓക്കെ, എ ടു ബിനകത്ത് എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഫ്രം എക്സ് എൻ എലമെൻറ്റ് ഇൻസൈഡ് എ ടു ബി, എനിക്കിവിടെ പറയാം ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ദ സെയിം വേ ഓവർ ഹിയർ. അപ്പോൾ ഇവിടെ എന്തെഴുതും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. ഐ കനോട്ട് സേ ഈക്വൽ ടു, എനിക്ക് പറയാൻ പറ്റില്ല. ഐ ഹോപ്പ് ദിസ് ഇസ് വെരി മച്ച് ക്ലിയർ. വലുതായിട്ടൊന്നുമില്ല. ഇവിടെ എന്താണ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്, ഡിക്രീസ് ആവുന്നുണ്ട്. ഇവിടെ ഡിക്രീസ് ആവുന്നുണ്ട്, പിന്നെ ഇൻക്രീസ് ആവുന്നുണ്ട്, അല്ലേ? ഓക്കെ, ഈ ഹാഫിൽ ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്, ഇവിടെ വന്ന് ഡിക്രീസ് ആവുന്നുണ്ട്, ഇവിടെ ഡിക്രീസ് ആവുന്നുണ്ട്, പിന്നെ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ഇഫ് ഐ ടേക്ക് ദിസ് പെർട്ടിക്കുലർ തിങ് ഓർ ഈ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്, അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. only thing is that എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുക. ദീസ് ആർ ദ 4 കണ്ടീഷൻസ്. ഇതൊന്ന് നോക്കുക. ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനനുസരിച്ചായിരിക്കും നമ്മളെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ട ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. വേറാസ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇതിൻ്റെ ഇൻ്റർവെൽസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വൺ ആൻഡ് ദെൻ ഗോയിങ് ബാക്ക് ആൻഡ് ഡൂയിങ് ദ പ്രോബ്ലം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഐഡിയ കിട്ടും കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നല്ല ഐഡിയ കിട്ടും എന്താണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് വന്നിട്ട് ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് ആൻഡ് നോർമൽ ടു എ കർവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം മനസ്സിലാക്കുക ഒരു കർവിൻ്റെ ടാൻജൻറ്റ് എന്താണ്, നോർമൽ എന്താണ്.
ഇതൊരു കേർവ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റിൽ കൂടെ പോകുന്നതാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഇസ് മൈ ടാൻജൻറ്റ്, റൈറ്റ്? യെസ്, ദിസ് ഇസ് മൈ ടാൻജൻറ്റ്. അപ്പം നോർമൽ എങ്ങനെ വരും? നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് പോകുന്നത്, അതിൻ്റെ 90 ഡിഗ്രി പെർപെൻഡിക്കുലറായിട്ട് പോകുന്നതാണ്. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ്സ് എ നോർമൽ. ദാറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? ഓക്കെ. അടുത്തത്, ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനും നോർമലിൻ്റെ ഇക്വേഷനും എഴുതാൻ വേണ്ടി ചോദിക്കാം. നമുക്ക് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടാൻജൻറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ടാൻജൻറ്റിനെ കുറിച്ച്, ഇതേ ടാൻജൻറ്റിനെ ഞാനിവിടെ വരച്ചു, ഇങ്ങനെ ഒരു ടാൻജൻറ്റ്, റൈറ്റ്? ഇത് ഇങ്ങനെയല്ലേ ടാൻജൻറ്റ്? അതിനകത്ത് ഈ ഒരു പോയിൻറ്റ് ഇവിടെ ഒക്കെ ഇങ്ങനെ, ഈ പോയിൻ്റാണ് ഞാനിവിടെ എഴുതിക്കുന്നത്. ഇതിപ്പോൾ O ആണെങ്കിൽ ഇത് O എന്ന് പറഞ്ഞ പോയിൻറ്റ്. എനിക്കറിയാം ഈ പോയിൻറ്റിൻ്റെ ഈ പോയിൻ്റ് എന്താണ് എക്സ് വാല്യൂ എന്നുള്ളത്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x1, ഇത് y1 ആണ്, നമുക്കറിയാം. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ സ്ലോപ്പ് m, അതും എനിക്കറിയാം. സ്ലോപ്പും എനിക്കറിയാം, ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണെന്ന് അതും എനിക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ യു നീഡ് ടു നോ ഹൗ ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അറിയണം. ഓക്കെ, ടാൻജൻറ്റ് when you know what, when you know a point, ഒരു പോയിൻ്റ് നമുക്കറിയണം, അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ സ്ലോപ്പും അറിയണം. അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെ കാണും, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഇക്വേഷൻ? നമ്മൾ ലൈൻ്റെ y മൈനസ് y1, y എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ y കോർഡിനേറ്റ് y, ഓക്കെ, ദാറ്റ് ബിറ്റ് y1 എന്താ? ഇവിടെ കിടക്കുന്ന y1, ഇതാണ് y1, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. y1 ഇത് സെയിം തിങ്, ദിസ് വൺ സെയിം തിങ്. എന്നിട്ട് ഈക്വൽ ടു നിങ്ങൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c, അതേ തന്നെയാണ്. ഓക്കെ, വേർ ഇറ്റ് ഈസ് ദിസ് വൺ ഇസ് യുവർ m. ഇവിടെ നിങ്ങൾ m വരൂലേ, m വിച്ച് ഇസ് ദിസ് വൺ m അല്ലേ, ഇൻ ടു വാട്ട്? നിങ്ങൾ x മൈനസ് x1. എന്താണ് x1? ഇവിടെ കിടക്കുന്നതാണ് x1, ഇത്. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്താ പറയുക, ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഓക്കെ, ഇത് ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ തിയറി പഠിപ്പിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ലൈക്ക് യുവർ തിയറി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് m എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ സ്ലോപ്പാണ്? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. നമുക്ക് പൊതുവേ നമുക്ക് f ഓഫ് x എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിരിക്കില്ലേ, f ഓഫ് x തന്നിരിക്കുമല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൻ്റെ f ഡാഷ് ഓഫ് x എടുക്കുന്ന എന്താണ് ആക്ച്വലി? നമ്മളെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് തന്നെയല്ലേ, ഇത് സ്ലോപ്പ് തന്നെയല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എമ്മിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാൻ വേണമെങ്കിൽ y മൈനസ് y1 ഇസ് ഈക്വൽ ടു dy/dx ഇൻറ്റു x മൈനസ് x1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. ഇതാണ് നമ്മളെ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. മനസ്സിലായോ? ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ. ഓക്കെ, ഇനി ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. പിന്നെയും പറയാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതൊരു കാര്യം, നോർമലിൻ്റെ അവിടെ ഇരിക്കട്ടെ, അതിന് മുമ്പേ ഇവിടെ തന്നെ പറയാം. ഇപ്പം രണ്ട് ലൈൻ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ സേ 2 ലൈൻസ് ആർ പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് m1ഉം ഇതിൻ്റെ സ്ലോപ്പ് m2ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ക്യാൻ സേ m1 ഈസ് ഈക്വൽ ടു m2 എന്ന് പറയാം. ആണോ ഇല്ലേ? യെസ്, ദാറ്റ് ഈസ് അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇപ്പം സപ്പോസ് ഇപ്പം ഈ ലൈൻ ഇങ്ങനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്ലോപ്പ് m1, ഇതിൻ്റെ സ്ലോപ്പ് m2. ഇതിന് ഞാൻ സ്ലോപ്പ് m1 ഇൻറ്റു m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഈസ് -1 എന്ന് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ഇതിനൊന്നും ക്ലാരിഫിക്കേഷനോ എങ്ങനെ കിട്ടിയെന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് 2 സ്ലോപ്സ് ആർ ഗിവൺ, അത് രണ്ട് ലൈനും വന്നിട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും? അല്ലെങ്കിൽ m1 ഇൻറ്റു m2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? -1 ആണ്. ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അത്ര മാത്രം വെച്ചിരിക്കുക. ബിക്കോസ് നമ്മൾ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് നോർമലിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻറ്റിൻ്റെ 90ൽ വരുന്നതാണ് നോർമൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ സപ്പോസ് ഇഫ് ഐ ആം ആസ്കിങ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് നമ്മളെ നോർമൽ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും ക്വസ്റ്റ്യന് നമുക്ക് തന്നിരിക്കും f ഓഫ് x, നമ്മൾ f ഡാഷ് ഓഫ് x നമ്മൾ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ദ സ്ലോപ്പിൻ്റെ ടാൻജൻറ്റ് അല്ലേ, സ്ലോപ്പിൻ്റെ ടാൻജൻറ്റ് അല്ല, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്കിവിടെ കിട്ടും, വിച്ച് ഈസ് dy/dx. നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതും. പക്ഷേ അതിൽ നിന്ന് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് നോർമലിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് യു നീഡ് ടു ഡു ഇസ് സെയിം തിങ് വിത്ത് y മൈനസ് y1
അവിടുത്തെ പോയിന്റ് എവിടെയാണ്? സെയിം പോയിന്റ് തന്നെ ആയിരിക്കില്ലേ? ഇപ്പോൾ ഇതേ പോയിന്റിൽ തന്നെ ആയിരിക്കില്ലേ ഇങ്ങനെ പോകുന്നത് നോർമൽ? ഇപ്പോൾ ഈ പോയിന്റ് ഓക്കെ, ഇങ്ങനെയല്ലേ നോർമൽ പോകുന്നത്? അതേ പോയിന്റിൽ കൂടെ തന്നെ ഓക്കെ, ആ പോയിന്റ് തന്നെ ആയിരിക്കും കേട്ടോ, അല്ലാതെ വേറെ ഒന്നും വരില്ല. അപ്പോൾ അതേ പോയിന്റ് ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ലോപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ വരുന്നതും നമുക്കെന്താ എക്സ് മൈനസ് എക്സ് വൺ. ബാക്കിയുള്ള എല്ലാം സെയിം ആണ്, പക്ഷേ ഇവിടെയുള്ള എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ വരുന്നത്? -1. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ -1/dy/dx എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ സ്ലോപ്പ് -1 ആ ഒരു വാല്യൂ എഴുതുന്നതാണ് ആക്ച്വലി യുവർ ഇക്വേഷൻ ഓഫ് യുവർ നോർമൽ. ഫൈൻ, ഐ തിങ്ക് ഇറ്റ്സ് ഇസ് പ്രിറ്റി ക്ലിയർ. ഞാൻ വലിയ ഹൈഫൈസ് തിങ് ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ടാൻജൻറ്റിൻ്റെയും ഒന്ന് നോർമലിൻ്റെയും. ടാൻജൻറ്റിനെ വന്നിട്ട് നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻ തന്നിരുന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്, f(x) ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ x³ + 5x + 2 എന്ന് വല്ലതും തരികയാണ്. വാട്ട് ഐ എം ഡൂയിങ്, f(x) ഈസ് ഈക്വൽ ടു 3x² + 5. എന്താണിത്? ഇത് ഇസ് എ സ്ലോപ്പ് ഓക്കെ. പക്ഷേ ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യന് തന്നിരിക്കും ഏതാണ് പോയിൻ്റ് എന്നുള്ളത്. ഇപ്പോൾ 1,1 എന്ന് വെച്ച് കഴിഞ്ഞാൽ f(x) വെൻ 1,1 അല്ലേ? 1,1 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1ഉം വൈൻ്റെ വാല്യൂ 1ഉം. അപ്പം ഞാനിവിടെ ഇട്ടു, അവിടെ ഈ 1ൻ്റെ വാല്യൂ ഇടുമ്പോൾ 3 തന്നെ, 3 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 8. അപ്പം എന്താണ് 8? 8 ഈസ് നത്തിങ് ബട്ട് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. നോർമലിൻ്റെ അല്ല കേട്ടോ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റില്ലേ? പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ, പോയിൻറ്റ്സ് ആർ ഗിവൺ ഹിയർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ? ഓക്കെ, ഞാൻ ഇക്വേഷൻ കൂടെ പെട്ടെന്ന് എഴുതാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയിൻ്റ് തന്നിട്ടുണ്ട് ഇവിടെ, നമുക്ക് സ്ലോപ്പ് ഇവിടെ കണ്ടുപിടിച്ചു വിച്ച് ഈസ് 8 അല്ലേ? ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചെയ്തൊക്കെ കറക്റ്റ് ആണ് തന്നെയല്ലേ? എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ എഴുതി, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. 3x² + 5x. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 നമുക്ക് എക്സിന് പകരം 1 ഇട്ടു, ബിക്കോസ് 1 ആണ് എക്സ്. 1 ഇട്ടപ്പോൾ 3 + 8 8. ഓക്കെ, സ്ലോപ്പ് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദിസ് പോയിൻ്റ് ഓക്കെ, അറ്റ് ഏത് പോയിൻ്റ്? ഇതാണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് പോയിൻ്റ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്നത് എന്താ? 1 - ഞാനിത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. സിംപ്ലിഫൈ ഒക്കെ നിങ്ങൾ ചെയ്യുക. മൈനസ് വൈൻ്റെ വാല്യൂ എന്താ? 1. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ സ്ലോപ്പ് എത്ര? 8 മൈനസ് എക്സ് മൈനസ് എന്താണ് ഇവിടുത്തെ വാല്യൂ? 1. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊരു സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ എഴുതുമ്പോൾ that is the exact value what they are expecting. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ this is what they are expecting. അങ്ങനെയാണെങ്കിൽ if they are asked to find equation of normal ആണ് നമ്മൾ എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നോർമലിനും പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. എവിടെയാണ് മാറ്റം വരുന്നത്? y1 - y1 അതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇവിടെ വരും -1/8 x - 1 എന്ന് പറഞ്ഞുകൊണ്ട് വരും. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ വാട്ട്? നോർമൽ. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് മാൻ, ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ് ഓക്കെ. അപ്പോൾ ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് യുവർ ടാൻജൻറ്റും നോർമലും. ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, മാക്സിമം ആൻഡ് മിനിമ. എന്താണ് മാക്സിമ, എന്താണ് മിനിമ എന്ന് രണ്ട് ഗ്രാഫ് ഉണ്ട്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. മാക്സിമ മിനിമ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ് ഓക്കെ, ഇറ്റ്സ് എ ഫംഗ്ഷൻ. നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ പൊതുവെ എഴുതുന്നത്? f(x) എന്നല്ലേ നമുക്ക് എഴുതുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് f(x)ൻ്റെ വാല്യൂസ് കിട്ടുന്നത്. അത്രമാത്രം ഒന്ന് ആലോചിക്കുക ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ചെക്ക് ഇറ്റ്, ഇതിൻ്റെയൊക്കെ ടാൻജൻ്റൊക്കെ വരും അല്ലേ? ടാൻജൻ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദാറ്റ് വുഡ് കം എ പോയിൻ്റ് ഹിയർ. വാട്ട് ഈസ് ദാറ്റ് പോയിൻ്റ്? ദാറ്റ് ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ആസ് സി. ഞാൻ സി എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് എടുത്തു. അതേപോലെ തന്നെ ഈ ഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പോയിൻ്റ് എടുത്തു വിച്ച് ഈസ് സി ഹിയർ. ഇത് സി ആണ്. അപ്പം ഞാൻ പറയാണ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഈസ് നത്തിങ് ബട്ട് ആൻ എലമെൻറ്റ് ഇൻസൈഡ് എ ആൻഡ് ബി. എന്താണ് സി? ഇവിടെയും സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് ഇൻസൈഡ് വാട്ട്? ആൻ എലമെൻറ്റ് ഇൻസൈഡ് എ ആൻഡ് ബി. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. യെസ്. അപ്പോൾ ഈ സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ മനസ്സിലാക്കുക, ദിസ് ഇസ് f(a). അതേപോലെ തന്നെ ഇതിൻ്റെ പോയിൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പോയിൻറ്റിന് നമ്മൾ കറസ്പോണ്ടിങ് y വാല്യൂ നോക്കി കഴിഞ്ഞാൽ f(b). അങ്ങനെ നോക്കിയാൽ വാട്ട് ഈസ് ദിസ് പോയിൻറ്റ്? ഇത് സി എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇത്? ഈ ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ f(c) ആണ്. f(c). അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ f(a) ആണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ എന്താണ് ഈ വാല്യൂ? ദിസ് ഇസ് f(c).
അപ്പോൾ എഫ് ഓഫ് സിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നോക്കിയോ, ഇപ്പം ഞാനിങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ എഫ് ഓഫ് സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണോ? വേർ എക്സ് ഇസ് ആക്ച്വലി ഓൾ ദ എലമെൻറ്റ് ഓഫ് എക്സ് ഇൻസൈഡ് വിച്ച് എ ആൻഡ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദി എലമെൻറ്റ് ഇൻസൈഡ് എ ആൻഡ് ബി എടുത്തു കഴിഞ്ഞാൽ എക്സെപ്റ്റ് നമ്മൾ സി എന്നുള്ള പോയിൻറ്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇതായിരിക്കില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് എന്ത് വാല്യൂ വേണോ ഇവിടുത്തെ വാല്യൂ എടുത്തോ, ആ വാല്യൂസിലെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിൻറ്റിന് അത്ര വാല്യൂ വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് നമ്മൾ ഹയസ്റ്റ് പീക്ക്. വേർ ഇപ്പം ഇതിൻ്റെ സ്ലോപ്പ് നമ്മളൊന്ന് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സ്ലോപ്പ് വിൽ ബി ലൈക്ക് ദിസ് അല്ല, ഇതെല്ലാം ഞാൻ റിലേറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ സ്ലോപ്പ് വിൽ ബി ലൈക്ക് ദിസ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ചാൽ എന്താ? 0 ആണ്. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ പ്രോബ്ലത്തിലൊക്കെ നോക്കുമ്പോൾ എഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ് നോക്കും. നമ്മൾ ആദ്യം നമ്മളെ ക്വസ്റ്റ്യനിലൊക്കെ നോക്കും. നമ്മളെ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ പറയുന്നത്, ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും, പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും, അതിനെന്ത് ചെയ്യും? ഈക്വൽ ടു 0 കൊടുക്കും. വൈ? ടു ഫൈൻഡ് ദിസ് പോയിൻ്റ്, ഈ പോയിൻ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് എഫ് ഓഫ് 0 കൊടുക്കുന്നത്. വേർ എഫ് ഓഫ് ഈ ഇവിടെ എക്സിന് നമ്മൾ 0 കൊടുക്കും, എന്നിട്ട് ആ പോയിൻ്റ് കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് ഓൾറെഡി പോയിൻ്റ് അറിയാം, ഏത് പോയിൻ്റാണ്? സി എന്നുള്ള പോയിൻ്റ്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും ഏത് പോയിൻ്റാണ്? സി. നിങ്ങൾ കുറച്ചെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കുക, ഈ സി എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. എന്തുകൊണ്ടാണ്? ഇതിനെയാണ് നമ്മൾ പറയുന്നത് ദ പോയിൻ്റ് ഓഫ് മാക്സിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിലാണ് നമുക്ക് മാക്സിമ കിട്ടുന്നത്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ന് വെച്ചാൽ എന്താ? എഫ് ഓഫ് സി ഈസ് മാക്സിമം വാല്യൂ. So this is a maximum value. That's it, man. So this is the point of maxima. ഈ പോയിന്റിലാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇതിന് എഫ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്മളെ മാക്സിമം വാല്യൂ. അപ്പം നമ്മളെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് മാക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് മാക്സിമ. അപ്പോൾ ഞാൻ ഇത് കൂടുതലൊന്നും പറയുന്നില്ല, ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കുക ഈ പോയിന്റ് എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അതേ സാധനം തന്നെ ഇവിടെ, പക്ഷേ നേരെ തിരിച്ചു വരും. എഫ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ലെസ്. ഇവിടുത്തെ ഏത് തന്നെ പോയിൻറ്റിൻ്റെ എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിനെക്കാട്ടി വളരെ ചെറുതായിരിക്കും. വേർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ വാട്ട്? എ ആൻഡ് ബി. എ ആൻഡ് ബീൻ്റെ അകത്ത് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എപ്പോഴും വലുതായിരിക്കും. ഈ പോയിൻ്റാണ് ഏറ്റവും ചെറുത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റിന് എന്താ പറയുന്നത്? പോയിൻ്റ് ഓഫ് മിനിമ. ഓക്കെ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, പോയിൻ്റ് ഓഫ് മിനിമ. ദിസ് ഈസ് യുവർ പോയിൻ്റ് ഓഫ് മാക്സിമ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് സി? എഫ് ഓഫ് ഈസ് നത്തിങ് ബട്ട് നമ്മളെ മിനിമം വാല്യൂ. ദാറ്റ് ഈസ് എ മിനിമം വാല്യൂ. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ റൈറ്റ് നൗ. എന്താണ് മാക്സിമ, എന്താണ് മിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഐ തിങ്ക് ലൈക്ക് അറ്റ് ദാറ്റ് ടൈം യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ എന്താണ് എന്നുള്ളത്, ഇതിനെപ്പറ്റിയൊക്കെ എന്തുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരേ ഒരു കാര്യം മനസ്സിലാക്കുക, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ പോലും നമുക്ക് സ്ലോപ്പ് ഇങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലും എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. അത് മനസ്സിലാക്കുക. ദെൻ വിത്ത് ദിസ് പോയിൻറ്റ് എന്നിട്ട് നമ്മളെ ഫംഗ്ഷനകത്ത് എന്തൊക്കെ, അത് ലേറ്റർ ഐ ഡോണ്ട് വോണ്ട് ടു കൺഫ്യൂസ് യു. ഇത്ര മാത്രം മനസ്സിലാക്കുക, എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 0, ഹിയർ ഓൾസോ എഫ് ഓഫ് സി ഇസ് 0. പക്ഷേ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ കിട്ടുന്നതുകൊണ്ട് ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ. ദിസ് പോയിൻ്റ് ഇസ് കോൾഡ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ദിസ് പോയിൻ്റ് ഇസ് കോൾഡ് പോയിൻ്റ് ഓഫ് മാക്സിമ. ഇവിടെ നമുക്കൊരു മിനിമം വാല്യൂ കിട്ടും, അതുകൊണ്ടാണ് ഈ ഒരു പോയിൻ്റ് സീനെ പറയുന്നത് എന്താ? പോയിൻ്റ് ഓഫ് മിനിമ. ഓക്കെ, അത്രയും ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ്. ഇനി അടുത്തത് വേറൊരു കാര്യം കൂടെ ചെറിയതായിട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇപ്പോൾ പറയാണ് നമുക്കൊരു ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, ഐ ക്യാൻ സീ ദർ ആർ മെനി മാക്സിമ. അതിൻ്റെ അർത്ഥം ഒരു ഫംഗ്ഷനകത്ത് ഒരു മാക്സിമം വാല്യൂ തന്നെ ആയിരിക്കില്ല. യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ മാക്സിമ പോയിൻറ്റ്സ് കാണാം, അതേപോലെ തന്നെ മാക്സിമം വാല്യൂസ് കാണാം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് നമ്മളെ ലോക്കൽ മിനിമ ആൻഡ് ലോക്കൽ മാക്സിമം. ലോക്കൽ മിനിമം ആൻഡ് ലോക്കൽ മാക്സിമം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇത്ര മനസ്സിലായല്ലോ, ഇവിടെ മൾട്ടിപ്പിൾ മാക്സിമ അല്ലെങ്കിൽ മിനിമം പോയിൻറ്റ്സ് വരാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും മിനിമം. അപ്പോൾ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് മാക്സിമം ആൻഡ് മിനിമം വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമം.
അപ്പം നമ്മൾ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ലോക്കൽ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഏരിയയിനകത്ത് നമ്മളൊരു ലൊക്കാലിറ്റിക്കകത്ത് ലോക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു സ്ഥലം അല്ലേ. അപ്പം ഞാനിവിടെ നോക്കുകയാണ് ഒരു ചെറിയൊരു സ്ഥലം, ഇവിടെ കണ്ടോ ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു ചെറിയ ഡോട്ടഡ് ആയിട്ടിരിക്കുന്ന സ്പേസ്. ആ ഒരു സ്പേസിനകത്ത് ഞാനിപ്പോൾ 2 പോയിൻ്റ് എടുക്കുകയാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ C1 മൈനസ് എച്ച് എന്ന് എടുക്കുകയാണ്. ഈ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ C1 പ്ലസ് എച്ച് എന്ന് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ പ്ലസ് എച്ചും മൈനസ് എച്ചും ഞാൻ എടുക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു പർട്ടിക്കുലർ ലോക്കൽ സ്ഥലത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം ഗെറ്റിംഗ് C1 ആസ് മൈ മാക്സിമം വാല്യൂ അല്ലേ. അവിടെയല്ലേ നമുക്ക് മാക്സിമം കിട്ടുന്നത്. അപ്പം C1 ആ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സ്ഥലത്ത് C1 എന്ന് പറയുകയാണ് എന്താണ്, ലോക്കൽ മാക്സിമ. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ഇപ്പം ഇവിടെ എന്താ എഴുതാൻ പറ്റുക, എഫ് ഓഫ് C1. ഓക്കെ, എഫ് ഓഫ് C1 എന്ന് പറഞ്ഞ സാധനമാണ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ വാട്ട് യുവർ എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് വെയർ എക്സിൻ്റെ വാല്യൂ എന്താണ്, എക്സിൻ്റെ വാല്യൂ വെച്ചാൽ ഇവിടുത്തെ വാല്യൂ എന്താണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഒരു ചെറിയ എവറി വാല്യൂ which is from what C1h to C1h plus C1 minus h to C1 plus h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വലിയ അതിഭയങ്കരമായിട്ടുള്ള സാധനമൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ആലോചിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതേപോലെയൊക്കെ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ അടിക്കുന്നത്. ഇത്ര മാത്രം ആലോചിക്കുക. ഈ ഒരു ചെറിയ സ്ഥലത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിനകത്ത് ഗ്രാഫിനകത്ത് ഈ ഒരു പോയിൻ്റ് ഇതിപ്പോൾ C ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ C മൈനസ് എച്ചും ഇത് C പ്ലസ് എച്ചും. അപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതാ ഹയസ്റ്റ് പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് അല്ലേ. ഇതല്ലേ ഇതിപ്പോൾ C1 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം C1. അപ്പോൾ ഇതെന്താ C1. ഈ ഒരു ഫംഗ്ഷനല്ലേ മാക്സിമം കിട്ടുന്നത്, മാക്സിമം വാല്യൂ. അപ്പം ഈ ഒരു ലൊക്കേഷനിലായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ നമ്മൾ നോക്കുന്നുണ്ട്, ഐ വുഡ് സേ ദാറ്റ് FC1 എന്ന് പറഞ്ഞാൽ എന്താ, ലോക്കൽ മാക്സിമ, അല്ലെങ്കിൽ പറയാം ലോക്കൽ മാക്സിമം. ലോക്കൽ മാക്സിമ എന്ന് പറയാം, ഇല്ലെങ്കിൽ ലോക്കൽ മാക്സിമം എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നേരെ തിരിച്ചും. ഓക്കെ, ആ ചെറിയ ഈ ലൊക്കേഷൻസ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. ഇവിടത്തൊക്കെ ഒന്ന് പോയിൻ്റ് എടുത്തേ. ഇതിപ്പം ഞാനിപ്പം ഇവിടെ C2 എടുത്തു. ഇപ്പം C2 വെച്ചും നമുക്ക് എഴുതാം. ഇപ്പം ഈ ഒരു റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. C2ൻ്റെ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ മിനിമം പറഞ്ഞിട്ടില്ല, പോസിറ്റീവിൻ്റെ അല്ലെങ്കിൽ നമുക്ക് മാക്സിമത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഗ്രാഫിനകത്ത് C2 ആണിത്. ഇങ്ങോട്ട് ഏതാ C2 മൈനസ് എച്ച് എടുത്തു ഞാൻ. ഇവിടെ ഒരു പോയിൻ്റ് C2 പ്ലസ് എച്ച് എടുത്തു ഞാൻ. അവിടെ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ഏതാ, ഇതാണ്. അപ്പോൾ C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എഗെയിൻ ഇതല്ലേ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ. C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഞാനിവിടെ പറഞ്ഞത് അതും മാക്സിമം അല്ലേ. അപ്പം യു ഹാവ് മൾട്ടിപ്പിൾ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ എങ്ങനെ, ഈ ഒരു പോയിൻ്റ് ഇപ്പം ഇത് C3 ആണെന്ന് വെച്ചോ. ഈ ഒരു പോയിൻ്റ് നമ്മൾ C3 പ്ലസ് എച്ച് എടുത്തു. ഈ ഒരു പോയിൻ്റ് C3 മൈനസ് എച്ച് എടുത്തു. അപ്പോൾ ഈ പോയിൻ്റ് തന്നെയല്ലേ മിനിമം വാല്യൂ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അല്ലേ ലോക്കൽ മിനിമ അല്ലേ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ. പക്ഷേ ഇതിനകത്ത് കൺഫ്യൂഷൻ അടിക്കാനുള്ള ഒന്നുമേ ഇല്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ എനിക്ക് പല സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ ഗ്രാഫിനകത്ത് എനിക്ക് പല സ്ഥലത്ത് ഇത് ഇങ്ങനെ അല്ല കേട്ടോ ടെക്സ്റ്റ് ബുക്കിനകത്ത്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്, അത്രമാത്രം. അപ്പോൾ ഇവിടെ നമുക്കൊരു മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷൻ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു മാക്സിമം വാല്യൂ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ട്, ഈ പോയിൻ്റ്. അപ്പോൾ ഈ മാക്സിമം വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇതും കൂടെ ആലോചിക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്ലോപ്പ് ഇപ്പം ഇത് C1 ആണെങ്കിൽ ഇതിൻ്റെ C1 ഡാഷ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇവിടുത്തെ സ്ലോപ്പ് എന്താ, ഇപ്പോൾ ഇത് C2 ആണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഇതിപ്പം C3 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് C3, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം നിങ്ങളിത് ഓർത്തിരിക്കണം, ഈ ഒരു പോയിന്റിലാണ് സ്ലോപ്പ് 0. അപ്പം പക്ഷേ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ലോക്കൽ മാക്സിമം. അപ്പോൾ യു ഹാവ് C1 ഒരു ലോക്കൽ മാക്സിമം ആണ്, റൈറ്റ്, ആ ഒരു റീജിയനിൽ മാക്സിമം ആണ്. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ മാക്സിമം ആണ്. C3 എന്ന് പറഞ്ഞാൽ ലോക്കൽ മാക്സിമം ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് മൂന്ന് ലോക്കൽ മാക്സിമം വരുന്നുണ്ട്. അതിനകത്തേന്ന് ദ ഹയസ്റ്റ് വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് മാക്സിമം വാല്യൂ ഉള്ളത്
മാക്സിമം വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയും നമ്മൾ? വി വിൽ സേ ഇറ്റ് ഈസ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ അതിനെന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് മാക്സിമം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ പല പല ലോക്കൽ ഏരിയാസിൽ നിന്ന് നമ്മൾ നമ്മൾ ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഹയസ്റ്റ് ഏതാണോ ദാറ്റ് ഈസ് ലോക്കൽ മാക്സിമം. അല്ല, ലോക്കൽ മാക്സിമം അല്ല, അബ്സല്യൂട്ട് മാക്സിമം. അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്ലി അതാണ് മാക്സിമം വാല്യൂ, ഹയസ്റ്റ് വൺ. അപ്പോൾ അതിൻ്റെ അർത്ഥമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോവസ്റ്റിന് എന്ത് പറയും? അബ്സല്യൂട്ട് മിനിമം അല്ലേ? അബ്സല്യൂട്ട് മിനിമം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ടോപ്പിക് ഇസ് ഡൺ, ദാറ്റ് ഇസ് ഓവർ. അപ്പം ഡൺ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് ഒന്ന് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് എഴുതാം. എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് മാത്രം നിങ്ങളൊന്ന് എഴുതിയിട്ട് പേപ്പറിൽ എഴുതി വെക്കുക. ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് എഴുതിയതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഓൺ ടു നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ കുറിച്ചാണ്. വളരെ പെട്ടെന്ന് പറയാം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എനിക്കിത് നിങ്ങൾ മനസ്സിലാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് ആൻ ഓപ്പൺ ഇൻട്രവൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രവൽ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇതുവരെ വരച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനാണെന്ന് വെച്ചോ. ഓക്കെ, ആദ്യത്തെ ഗ്രാഫ് ഇത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനെ വിചാരിച്ചു ഒരു ഫംഗ്ഷൻ ഇതാണ് എൻ ഓപ്പൺ ഇൻട്രവൽ. ഇപ്പം ഓപ്പൺ ഇൻട്രവൽ ഏത് വേണോ? ഓപ്പൺ ഇൻട്രവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മുമ്പേയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രവൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, A, B. ക്ലോസ് ഇൻട്രവൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഓപ്പൺ ഇൻട്രവൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എയും ബി എന്നും പറഞ്ഞിട്ടില്ല, ഏത് വേണോ ആവാം ഐ. അപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രവലിൽ എനിക്ക് പറയാണ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ് സി. അപ്പോൾ ഞാൻ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താണെന്ന് പറയാൻ വിട്ടുപോയി. വേറൊന്നുമല്ല, നേരത്തെ കണ്ടില്ലേ സി എന്ന് പറഞ്ഞത്, ആ സെയിം സാധനത്തിന് തന്നെയാണ് പറയുന്നത് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോയിൻ്റ് ഇവിടെ കിടക്കുന്ന ഈ പോയിൻ്റ് ഇല്ലേ, ദാറ്റ് ഇസ് എ ക്രിട്ടിക്കൽ പോയിൻ്റ് വേർ ദ സ്ലോപ്പ് ഇസ് വാട്ട്? 0. ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം ഇതിനെ. ആ ഒരു ഫംഗ്ഷനകത്ത് ഇപ്പം സി എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ, അത് പോകുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ഒക്കെ അറിയാം നിങ്ങൾക്ക്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന 3 കേസസ് ആണ്. ആദ്യത്തെ കേസാണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് അതെന്ന് നമുക്കത് വായിക്കാം. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ കിടക്കുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതുവരെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. അപ്പം ഇഫ് ദ സ്ലോപ്പ് ചേഞ്ചിങ് ദ സൈൻ ഫ്രം പോസിറ്റീവ്, ഞാനൊരു കാര്യം ഇവിടെ പറയുന്നത് ഇത് ഓർക്കുക, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതെന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫ് വരച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ എ ബി ഒന്നും അല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചതെന്ന് മാത്രം. എങ്ങനെയോട്ടോ ഇങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ നമ്മുടെ ഇൻ്റർവെൽ ഏതാ? ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഈ ഒരു പോയിന്റിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? പോകുന്നുണ്ടല്ലേ മേളിലോട്ട്, ഇങ്ങനെയല്ലേ മേളിലോട്ടല്ലേ, എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ സ്ലോപ്പ് എല്ലാം എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് വാല്യൂ അല്ലേ. അപ്പോൾ ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, ഈ ഒരു എഫ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ്, ഒന്ന് ഞാൻ പറയുന്ന സ്പെസിഫിക് ആയിട്ട് വാക്കുകൾ പിക്ക് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്. യെസ്, ഇറ്റ് ഈസ് പോസിറ്റീവ് ടു നെഗറ്റീവ്. എവിടെയാവുന്നേ? ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇങ്ങനെ വരും, അതിന് ശേഷമല്ലേ നെഗറ്റീവ് ആവുന്നത് സ്ലോപ്പ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് പോകണം. അപ്പോൾ ഇവിടെയല്ലേ നെഗറ്റീവ്, സ്ലോപ്പൊക്കെ എല്ലാം നെഗറ്റീവ്. അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോയാൽ, ഇവിടെയാണ് പോസിറ്റീവിൽ നിന്ന് സ്ലോപ്പിൽ നിന്ന് നെഗറ്റീവിലോട്ട് സ്ലോപ്പ് പോയാൽ വാട്ട് ഹാപ്പൻസ് വെൻ എക്സ് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, വാല്യൂ ഇൻക്രീസ് പോകുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? സി ദെൻ മാൻ. ഈ ഉള്ള പോയിൻ്റ് എന്താണ് പിന്നെ? ദിസ് ഈസ് യുവർ ലോക്കൽ മാക്സിമ, നോട്ട് ലോക്കൽ മാക്സിമ, ഇറ്റ് ഈസ് മാക്സിമം വാല്യൂ. അത് നമ്മളെ മാക്സിമം വാല്യൂ ആണ്. ഓർ യു ക്യാൻ സേ ഇറ്റ് ഈസ്
മാക്സിമ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദറ്റ് ഐഡിയ. നമ്മൾ പോസിറ്റീവിൽ നിന്ന് ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് വാല്യൂവിൽ നിന്ന് നെഗറ്റീവ് വാല്യൂവിലോട്ട് പോവാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഷിഫ്റ്റിംഗ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ്. ആ മാക്സിമത്തിൽ വരുന്ന പോയിൻ്റാണ് എന്താണ് നമ്മൾ മാക്സിമം വാല്യൂ ഓർ മാക്സിമ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ദർ ഇസ് നോ കൺഫ്യൂഷൻ ഇൻ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി കേട്ടോ. ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരച്ചു, അതിൻ്റെ ഇൻ്റർവെൽ ഐ ആണെന്ന് പറയുന്നു. സെയിം കണ്ടീഷൻ ഇപ്പോൾ പറയാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇവിടെ ഇത് എഫ് ഓഫ് എക്സ് ആണ്, അതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എവിടെ നിന്നാണ്? ഇതിൻ്റെ സ്ലോപ്പൊക്കെ എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് എല്ലാം നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പൊക്കെ എന്താ? പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ പോകുന്നത്? എങ്ങോട്ട്? എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം നെഗറ്റീവ് സ്ലോപ്പ് ടു നെഗറ്റീവ് സ്ലോപ്പിൻ്റെ വാല്യൂ ടു സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പിൻ്റെ വാല്യൂയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ്, ആ ഒരു സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് എന്താണ്? ആ പോയിൻ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ മിനിമം വാല്യൂ ഓർ യു ക്യാൻ സേ മിനിമ. നിങ്ങളെ മിനിമ എന്ന് പറയുന്ന പോയിൻ്റാണ്. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ സൈൻ. പ്ലസ് തന്നെ ഇരിപ്പുണ്ട്, മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ ഇരിപ്പുണ്ട്. സോ ദാറ്റ് മീൻസ് വി ക്യാൻ സേ നൈദർ വി ഹാവ് neither maxima nor minima. That's it. Okay, അപ്പോൾ ഇത് പറയുന്ന ആണ് നമ്മൾ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു സാധനം മാത്രം ആലോചിക്കുക. പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ട് പോകുമ്പോൾ യെസ് യു ആർ ഗെറ്റിംഗ് വാട്ട്? മാക്സിമം വാല്യൂ. നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ട് പോകുമ്പോൾ യു ആർ ഗെറ്റിംഗ് മിനിമം വാല്യൂ. അത് മാത്രം ആലോചിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. മൂവിങ് ഓൺ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് ദെൻ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സർട്ടൺ 3 പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോലെ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് എല്ലാം കണ്ടുപിടിക്കുന്ന ലോക്കൽ മാക്സിമം, മറ്റേതും കണ്ടുപിടിക്കുന്ന ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം തന്നെയാണ് കേട്ടോ. അവിടെ ഞാൻ മാക്സിമം മിനിമം വാല്യൂ എന്ന് പറഞ്ഞു, പക്ഷേ ദ സെയിം തിങ് ലോക്കൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം ലോക്കൽ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫൈൻ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഐഡിയ ഇത് വായിക്കുമ്പോൾ കിട്ടും. അതുപോലെ നിങ്ങൾ തിയറിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടെല്ലിംഗ് റൈറ്റ് നൗ. ഓക്കെ, നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എഫ് ഇസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് പ്രോപ്പർലി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് 2 പ്രാവശ്യം ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൈസ് യു നീഡ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ്. ഓക്കെ, ത്രൈസ് യു നീഡ് ടു ഡിഫറൻഷിയേറ്റ്, നോട്ട് ത്രൈസ്, ട്വൈസ്. ഓക്കെ, ട്വൈസ് യു നീഡ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ്. അപ്പോൾ 2 പ്രാവശ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സും ഇരിക്കണം, എഫ് ഡാഷ് ഓഫ് എക്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അത് രണ്ടും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു സി ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഫസ്റ്റ് വൺ ആണ് കേട്ടോ, ഫസ്റ്റ് വൺ ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വിത്ത് സർട്ടൺ വാല്യൂസ് വെച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പം സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നു. ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ലോക്കൽ മാക്സിമം കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സി എന്ന് പറഞ്ഞ പോയിൻറ്റിനെ നമുക്ക് എപ്പോൾ പറയാം? ലോക്കൽ മാക്സിമം എന്ന് എപ്പോൾ പറയാം നോക്കുക. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇട്ടു എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിന് നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും, സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. അതുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ എപ്പോഴും ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് മാക്സിമത്തിലും മിനിമത്തിലും അല്ലേ ഇത് കിട്ടുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ചാൽ അല്ലെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 0 കിട്ടും, ആണോ ഇല്ലേ? അതാണ് ഇഫ് എഫ് ഡാഷ് ഓഫ്, ഇപ്പോൾ പറയുന്നത് എക്സ് എന്നല്ല, ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, ഏത് പർട്ടിക്കുലർ പോയിൻ്റ് എവിടെയാണോ ലോക്കൽ മാക്സിമം കിട്ടുന്നത് ആ ഒരു പോയിൻറ്റിൽ 0 ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഈ പോയിൻ്റാണ് ഇത് മാക്സിമത്തിൻ്റെ അല്ല ഗ്രാഫ്, ഇത് മിനിമത്തിനാണ്. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും
നമുക്ക് ഏത് പോയിൻ്റാണ്? ഈ ഒരു പോയിൻ്റ്. ഈ ഒരു പോയിന്റിൽ എന്താണ് എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ? നമ്മൾ ഗ്രാഫ് വരയ്ക്കും അങ്ങനെ തന്നെയല്ലേ? ഈ ഒരു പോയിൻ്റാണ് നമ്മൾ സി ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ സി ആയിട്ട് ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സി എന്താണ്? 0 ആണ്. അപ്പം നമ്മൾ പൊതുവെ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കും, എഫ് ഡാഷ് ഓഫ് സി കണ്ടുപിടിക്കും, അതിന് ഈക്വൽ ടു 0 എന്നിടും. ഓക്കെ, അതിനങ്ങ് നമ്മൾ 0 എന്നിട്ടു. എന്നിട്ട് നമ്മൾ സി എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കും ക്വസ്റ്റ്യനിൽ. പക്ഷേ ഇവിടെ നമുക്ക് പറയുമ്പോൾ നമുക്ക് സി എന്നുള്ള പോയിന്റിലാണ് നമുക്ക് 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന വാല്യൂ ഏതിൻ്റെ വാല്യൂ? നമുക്ക് അടുത്ത ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഥവാ വാല്യൂ കിട്ടേണ്ടത് ലെസ് ദാൻ 0 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0നും കാട്ടി ചെറുതാണെങ്കിൽ, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അതിനെ തന്നെ സെക്കൻഡ് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് വെച്ചാൽ എപ്പോഴാണ്? ആ പോയിൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കേട്ടോ. സി എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. ഒരു ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ തന്നിരിക്കും, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അതിന് ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡബിൾ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഡിഫറൻസിയേഷൻ അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനകത്ത് സീൻ്റെ വാല്യൂ ഇടും, ഇവിടെ കിട്ടിയ പോയിൻറ്റിൻ്റെ വാല്യൂ ഇവിടെ ഇടും. അതിന് നമ്മൾ ചെക്ക് ചെയ്യും എന്താണെന്ന്, ലെസ് ദാൻ 0 ആണോ? 0 ആണെങ്കിൽ എന്താ ഇവിടെ പറയുന്നത്? ദാറ്റ് പോയിൻറ്റ് ഏത് പോയിൻ്റാണ്? സി എന്ന് പറഞ്ഞ പോയിൻറ്റ്, എഫ് ഓഫ് സി എന്ന് പറഞ്ഞ ആ പോയിൻറ്റ്, അതാണ് നമ്മൾ എഫ് ഓഫ് സി എന്ന് വെച്ചാൽ എവിടെയാണ്? ആലോചിക്കുക, എഫ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരുന്നത് എഫ് ഓഫ് സി അല്ലേ? എഫ് ഓഫ് സി ഇതാണ് സി, ഇതാണ് എഫ് ഓഫ് സി, ദ ഹയസ്റ്റ് പോയിൻറ്റ്. ദാറ്റ് എഫ് ഓഫ് സി എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ദ ലോക്കൽ മാക്സിമ ഓഫ് ദ ഫംഗ്ഷൻ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. അപ്പോൾ ലോക്കൽ മാക്സിമം ഫംഗ്ഷൻ എന്താ? ഈ ഒരു ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്തേ. എവിടെയാണ്? ഇവിടെ. അതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? 0 ആണ് അത്. എന്നിട്ട് ഇതിൻ്റെ ഡബിൾ ഡാഷ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അവിടെ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ യു ക്യാൻ കൺഫേംലി സേ ദാറ്റ് ഇത് ലോക്കൽ മാക്സിമം പോയിൻ്റ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു സി എന്ന് എടുത്ത നമ്മളെ പോയിൻ്റ് അല്ലെങ്കിൽ എഫ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂവിലാണെന്ന് പറയാം. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഏത്? ലോക്കൽ മിനിമം. എന്താ പറയുന്നത്? സെയിം സാധനം തന്നെയാണ്. ഇപ്പം രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 then the second one. So this is the first one, this is the second one. ഇതാണ് ഇത്. അപ്പോൾ ഇതുമാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ ലെസ് ദാൻ 0 മാക്സിമം. നമ്മൾ ചിലപ്പം തിരിച്ച് ആണ് നമ്മൾ വിചാരിക്കും, അയ്യോ കൂടുതലല്ലേ അല്ലേ, ഗ്രേറ്റർ ദാൻ 0 അല്ലേ നമുക്ക് മാക്സിമം വരേണ്ടതെന്നൊക്കെ ആലോചിക്കും. പക്ഷെ അല്ല കേട്ടോ, ഇതാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ളത്. ഫൈൻ. സോ ഇത് നേരെ തിരിച്ചിട്ടാണ് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പം നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ടെസ്റ്റ് ഫെയിൽ, അഥവാ ഈ ടെസ്റ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെൻ എഫ് ഡാഷ് ഓഫ് 0 ആണ്. എന്നിട്ട് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എഫ് ഡബിൾ ഡാഷ് ഓഫ് സിയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടിയാൽ ഇറ്റ് ഫെയിൽസ്. ആ ടെസ്റ്റ് ഫെയിലാവും. നമ്മളിവിടെ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ഓർഡറും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവൊക്കെ ടെസ്റ്റൊക്കെ നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഡു? വി വിൽ ഗോ ബാക്ക് ആൻഡ് ഡു ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പോകും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നല്ലത്, അതൊന്ന് ചെയ്ത് നോക്കുക. അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിൽ പോവുക. ഫസ്റ്റ് ഓർഡറിൽ പോയിട്ട് ശേഷം പിന്നെ ചെക്ക് ചെയ്യുക വെദർ സി ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം ആണെന്ന് ചെയ്ത് നോക്കുക. ഓർ ദ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ മാക്സിമ ആൻഡ് നോ മിനിമ എന്നുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ യുവർ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് ഞാൻ പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ ഉണ്ട് എഫ് ഓഫ് എക്സ്, നമ്മളെന്താ കണ്ടുപിടിക്കുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കും. ഇത് ഞാനിപ്പം സീനല്ല പറയുന്നത് കേട്ടോ, എഫ് ഓഫ് എക്സ് വെച്ച് വേണം പറയുന്നത് ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാനിവിടെ കണ്ടുപിടിക്കുന്നത് എന്താ? സി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനകത്ത് സി എന്ന് ഇടും. സി എന്നുള്ള പോയിന്റ് ഇവിടെ കണ്ടുപിടിച്ച വാല്യൂ എടുത്ത് ഇവിടെ ഇടും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും അത് ഗ്രേറ്റർ ദാൻ ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ ആണോ എന്നുള്ളത്. അതിൻ്റെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നതനുസരിച്ച് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്തെന്ന്? ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണെന്ന്. അത്രയേ ഉള്ളൂ. ഡൺ. ഓക്കെ, അതാണ് സിമ്പിൾ വേർഡ്സിൽ പറയാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത്. റൈറ്റ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തിയറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ തിയറി. അപ്പോൾ തിയറി പാർട്ട് ഐ തിങ്ക് ലൈക്ക് എല്ലാം
ഒരുവിധം നല്ല കോൺക്രീറ്റ് ആയിട്ട് മനസ്സിലായെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അഥവാ മനസ്സിലായില്ലെങ്കിൽ ഗോ ബാക്ക്, റെഫർ ഇറ്റ് അഗെയിൻ, എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്നും കൂടെ കേൾക്കുക. 2 പ്രാവശ്യം അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇഫ് നോട്ട്, ഇപ്പം നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നേ ഇല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മീ ഡൗൺ ദെയർ, ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ യു അഗെയിൻ, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു തിയറി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ക്രാക്ക് ഓൾ ദി ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈൻ. സോ ഇതായിരുന്നു നിങ്ങളുടെ 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് യുവർ തിയറി ഓഫ് ദിസ് ചാപ്റ്റർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതിൻ്റെ എക്സസൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഒരു ലിറ്റിൽ ലെങ്തിയർ, പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വൺ, ഈ തിയറി പാർട്ട്. ഓക്കെ, ഞാനിത് എന്തായാലും ഞാനിത് സെപ്പറേറ്റ് ആയിട്ടും കൂടെ ഞാൻ എഴുതാണ് കേട്ടോ. ഫൈൻ. ഓക്കെ, സോ ദിസ് ഇസ് അരുൺ ഹിയർ. സോ സീ യു ഓൺ നെക്സ്റ്റ് സെക്ഷൻ ദെൻ. ടേക്ക് കെയർ.